വരാറാ അവര് ഔട്ട്ഡോറാ ഏതോ ഔട്ട്ഡോർ ഗോപാലകൃഷ്ണൻ. ഞാൻ പറഞ്ഞു അടൂർ അമ്മയൊക്കെ കരഞ്ഞിട്ടൊക്കെ ഉണ്ട്. ഈ കമലഹാസൻകാരൻ എൻ്റെ മകൻ്റെ ജീവിതം എന്നൊക്കെ പറഞ്ഞു. ഞാൻ അപ്പം അമ്മയൊന്ന് പഠിക്കാൻ സമ്മതിക്കില്ലേ എന്നൊക്കെ ചോദിക്കുന്നത്. ഇതാണോ ഞാൻ പറഞ്ഞു ഇതാണ് എൻ്റെ പഠിത്തം. ഐ ഡിസൈഡഡ് ഞാൻ ഇങ്ങനത്തെ പടങ്ങളൊന്നും ചെയ്യില്ല. ഞാൻ അങ്ങനെ ആലോചിക്കും, ഓരോരുത്തർ ഓരോ സ്ക്രിപ്റ്റ് കിട്ടാൻ വേണ്ടി എവിടെയൊക്കെ എങ്ങനെയൊക്കെ ഓടി നടക്കണമെന്ന് നമുക്കറിയാം. ഞാൻ ശരിക്കും ബ്ലസ് ചെയ്യും. ഞാൻ പറഞ്ഞു വാട്ട് യു ഡൂയിങ്? ഞാൻ പറഞ്ഞു ഇല്ല മാം, ഞാൻ അഭിനയിക്കാൻ പോവുകയാണ്, എന്നെ ബ്ലസ് ചെയ്യണം. അപ്പോൾ അവർ ചോദിക്കുന്നത് രാജീവ് വാട്ട് ഈസ് ഈ സേയിങ്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ പറഞ്ഞു സാർ എൻ്റെ ഏജ് ഒരു പ്രശ്നമാണ്. ഇവിടെ ഫോൺ ചെയ്തിട്ട് സംസാരിച്ചു, കറക്റ്റ് ഏജ് പ്രശ്നമാണ്. കമ്മീഷണർ പോലീസ് വരില്ല. ഞാൻ ഹൗ SP ആക്കാണ്. ഐ ആം മുരളി ആക്ച്വലി. എൻ്റെ ആളെന്നെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടി ഞാൻ സ്റ്റേജിലിരുന്ന് പാടുന്ന ഫീലൊക്കെ വരുന്നുണ്ട് നമ്മൾ പെർഫോം ചെയ്യുമ്പോൾ. എനിക്ക് കയ്യിലൊരു ഗിറ്റാർ തന്നു. അന്ന് കേരളോർമയെ പാടുമ്പോൾ ഗിറ്റാറൊന്നും ഉണ്ടായിരുന്നില്ല. ലോകേഷിൻ്റെ ഭാഗത്ത് നിന്ന് അഞ്ചാതെ പാർട്ട് 2 ചെയ്യാനുള്ള ഒരു സംഭവമാണ്. പിന്നീട് ഈ ഫിലിം ഡയറക്ടേഴ്സിനെയൊക്കെ മീറ്റ് ചെയ്യുമ്പോൾ ഞങ്ങൾ ആ പടത്തിൽ നിങ്ങളെയാണ്. ഞാൻ പറഞ്ഞു എന്താ വിളിക്കാൻ? അല്ല ആരോ പറഞ്ഞു നിങ്ങൾക്ക് താല്പര്യം. ഞാൻ പറഞ്ഞു ആര് പറയുന്നത്? ആക്ച്വലി ജയരാജ് സർ അതിൽ ക്യാമറ വർക്ക് ചെയ്യാൻ കൂടി വിളിച്ചതാണ് എന്നെ. 1.5 വർഷം കുങ്ഫു ട്രെയിനിങ് ചെയ്തു. അതൊന്നിപ്പോൾ ഇപ്പോഴൊക്കെ ആയിരുന്നെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കിടന്നിട്ട് നമുക്ക് ട്രെൻഡ് ചെയ്യായിരുന്നു. കൈദി 2-ന്റെ കാര്യം എന്തായെന്ന് അറിയില്ല. എല്ലാവരും വെയിറ്റിംഗ് ആണ്. ഞാനും. വെൽക്കം എന്നറിയാം. താങ്ക് യു. ആദ്യമേ ചോദിക്കാനുള്ളത്, നമ്മൾ ഒരുപാട് ഫ്ലാഷ് ബാക്ക് കട്ടുകൾ കാണുമല്ലോ സിനിമയിൽ. നമ്മളെ ഹോണ്ട് ചെയ്യുന്ന, നമുക്ക് ഭയങ്കര ചിൽസ് വരുന്ന, ഭയങ്കര വിഷമം വരുന്ന, അങ്ങനെ പലതരത്തിലുള്ള ഫ്ലാഷ് ബാക്ക് കട്ട് കണ്ടിട്ടുണ്ട്. ചിലപ്പോൾ ഒരു സസ്പെൻസ് ത്രില്ലർ പടത്തിൻ്റെ റിവീലിംഗ് ആയിരിക്കാം. അതുപോലെ ഭയങ്കര രസമായി തോന്നിയിട്ടുള്ള ഒരു ഫ്ലാഷ് ബാക്ക് കട്ടാണ് റസിയ റിവീൽ ചെയ്യുന്നത് മുരളിയെ പറ്റിയിട്ട്. ആ സമയത്തുള്ള സ്കോർ ഫ്ലൂട്ടിൽ വർക്ക് ചെയ്യുന്നതും ആ സ്കോറിൻ്റെ സമയത്ത് നിങ്ങൾ സംസാരിക്കുന്നില്ല ഈ പറഞ്ഞ റിവർബ് ഇട്ടിട്ട് സൗണ്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അത് നമ്മൾ ഓൾറെഡി കണ്ട മൊമെൻറ്റുകളിലെല്ലാം നിങ്ങളെ ഫേവർ ചെയ്തുകൊണ്ട്, അതായത് മുരളിയും റസിയും ഫേവർ ചെയ്തുകൊണ്ട് ഓരോ സീക്വൻസിൽ കാണിക്കുന്നത്, അതിൽ എൻ്റെ കൽബിലെ പാട്ട് പാടുന്നത്, ഇതെല്ലാം ഒരു റീവിസിറ്റിംഗ് പോലെ സംഭവിക്കുന്നു. അതിൽ ഭയങ്കര ഒരു ഹോണ്ടിങ് നേച്ചർ ഉണ്ട്. ഒരാൾ മരണമാണ് അവിടെ. ഈ ആ ക്യാരക്ടറിന് ഒരു പ്രത്യേകത ഉണ്ടല്ലോ. ഒരു പക്ഷേ ഇപ്പോൾ നമ്മൾ വേറൊരു തലത്തിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അയാൾ മരിച്ചേണ്ട അയാൾ അവിടെ ഉണ്ട്, ആ സ്പേസിലുണ്ട്, ക്ലൈമാക്സിൽ വരെ പുള്ളി അവിടെയുണ്ട്. ഈ മുരളിയെ ഓർത്തെടുക്കുന്നത് പല ആവർത്തി പറഞ്ഞിട്ടുള്ളതായിരിക്കാം. പക്ഷേ ഞാനവിടെ ക്യൂരിയസ് ആവുന്നത്, ഈ പലതവണ ക്ലാസ്മേറ്റ്സ് കാണുമ്പോൾ ഓരോ തവണയും ഇതിലോട്ട് തിരിച്ചു പോകുമ്പോൾ മുരളി എങ്ങനെ ഹിറ്റ് ചെയ്യുന്നത് ശരിക്കും? ഒന്ന്, നമ്മൾ ഈ എല്ലാ ആക്ടേഴ്സിനും ഉണ്ടാവും ചില ക്യാരക്ടേഴ്സ് ക്ലോസർ ടു ദ ഹാർട്ട് എന്ന് പറഞ്ഞിട്ട്. ഞാൻ ഒരു പക്ഷേ അധികം പടങ്ങൾ ചെയ്യാത്തതുകൊണ്ടായിരിക്കാം പല ക്യാരക്ടേഴ്സും ക്ലോസർ ടു ദ ഹാർട്ടാണ്. പക്ഷെ മുരളിയുടെ കാര്യത്തിൽ ഇമോഷണലി ഭയങ്കരമായിട്ട് ക്ലോസറാണ്. അത് മാത്രമല്ല, സംടൈംസ് സർട്ടൻ തിങ്സ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. ചിലത് ആ ഇമോഷണൽ വിഷയത്തിൽ അങ്ങ് സ്റ്റക്കായി പോകും. നമ്മൾ അതൊന്ന് ബ്രേക്ക് ഔട്ട് ചെയ്ത് വരാനൊരു ഇത്തിരി ബുദ്ധിമുട്ടാണ് പലവർക്കും. അപ്പം എന്നെ തന്നെ പലവർക്കും എന്ത് ചെയ്താലും ശരി മുരളി ആണ്. ഇറ്റ് ഈസ് പ്രത്യേകിച്ച് ഒരു വിഭാഗം ജനങ്ങൾക്ക് അത് ദ വിമൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്താലും അപ്പം അത്രയും ഇമ്പാക്റ്റ്ഫുള്ളായിരുന്നു ആ ഒരു ക്യാരക്ടറും. അത് പ്രോബബ്ലി ഇപ്പം എനിക്ക് പേഴ്സണലി വെൻ ഐ വാസ് ഡൂയിങ് ദ ഫിലിം ഐ ആം മുരളി ആക്ച്വലി. ലൈക്ക് എനിക്ക് ഇൻ ദ സെൻസ് ഞാനും കോളേജിൽ ഇംപ്രസ് ചെയ്യാൻ പാട്ട് പാടിയിട്ടുണ്ട്. ദർ വാസ് എ ലവ് ട്രാക്ക് വിച്ച് മൈ ഫ്രണ്ട്സ് ന്യൂ. പക്ഷേ ഇതുപോലെ ആരും അറിയാത്തതായിരുന്നില്ല, എൻ്റെ അറിയുമായിരുന്നു. ഞാൻ കോളേജിൽ ഡ്രാമ ആദ്യം ട്രൈ ചെയ്തത് വാസ് ടു ഇംപ്രസ് ഹർ. യൂണിവേഴ്സിറ്റി ബെസ്റ്റ് ആക്ടറായി ടു ഇംപ്രസ്, ഐ മീൻ ട്രൈങ് ടു ഇംപ്രസ്, അങ്ങനെ പലതും. അപ്പോൾ അന്ന് ഇത് പറഞ്ഞ പോലെ പല പാർട്ടിയിൽ ഓരോരുത്തർ ഇങ്ങനെ പാട്ട് പാടാനാലും വിളിക്കും. സെയിം തിങ്. ഐ മീൻ ഇതൊക്കെ ഇപ്പോൾ എനിക്കിത്, ആൻഡ് ഞാൻ കേരളോർമയിലാണ് പഠിച്ചത്, ഇത് CMS കോളേജിലാണ് ഷൂട്ട് ചെയ്യുന്നത്. സോ ഇറ്റ് വാസ് ഫോർ മീ ഇറ്റ് വാസ് ലൈക്ക് ഞാൻ ആ ക്ലാസ് റൂമിലിരിക്കുമ്പോൾ ഇതുപോലത്തെ ക്ലാസ് റൂമിൽ തന്നെയാണ് ഞാൻ കുറച്ച് വർഷം മുമ്പ് ഇരുന്നിരുന്നത്. ഇതൊരുമാതിരി ഭയങ്കര ഒരു ഐ കുഡ് റിയലി ഫീൽ ഇറ്റ്. ആൻഡ് ചിലത് നമുക്ക് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും ദിസ് ഇസ് ഗോയിങ്. പക്ഷേ ഇങ്ങനെ ഒരു ഇമ്പാക്റ്റ് വരുത്തും എന്നുള്ളത്. ആൻഡ് ഏറ്റവും വലുത് നമ്മുടെ ആ ലോസ് ഉണ്ടല്ലോ, ദാറ്റ്. ആൻഡ് വൺ മോർ തിങ് ഇസ്, എനിക്ക് തോന്നുന്നു എന്താ റീസൺ എന്ന് വെച്ചാൽ ലവ് സ്റ്റോറീസ് വളരെ കുറവാണ്. ദ നമ്പർ ഓഫ് ലവ് സ്റ്റോറീസ് നമ്മൾ എണ്ണം നോക്കി കഴിഞ്ഞാൽ വളരെ റെയറാണ്. 10 വർഷം കൂടുമ്പോഴാണ് ഒരു ഇമ്പാക്റ്റ്ഫുൾ ആയിട്ടുള്ള ലവ് സ്റ്റോറി. ലാസ്റ്റ് 15 years ലവ് സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഇമോഷണൽ ലവ് സ്റ്റോറി ഇല്ല.
ഹ്യൂമർ ലവ് സ്റ്റോറി ആയിരിക്കും. ലവ് സ്റ്റോറിയിൽ ഹ്യൂമർ ട്രാക്കിൽ പോവുക. അങ്ങനെ പല വിജയങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഒരു ഇമോഷണൽ രീതിയിൽ വരുന്നത് വളരെ റെയറായിരിക്കും. അങ്ങനെ കുറേ നാളിന് ശേഷം വന്നൊരു സിനിമയോ അല്ലെങ്കിൽ അതിന് ശേഷം വരാത്തത് കൊണ്ടായിരിക്കാം ദിസ് ഓൾവേസ് ഹിറ്റ്സ് യു. അപ്പോൾ ഫോർ മീ അതിൻ്റെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇറ്റ് ഡ്രെയിൻസ് മീ. അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് പോകാറില്ല. ഇറ്റ്സ് ലൈക്ക് പലർക്കും പല രീതിയിൽ. ഇപ്പോൾ എൻ്റെ അമ്മയൊന്നും ഒരിക്കലും ക്ലാസ്മേറ്റ്സ് കാണില്ല. അവർക്ക് അങ്ങനെ അതൊരു പേഴ്സണൽ എടുക്കുന്ന അത് ചില പടത്തിനുള്ളതായിരിക്കാം അത്. അപ്പോൾ അങ്ങനെ ഓരോരുത്തർക്ക് അത്. സോ ദാറ്റ് ഈസ് എ വെരി ഭയങ്കര ക്ലോസ് ആയിട്ടുള്ളൊരു സംഭവമാണത്. ഞാനിപ്പോൾ എക്സൈറ്റഡ് ആവുന്നതേ, നമ്മൾ നേരത്തെ സംസാരിച്ചപ്പോൾ ഈ പാട്ട് പാടി അഭിനയിക്കുന്നവർ പറഞ്ഞിരുന്നു, പക്ഷെ അതിൽ നമ്മൾ സ്പെസിഫിക് ആയിട്ട് എൻ്റെ കഴിവിലെ ചോദിച്ചില്ല. അപ്പോൾ അതിൽ ആ പാട്ട് ഫുൾ ലിപ്പിലാണല്ലോ വർക്ക് ചെയ്യുന്നത്. അതായത് ഈ പാട്ട് ഇറങ്ങിയതിന് ശേഷം കുഞ്ഞു കുട്ടികൾ മുതൽ എല്ലാവരും ഇത് പാടുന്നു. ഈ ബസ്സിൽ, ഓട്ടോയിൽ, നമ്മുടെ കുഞ്ഞ് പ്ലെയറുകളിലൊക്കെ ഈ പാട്ട് നിരന്തരം കേൾക്കുന്നു. എല്ലാവർക്കും ലിറിക്സ് അറിയാം. ഈ അത്ര ആളുകൾ കണക്ട് ചെയ്യുന്നിടത്ത് മറ്റേ അത് പെർഫോം ചെയ്യുന്ന ആക്ടർ എന്ന രീതിക്ക് ഇത് മൊത്തം തലയിലുണ്ടാവും. ഈ പാട്ടില് അവിടെ പെർഫോം ചെയ്യുമ്പോൾ 1000 വിഷ്വലും പോയിട്ടുണ്ടാവും. അത് ഈ പാസ്റ്റിലെ കോളേജ് മുതൽ കണ്ടിട്ടുള്ള ഞാൻ ഈ പറഞ്ഞ പോലെ എൻ്റെ ആളെന്നെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടി ഞാൻ സ്റ്റേജിലിരുന്ന് പാടുന്ന ഫീലൊക്കെ വരുന്നുണ്ട് നമ്മൾ പെർഫോം ചെയ്യുമ്പോൾ. എനിക്ക് കയ്യിലൊരു ഗിറ്റാർ തന്നു. അന്ന് കേരളോർമയെ പാടുമ്പോൾ ഗിറ്റാറൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് ഇറ്റ് വാസ് എഗെയിൻ ഭയങ്കര നൊസ്റ്റാൾജിക് ആയിരുന്നു പെർഫോം ചെയ്യുമ്പോൾ. ചിലപ്പോൾ അതൊക്കെ ആയിരിക്കാം ഇറ്റ് ഹെൽപ് മീ ഓൾസോ ആയിരിക്കാം. ഞാൻ ആദ്യമായിട്ട് ലിപ്സിംഗിൽ പാടുവാണ് അത്. ആക്ച്വലി ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ലാൽ ജോസഫ് പെട്ടെന്ന് ഇതാണോ നീ ആദ്യം പാടുന്നത്? ഞാൻ പറഞ്ഞു അതെ. അപ്പോൾ പുള്ളി അദ്ദേഹം വിചാരിച്ച് ഞാൻ ഇതിനു മുമ്പ് ഇപ്പം ഞാൻ ആദ്യമായിട്ട് ലിപ്സിംഗിൽ പാടുന്ന പാട്ടും അതാണ്. അപ്പോൾ ആക്ച്വലി ആ പാട്ട് തുടങ്ങി ആദ്യത്തെ സീക്വൻസ് ആദ്യത്തെ ഷോട്ട് കഴിഞ്ഞു, ലോങ് ഷോട്ട് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു, ബാക്ക്ഗ്രൗണ്ട് ഞാൻ ഓടിപ്പോയി നോക്കിയത് എന്താണ് സംഭവം. അപ്പോൾ എൻ്റെ അടുത്ത് ക്യാമറമാൻ രാജീവേട്ടനാണ് ആദ്യം പറയുന്നത്, നരേൻ ഇത് സംഭവം പൊളിയാണ് കേട്ടോ, അങ്ങനെ എന്തോ ഒരു സംഭവം പുള്ളി പറഞ്ഞു. എന്ന് വെച്ചാൽ ദിസ് ഇസ് സംതിങ്, ദിസ് വിൽ മേക്ക് ഇറ്റ് ബിഗ്, അങ്ങനെ എന്തോ ഒരു സാധനം. അപ്പോൾ രാജീവേട്ടൻ എനിക്ക് ഭയങ്കര അദ്ദേഹത്തിൻ്റെ പറയുന്നതൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് കാര്യമായിട്ട് എടുക്കുന്നതാണ്. ഐ റിയലി ലൈക്ക് ഹിം, ലവ് ഹിം ഓൾസോ. അപ്പോൾ ആസ് എ പേഴ്സൺ, ആസ് എ ക്രിയേറ്റർ എന്തായാലും അത് പറയുമ്പോൾ നമുക്ക് ഭയങ്കര കോൺഫിഡൻസാണ്. പിന്നെ നമ്മൾ രണ്ടും കൽപ്പിച്ചൊരു ഇതാണ്. അപ്പോൾ അതൊരു അത് ഈ പറഞ്ഞ പോലെ നമുക്ക് ഇറ്റ് ഈസ് ദെയർ ഫോർ എവർ. ഈ മൊത്തത്തിൽ ഇപ്പോൾ ക്ലാസ്മേറ്റ്സ് എടുത്തു കഴിഞ്ഞാൽ അതല്ലേ ഹോൾ ടീമിനും ഉണ്ടല്ലോ ഈ പറഞ്ഞ, നിങ്ങൾ സ്ക്രീൻ ടൈമിൽ ഷെയർ ചെയ്യുമ്പോൾ പല ആറ്റിറ്റ്യൂഡുള്ള പല സൈഡുകളിൽ നിൽക്കുന്നവരായിരിക്കാം. മുരളിക്ക് സൈഡില്ല, മുരളിയാണ് കണക്ഷൻ ഫാക്ടർ. അല്ലാത്ത സമയത്ത് ഇപ്പം നേരത്തെ ജയസൂര്യ നമ്മുടെ ഇൻ്റർവ്യൂ പറഞ്ഞിട്ടുണ്ട്, ഈ ഷൂട്ട് കഴിഞ്ഞ് ഈ ഫുഡ് ഇങ്ങനെ കുറേ വരും, നമ്മളെല്ലാവരും കിട്ടുന്ന ഭക്ഷണം കഴിക്കൽ, ടൈം സ്പെൻഡിങ്. ഇതിലൊരു എനിക്കൊന്ന് ഇപ്പോഴത്തെ മലയാള സിനിമയിൽ ഇതൊരു പോസിബിൾ അല്ല. ഈ പറഞ്ഞൊരു ഇത്ര ആളുകൾ ഒരുമിച്ച് ചിലപ്പോൾ ആയിരിക്കാം, ബുദ്ധിമുട്ടായിരിക്കാം. അങ്ങനെ നമ്മൾക്കന്ന് വളർന്ന് വരുന്ന സമയമാണ്. അപ്പോൾ എനിക്കതൊരു പുതുമയായിരുന്നു. ഞാൻ ആ ടീമിൽ ഞാൻ പുതുതാണ് ആക്ച്വലി. കാരണം പൃഥ്വിയും ജയന് പൃഥ്വിനെ അറിയാം, പിന്നെ ഇന്ദ്രനും ആണല്ലോ. അപ്പോൾ അവർ രണ്ടുപേരും, ജയനും ഇന്ദ്രനെ അറിയാം. അപ്പോൾ ഞാനാണതിലൊരു ഔട്ട്സൈഡർ ആക്ച്വലി. പക്ഷേ ഇറ്റ് വാസ് ഫ്രം ഫസ്റ്റ് ഡേ ഓൺവേർഡ്സ് വളരെ എന്താ പറയുക, വളരെ ഫ്രണ്ട്ലി ആയി. പിന്നെ ഞങ്ങളെല്ലാവരും ഒരു സ്ഥലത്താണ് താമസിച്ചിരുന്നത്. അപ്പോൾ എല്ലാവരും എന്നും കൂടലും അതൊരു അൺഫോർഗറ്റബിൾ സംഭവമായിരുന്നു. ഇതെല്ലാം പറയുമ്പോഴേ ഞാൻ എപ്പോഴും ആലോചിക്കുമ്പോൾ കണക്ട് ചെയ്യുന്നൊരു സ്ക്രീൻ ടൈമിൽ അല്ലെങ്കിൽ സ്ക്രീൻ മൊമെൻറ്റിൽ നരേനെ ഇമ്പ്രസ് ചെയ്തതായിട്ട് തുടക്ക കാലഘട്ടത്തിൽ രസമായിട്ട് തോന്നിയിട്ടുള്ളത്, അഞ്ചാത്തേൽ ഈ പോലീസ് സെലക്ഷൻ കിട്ടിക്കഴിഞ്ഞിട്ട് വന്ന് മീറ്റ് മിസ്റ്റർ സത്യവാൻ SI എന്ന് പറഞ്ഞ സൈക്കിളിൽ നിന്ന് വീഴുന്ന ഷോട്ട് ഉണ്ടല്ലോ, ഇതെപ്പോ കാണുന്നത് ഭയങ്കര രസം തോന്നാറുണ്ട്. ഇത് പ്ലാൻഡ് ആണോ? നല്ല വീഴ്ചയായിരുന്നു ആ വീഴ്ച അത് ഭയങ്കര ഓർഗാനിക് ആയിരുന്നു. അത് സ്ക്രിപ്റ്റിലൊന്നുമില്ല, നമ്മൾ അവിടെ എന്ത് ചെയ്യാം. അപ്പോൾ എന്ന് വെച്ചാൽ അത് ഇയാൾ ഭയങ്കര പ്രശ്നക്കാരനാണ് ഈ സത്യ, അല്ലെങ്കിൽ പുള്ളിക്ക് ഇഷ്ടമല്ലാത്തത് പോലീസുകാരെയാണ്. അപ്പോൾ അച്ഛൻ കോൺസ്റ്റബിളാണ്, ഓപ്പോസിറ്റിലെ ആളും കോൺസ്റ്റബിളാണ്. പുള്ളി വന്നിട്ട് വെള്ളം അടിച്ചിട്ട്, അപ്പോൾ മിഷ്കിൻ പറഞ്ഞത് വെള്ളം അടിച്ചിട്ട് എന്തും പറയാമെന്ന്, സ്ക്രിപ്റ്റ് ഉണ്ട്, പിന്നെ എന്തൊക്കെ മാറ്റാം എന്തൊക്കെ ചെയ്യാം, പിന്നെ ഒരു ഫ്ലോ. പിന്നെ മിഷ്കിൻ്റെ ഷോട്ടുകൾ ഭയങ്കര ലെങ്തിയാണ്. അന്ന് ഫിലിമിലാണ്, അത് അതിൻ്റെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് അധികം റിഹേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ചിലത് കിട്ടിയെന്ന് വരില്ല. അപ്പോൾ നമ്മളത് പഠിച്ചിട്ട് തന്നെ പറയണം. കാരണം നമ്മൾ പുതിയ സാധനം ഇടുമ്പോൾ, ഞാൻ തമിഴുമാണ്, അപ്പോൾ ഞാൻ ഇടയ്ക്ക് മിഷ്കിനോട് ചോദിക്കും, ഇതിൻ്റെ ഇടയിൽ ഈ വാർത്ത അത് ഇതല്ല, അത് അതിൻ്റെ എൻഡിങ് ഇങ്ങനെയാണ് പറയാൻ. ഓക്കെ, കാരണം അല്ലെങ്കിൽ ഞാൻ അതിന് വേണ്ടി റീടേക്ക് പോകും. അപ്പോൾ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഒന്ന് നോക്കി, അവിടെ ഒരു സൈക്കിളുണ്ട്, അപ്പോൾ സൈക്കിൾ നോക്കി, സൈക്കിളിൻ്റെ മുകളിൽ ശരിക്കും സൈക്കിളിനെ ചവിട്ടിലൊറ്റ എന്തോ ആയിരുന്നു. അപ്പം എന്നാൽ സൈക്കിളല്ലേ, ഇപ്പം അതിൻ്റെ മുകളിൽ കയറി ഇരിക്കാം. പിന്നെ ഇരുന്ന്
ഇതൊക്കെ ഷൂട്ട് ചെയ്യുന്ന രാത്രി 2:30 ഒറ്റയാണ്. അതൊരു നല്ലൊരു 1.5 വീഴുമ്പോൾ ചില സമയത്ത് നമുക്ക് ദൂരെ നിന്ന് അറിയാൻ പറ്റും ഈ ക്യാമറമാൻ അല്ലെങ്കിൽ അസിസ്റ്റന്റ് ക്യാമറമാൻ പറയണത് കട്ട് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ ഇല്ല, അത് കട്ട് ചെയ്യണ്ട. അത് എപ്പോഴും പലപ്പോഴും നടക്കാറുള്ളതാണ്. അത് അതൊരു ഭയങ്കര ചിലപ്പോൾ അത് മിഷ്കിൻ ഹി ലൈക്സ് ലെങ്തി ടേക്സ്. അപ്പോൾ അവിടെ പോയിട്ട് വരുമ്പോഴേക്കും നമ്മുടെ ഒരു എനർജി കുറേയൊക്കെ ഡ്രെയിൻഡ് ആവും. ഭയങ്കര ഇൻറ്റൻസ് സാധനങ്ങളൊക്കെ ചിലപ്പോൾ ടെക്നിക്കൽ എറർ ആയിരിക്കാം. അപ്പോൾ വീണ്ടും വീണ്ടും ഷൂട്ട് ചെയ്യണത്. അപ്പോൾ അത് പക്ഷേ ആസ് എൻ ആക്ടർ അതൊരു ഭയങ്കര ഒരു ജേണിയാണ്, ഒരു ഭയങ്കര ഇമ്പാക്ട്ഫുൾ സംഭവമാണ്. ഈ ഇമ്പാക്റ്റ് ഇൻറ്റൻസ് ആവുന്നൊക്കെ പറയുമ്പോൾ ഈ അഞ്ചാത് ശരിക്കും കരിയറിൽ ഇപ്പോൾ എല്ലാവർക്കും കരിയറിൻ്റെ ഓരോ സ്റ്റേജിലും ഓരോ ടേണിംഗ് പോയിന്റ് ഉണ്ടാവുമല്ലോ. നമ്മളെ റീഇൻവെൻറ്റ് ചെയ്യുന്നുണ്ട്, നമ്മൾ സിനിമയെ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. അതിൽ ഈ അഞ്ചാത് ഇപ്പോൾ ഈ പറഞ്ഞ ക്യാരക്ടറിൻ്റെ പല ഇമോഷണൽ ഫ്ലക്ച്വേഷൻ, ജേണികൾ, ആക്സിഡൻറ്റ് സീൻ കാണുന്നത്, അത് ഭയങ്കര ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു എൻ്റെ കരിയറിലൊരു ഏറ്റവും ബ്രേക്ക് ത്രൂ ഫിലിമാണ് അഞ്ചാത്. പിന്നെ നേരത്തെ എന്താ പറഞ്ഞ എല്ലാവർക്കും കരിയറിലൊരു ഓരോ ടേണിംഗ് പോയിന്റ്. എനിക്ക് ടേണിംഗ് പോയിന്റ് ഉണ്ടായി, പക്ഷേ അത് അങ്ങനെ പോസിറ്റീവ് ആയിരുന്നില്ല എന്ന് മാത്രം. കാരണം അഞ്ചാതിക്ക് ശേഷം നമ്മൾ പറയില്ലേ ഒരു ടൈം ഫേവറബിൾ അല്ലാതിരിക്കുക. പ്രോബബ്ലി അഞ്ചാതിക്ക് ശേഷം എൻ്റെ ടൈം ഫേവറബിൾ അല്ലായിരുന്നു തോന്നുന്നു. കറക്റ്റായ പ്രോജക്ട്സ് അതിന് ശേഷം വന്നില്ല, അല്ലെങ്കിൽ വന്നത് പലതും നിന്നുപോയി, അല്ലെങ്കിൽ കൈവിട്ടു പോയി പല കാരണങ്ങളാൽ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അതൊരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു. ഇനി നമ്മുടെ രീതിയിൽ സംസാരിക്കുമ്പോൾ ഫോർ മീ ദാറ്റ് ഈസ് എ ഹൈ നോട്ട് അഞ്ചാതെ. കാരണം അത് കഴിഞ്ഞ് ഐ ഡോണ്ട് നോ ഇഫ് ഐ ടോൾഡ് യു ദിസ്, ഞാൻ അതിൻ്റെ ലാസ്റ്റ് സീനിൽ അതിൻ്റെ പോലീസ് സത്യൻ്റെ പോലീസ് കോസ്റ്റ്യൂം ഊരിയിട്ട് ഞാൻ കൊടുക്കുമ്പോൾ ലാസ്റ്റ് ഷോട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ മിഷ്കിൻ്റെ അടുത്തതാ പറഞ്ഞു, ഇനി ഇങ്ങനൊരു സാധനം എപ്പോൾ കിട്ടുമെന്ന് അറിയില്ല, എത്ര വർഷം വെയിറ്റ് ചെയ്യണത്, ഈ അറം പറ്റിയ പോലെ പോയി അങ്ങനത്തെ ഒരു സാധനം. ചിലത് നമ്മൾ പറയില്ലേ, ഞാൻ ചോദിച്ചു നീ ഇങ്ങനത്തെ ഒരു സാധനം എപ്പോൾ എഴുതുന്നു. അവൻ അതിൻ്റേതായ ഇമോഷണൽ ജേണിയിൽ അവൻ പോയൊരു സ്ഥലത്ത് പോയിരിക്കുകയായിരുന്നു വിഷമിച്ചിട്ട്, അത് വേറെ കാര്യം അല്ല. ഞാൻ പറയുകയാണ്, ചില സംഭവങ്ങൾ ഇറ്റ് ഹിറ്റ്സ് യു. അപ്പോൾ നമുക്കറിയാതെ ഇങ്ങനത്തത് ഇനി കിട്ടിയെന്ന് വരില്ല എന്നുള്ളത്, അല്ലെങ്കിൽ കിട്ടാൻ സമയമെടുക്കുമെന്നുള്ളത്. ആ പടം ആക്ച്വലി അതിൻ്റെ ഒരു ഇമ്പാക്റ്റാണ്, അല്ലെങ്കിൽ അത് പലവരുടെയും ഫേവറേറ്റ് പടങ്ങളിലൊന്നാണ്, ഇൻക്ലൂഡിങ് ലോകേഷിൻ്റെ. അതുകൊണ്ടാണ് കൈദി വന്നത്. അപ്പോൾ പല റീസൺസ് പറയാം. കാരണം പുള്ളിനെ പറഞ്ഞിട്ടുണ്ട് പുള്ളി ഏറ്റവും ഇഷ്ടപ്പെട്ട പടത്തിലൊന്നാണത്. അപ്പോൾ പടം കൈദി കഴിഞ്ഞിട്ടാണ് തോന്നുന്നു പുള്ളി പറഞ്ഞത്, നന്നായി ഞാൻ വേറെ പോലീസ് റോൾസ് ചെയ്യാത്തത്. കാരണം അഞ്ചാതിക്ക് ശേഷം പിന്നീട് എത്രയോ പോലീസ് റോളുകൾ വരികയാണ്. അപ്പോൾ നമ്മളിതൊന്നും ചെയ്തിട്ടില്ല, കാരണം വേറെ ഒന്നുമല്ല, അതിൽ മുകളിലല്ലാതെ അതൊന്നും. അപ്പോൾ അതുകൊണ്ടാണ് കൈദിയിൽ അഞ്ചാതി കഴിഞ്ഞിട്ട് ഒരു 5-6 പോലീസ് വേഷം ചെയ്തിട്ട് ചിലപ്പോൾ കൈദിയിൽ തന്നെ കാസ്റ്റ് ചെയ്യുമായിരുന്നില്ല. യു നെവർ നോ. അപ്പോൾ ഹി ഫെൽറ്റ് ദാറ്റ് ഹി വാസ് താങ്ക്സ് സർ, വേറെ ഏതും പണ്ണത് താങ്ക്സ് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ എപ്പോഴോ ചെയ്യുന്നൊരു കാര്യം പിന്നീട് എപ്പോഴെങ്കിലും ഗുണം വരുന്നതാണ്. അതെനിക്ക് പലപ്പോഴും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. പിന്നെ ഈ അഞ്ചാതിയുടെ കാര്യം പറഞ്ഞ പോലെ I two things. I want to do that in Hindi, and I'm planning that. Some talks are on. And കാരണം അതിനൊരു നോർത്ത് ഇന്ത്യൻ ലുക്കിംഗ് ഫേസിൻ്റെ നായകൻ്റെ ആവശ്യമില്ല, നമ്മൾ വേറെ ബാക്ക് ഡ്രോപ്പിലൊക്കെ പ്ലേസ് ചെയ്യാൻ നോർത്തിൽ. പിന്നെ വേറൊരു നല്ലൊരു ഒരു ഓഫർ ഉള്ളത് ലൈക്ക് ലോകേഷിൻ്റെ ഭാഗത്തുനിന്ന് അഞ്ചാതെ പാർട്ട് 2 ചെയ്യാനുള്ള ഒരു സംഭവമുണ്ട്. മിഷ്കിൻ ഡയറക്റ്റ് ചെയ്തിട്ട് ഞാൻ ഹീറോ ആയിട്ട് ലോകേഷ് അത് പലതവണയും പറയണം, 1-2 തവണ പറഞ്ഞു. അപ്പം ഇത് മിഷ്കിൻ കൂടിയും ഓക്കെ ആയിട്ട് ഒരു സംഭവം വേണം. അപ്പം അതിൻ്റെ ഒരു അത്ര എളുപ്പമല്ല, അങ്ങനെ വന്നാൽ നല്ലത്. അതിലെല്ലാവർക്കും അത് ഈ ചിലപ്പോൾ ഇപ്പോഴത്തെ ഈ ലാസ്റ്റ് 5-6 years 7 years ആയിട്ടുള്ള ജനറേഷൻ അറിയണ്ടാവില്ല. അതിനും കുറച്ച് 10-12 വർഷമായി. അപ്പോൾ അതെ, അഞ്ചാതെ പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ സത്യം ഓർമ്മ വരും, ഈ ആക്സിഡന്റ് സീൻ ആദ്യം ഓർമ്മ വരും, സൈക്കിൾ എനിക്ക് ഓർമ്മ വരും. അതിൽ എനിക്ക് പിന്നെ ഓർമ്മ വരുന്നത് ആക്സിഡന്റ് സീൻ ഏതാണ്? മറ്റേ ബൈക്കിൽ പോകുമ്പോൾ കൊണ്ടുപോകില്ലേ, അതറിയോ ആ സീന്? ഞങ്ങൾ 6 ദിവസം എടുത്തു ആ സീൻ. 6 ദിവസം എടുക്കുകയല്ല, സോറി, ആ സീൻ ഒരു ദിവസം എടുത്തുള്ളൂ. എന്നും ആ ലേഡീനെ ഇട്ട് ഷൂട്ട് ചെയ്യുമ്പോൾ ഷൂട്ടിങ് ക്യാൻസൽ ആവുക, ആ വയസ്സായ പാട്ടീനെ ഷൂട്ട് ചെയ്യുമ്പോൾ. 5 ദിവസം കഴിഞ്ഞപ്പോൾ ആരോക്കെ പറയാൻ തുടങ്ങി, എന്തോ പ്രശ്നമുണ്ട്, ആ സ്ത്രീനെ വെച്ച് ഷൂട്ട് ചെയ്യേണ്ട. കാരണം എന്തൊക്കെയോ കാരണങ്ങൾ, പോലീസിൻ്റെ ഇത് കിട്ടുന്നില്ല, അവിടെ വരുമ്പോൾ ഫുട്ടേജിന് എന്തോ ക്യാമറയ്ക്ക് എന്തോ പ്രശ്നം, വേറെന്തോ ഒരാൾക്ക് വയ്യാതെ ഹോസ്പിറ്റലും,
എന്തോ കാരണം പെട്ടെന്ന് ഒരിക്കലും മഴ പെയ്യാത്ത സ്ഥലത്ത് മഴ പെയ്യും, അങ്ങനെ എന്തൊക്കെയോ പല കാരണമാണ്. മിഷ്കിനെ ഓർമ്മിച്ചു ആ സ്ത്രീനെ, പിന്നെ പിന്നെ അങ്ങനെ ചില ഗുണങ്ങളുണ്ട്. ആ സ്ത്രീനെ വെച്ചിട്ട് ഇനി ഷൂട്ട് ചെയ്യൂ. അപ്പോൾ എന്നിട്ടാണ് അത് ഷൂട്ട് ചെയ്തത്. അത് ഭയങ്കര ആൻഡ് എനിക്ക് രസം എന്ന് വെച്ചാൽ ആ ഷോട്ട് കഴിഞ്ഞിട്ട് ഞാൻ ബൈക്കിൽ ഓടിക്കുന്നുണ്ട്, പിന്നിൽ ഒരാളിരിക്കുന്നുണ്ട്, ഈ സ്ത്രീ പിടിച്ചിരിക്കുന്നുണ്ട്. മിഷ്കിൻ്റെ അടുത്ത് പറഞ്ഞത്, ഷോട്ട് കഴിഞ്ഞിട്ട് മിഷ്കിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അച്ഛാ ഇതിന് ഒറ്റ കാര്യമുള്ളൂ, ഇത്ര ഓർത്താൽ മതി, പടം കാണുമ്പോൾ ഈ ഷോട്ടിന് ക്ലാപ്സ് ഉണ്ടെങ്കിൽ നമ്മുടെ പടം 100 ദിവസമാണ്, ഇതിനില്ലെങ്കിൽ സോറി മച്ച, ഇറ്റ്സ് എ ഫ്ലോപ്പ് എന്ന് പറഞ്ഞു. കഴിഞ്ഞു. ഇതിൽ വേറെ ഒരു ഇതൊന്നുമില്ല. ആ ഷോട്ട് അത്ര ഓർത്താൽ മതി. ഭയങ്കര ക്ലാപ്സ് ആയിരുന്നു. എനിക്കാണ് ഇതിങ്ങനെ മനസ്സിൽ കയറിയിട്ട്, ഇതിന് മുമ്പ് കുറേ ക്ലാപ്സ് ഒക്കെ ഉണ്ട്, അതൊന്നും നമുക്ക് ആണെങ്കിൽ നമുക്ക് ഇത് ഈ അനാവശ്യമായ ചില കാര്യങ്ങൾ തലയിൽ കയറ്റും ചെയ്യും. പക്ഷെ ആ ക്ലാരിറ്റി അത് പുള്ളിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ട്. ഞാൻ ആദ്യമായിട്ട് പോലീസ് സ്റ്റേഷനിൽ വരുന്ന സീനുണ്ട്, ആ സീൻ വന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട്, അന്നത്തെ സീൻ കഴിഞ്ഞിട്ടാണ് പുള്ളി ഇങ്ങനെ ഇരുന്നിട്ട് പറയാം, കിട്ടി കിട്ടി, പടം കിട്ടി. ഞാൻ പറഞ്ഞു, ഏത് പടം കിട്ടി? ഈ പടം. ഇപ്പോഴാണ് ആ പടം കിട്ടി, ഇപ്പോഴാണ് നൗ ഐ നോ വാട്ട് ഐ ആം ഡൂയിങ്. അങ്ങനെയൊക്കെ ചില പിന്നെ രസമാണ് അതിൻ്റെ ഒരു ജേണി. അതിൽ തന്നെ ഈ കണ്ണദാസക്കാരക്കൂടി പാട്ട്, അതിൽ ഐക്കോണിക് സ്റ്റെപ്പ് ഉണ്ടല്ലോ, എല്ലാത്തിനും കഥകളാണ്. ഞാൻ കൊറിയോഗ്രാഫർ വിളിച്ചിട്ട് ഡാൻസ് പ്രാക്ടീസ് ചെയ്യാൻ പോണു. കാരണം അവിടെ ചിലപ്പോൾ പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ട് ഡാൻസ് പ്രാക്ടീസ് 2 ദിവസമൊക്കെ ഉണ്ടാവും. ഞാൻ മിഷ്കിനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ഡയറക്ടർ അവിടെ? അപ്പോൾ അവർ പറഞ്ഞു ഡയറക്ടർ ഒന്നും വരില്ല. ഞാൻ മിഷ്കിനെ ചോദിച്ചു, വെച്ചാൽ എന്നാച്ച്, യു ഹാവ് ടു കം. അപ്പോൾ എங்கே? ഞാൻ പറഞ്ഞു ഇവിടെ ഡാൻസ് പ്രാക്ടീസ്. എന്താ പടം? ഞാൻ പറഞ്ഞു നമ്മുടെ പടം. നീ എന്താ അവിടെ ചെയ്യുന്നത് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാനല്ലേ പാട്ടുപാടി ഡാൻസ് ചെയ്യുന്നത്. അതെ, അതിന് നീ ഇപ്പം എന്താ? ഞാൻ പറഞ്ഞു നീ പറഞ്ഞിട്ട് ഇവിടെ ഡാൻസ് പ്രാക്ടീസ്. ആ സ്റ്റെപ്പൊന്നും ഞാൻ ചെയ്യാൻ പോകണമെന്നില്ല, അത് അവരുടെ ഇഷ്ടത്തിന് അവർ ചെയ്യൽ. നീ എന്തിനാ, നിനക്ക് വേണമെങ്കിൽ നീ 2 ദിവസം പ്രാക്ടീസ് ചെയ്തു, അതൊന്നുമില്ല നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നു. ഞാൻ പറഞ്ഞു പിന്നെ അതൊക്കെ അപ്പപ്പോൾ വന്നിട്ട് നമുക്കൊന്ന്. ഞാൻ പറഞ്ഞു ടെൻഷൻ അടിപ്പിക്കില്ല, ഇത് അപ്പപ്പോൾ വന്നിട്ട്, കാരണം ഒന്ന് ടൈമില്ല, പിന്നെ കുറേ ടേക്സിന് പോകാൻ പറ്റില്ല, ഫുട്ടേജ് മറ്റേ ഡിജിറ്റൽ അല്ലല്ലോ. അപ്പം നമുക്കിതൊക്കെ പ്രഷറാണ്. അപ്പം പുള്ളി എന്നിട്ട് അപ്പപ്പോൾ വന്നിട്ട്, പുള്ളിക്ക് ഡാൻസും കൂടി അറിയില്ല എന്ന് മാത്രം, അല്ലെങ്കിൽ ഒന്നും ചെയ്ത് കാണിച്ചേ പുള്ളി. അപ്പോൾ അതൊരു എളുപ്പമല്ല അത്, പക്ഷെ രസമായിരുന്നു അത്. ഇറ്റ് വാസ് ഫൺ. നമുക്ക് അന്ന് ചെയ്യുമ്പോൾ നല്ല ടെൻഷനാണ്, പിന്നെ അത് കാണുമ്പോൾ നല്ല രസമായിരുന്നു. പിന്നെ അവിടുത്തെ എനിക്ക് തോന്നുന്നു തമിഴ്നാട്ടിലെ ആ സമയത്ത് എല്ലാ ബാർ സോങ്ങിലും ഉള്ള ഒരു പാട്ടായിരുന്നു, നല്ലൊരു പാട്ടായിരുന്നു. ഇയാളുടെ ഫസ്റ്റ് ഫിലിമിൽ മറ്റേ ചിത്രം പേസരിയിൽ മറ്റേ വാളമീനിക്ക്, അതാണ് മിഷ്കിൻ ആദ്യം കരിയറിൽ ഷൂട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് പൂജയുടെ അന്ന് ഷൂട്ട് ചെയ്യണത് ആ പാട്ടാണ്. ഈ മിഷ്കിൻ ആസ് എ മേക്കർ എന്നുള്ളത്, അതിനെനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഈ ഫ്രണ്ട്ഷിപ്പ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഈ അറിയാലോ, ഇപ്പോൾ നരയൻ റിപ്പീറ്റഡ്ലി യൂസ് ചെയ്യുന്ന സമയത്തേക്ക് എങ്ങനെ എക്സ്പ്ലോർ ചെയ്യാം, എല്ലാ തരത്തിലുള്ള ക്യാരക്ടറിലോട്ട് എങ്ങനെയൊക്കെ ഈ പറഞ്ഞ ആട്രിബ്യൂട്ട്സ് കൊണ്ടുവരുന്നതിലൊക്കെ. ഒപ്പം മേക്കറെ അറിയാം, മേക്കറുടെ മൂഡ് സ്വിങ്സ് ആയിരിക്കാം, ക്രിയേറ്റീവ് സ്പേസ് ആയിരിക്കാം. അതെ, അത് ആദ്യം ഫ്രണ്ട്സ് ആയിരുന്നില്ല. നമ്മൾ പടം തുടങ്ങുമ്പോൾ ചിത്രം പേസരി തുടങ്ങിയതിന് ശേഷമുള്ള ഫ്രണ്ട്ഷിപ്പായിരുന്നു. കുറേ ബുക്സിനെ പറ്റിയും സിനിമയെ പറ്റിയും സംസാരിച്ചിട്ട് അങ്ങനെ ഒരു ഇതായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഗുണം എന്താ വെച്ചാൽ, ഈ കുറച്ചൊരു എക്സെൻട്രിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ക്രിയേറ്റീവായിട്ടുള്ള ആൾക്കാർക്ക് വരാവുന്ന ചില പ്രശ്നങ്ങളുണ്ടല്ലോ, അതൊക്കെ ഉള്ള ഒരാളാണ് ആശ. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് വലിയ പ്രശ്നമില്ല. അപ്പോൾ പുള്ളിക്കും അറിയാൻ തന്നെ പേഴ്സണലി. അപ്പം അതുകൊണ്ട് മുമ്പ് ചിത്രം ബേസിലൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ പലതും ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ആ റിഫ്റ്റ് കുറച്ച് അധികമായിരുന്നു. അപ്പോൾ അതിങ്ങനെ കുറഞ്ഞു. അപ്പോൾ ഇപ്പോൾ വർക്ക് ചെയ്യുമ്പോൾ ലാസ്റ്റ് ട്രെയിൻ എന്ന് പറഞ്ഞ പടത്തിൽ വർക്ക് ചെയ്യുന്നു. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ കുറച്ചുകൂടി ഫാസ്റ്ററാണ്. പിന്നെ ഞാനല്ല ട്രെയിനിൽ ലീഡ്, വിജയ് സേതുപതിയാണ്. അതുകൊണ്ട് എനിക്കധികം വഴക്ക് കൂടേണ്ടി വന്നിട്ടില്ല. കാരണം ലീഡാകുമ്പോൾ കുറച്ചുകൂടി നമ്മളൊന്ന് ഇടയ്ക്ക് ഇതാവും. അപ്പോൾ ബട്ട് ഇറ്റ് വാസ് വെരി ഇൻട്രസ്റ്റിംഗ്. അത് പിന്നെ അയാൾ പിന്നെ എനിക്ക് തോന്നുന്നത് റൈറ്റ് ഓർ റോങ്ങിനെക്കാട്ടിലും മിഷ്കിൻ്റെതായ രീതിയിൽ ഒരു എക്സ്പെരിമെൻ്റൽ രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഹീ ഈസ് വെരി ഹാപ്പി വിത്ത് വാട്ട് ഈസ് ഡൂയിങ് ആൻഡ് ഹീ ഈസ് വെരി കോൺഫിഡൻറ്റ്. Whether you might like it or not, that is a different thing. And that he is never bothered from day one. അപ്പോൾ അങ്ങനെ ഒരു ഇതാണ്. കാരണം ക്വൈറ്റ് അഞ്ചാതെ കഴിഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുള്ള കഥകളും സബ്ജക്റ്റുകളുടെ ഇതും കണ്ടൻറ്റും അല്ലെങ്കിൽ
ക്യാൻവാസൊക്കെ ഭയങ്കര രസമാണ്. അതൊന്നും ചെയ്തിട്ടില്ല ഇതുവരെ. പുള്ളി മാസ് സാധനങ്ങൾ 2-3 പറഞ്ഞിട്ട് ഭയങ്കര രസമായിട്ട് തോന്നി. ഒരു ദിവസം പറഞ്ഞിട്ട് ഞാൻ പറയുന്നില്ല, ഞാനും തമിഴിൽ പിന്നെ വേറൊരു ലാംഗ്വേജിൽ വേറൊരു നായകനുമായിട്ടൊരു വലിയൊരു പടം പ്ലാൻ ചെയ്തു, ബൈലിംഗുലായിട്ട്. ഞാൻ വിചാരിച്ചു അഞ്ചാതിക്ക് ശേഷം പെർഫെക്റ്റ്, കാരണം അഞ്ചാതേനേക്കാട്ടിൽ ഹിറ്റാകും, കാരണം കുറച്ചുകൂടി കമേഴ്ഷ്യലുമാണ്, എന്നാൽ അതിലൊരു വിഷയമുണ്ട് എന്നുള്ളത്. അങ്ങനെ ഒരു ദിവസം പുള്ളി എൻ്റെ അടുത്ത് ചോദിച്ചു, എങ്ങനെയുണ്ട് കഥ? ഞാൻ പറഞ്ഞു ഗംഭീരം, എന്താണ് അതിൽ ഇഷ്ടമായെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇങ്ങനെ ഐ ഡിസൈഡഡ് ഞാൻ ഇങ്ങനത്തെ പടങ്ങൾ ഇനി ചെയ്യില്ല. ഞാൻ പറഞ്ഞേ, ഞാൻ അങ്ങനെ ആലോചിക്കും, ഓരോരുത്തരും ഓരോ സ്ക്രിപ്റ്റ് കിട്ടാൻ വേണ്ടി എവിടെയൊക്കെ എങ്ങനെയൊക്കെ ഓടി നടക്കണമെന്ന് നമുക്കറിയാം. ഞാൻ പറഞ്ഞു പിന്നെ വെച്ചാൽ ഞാൻ ഈ നായകന്മാരെ വെച്ച് പടം ചെയ്യില്ല തോന്നുന്നു, അങ്ങനത്തെ പോലെ അങ്ങനെ അങ്ങനെ കുറേ പോയിൻറ്റ്സ് ഉണ്ട്. അതിലൊരൊന്നും പിന്നീട് അങ്ങനത്തെ സിനിമകളൊക്കെ വിട്ട് വീണ്ടും പുള്ളിയുടേതായ രീതിയിൽ പലതും എക്സ്പെരിമെൻ്റ് ചെയ്യലു ഇതാക്കുന്നു. പിന്നീടാണ് പിന്നെ മുഖം മൂടി വന്നു, ജീവനെ വെച്ച്, അതൊക്കെ പല വേറെ ഓരോരോ, അതൊന്നും ആയിരുന്നില്ല പടങ്ങൾ ചെയ്യാൻ ഇരുന്നത്. അതൊക്കെ പല കാരണങ്ങളാൽ പിന്നെ പുള്ളിക്ക് ചെയ്യേണ്ടി വന്നതാണ്. ബട്ട് സ്റ്റിൽ ഹി വിൽ, എന്നാലും പുള്ളി ഈസ് ഗോയിങ് ഇൻ ഹിസ് ഓൺ വേ. അപ്പോൾ ആ ഒരു ഫ്രീഡം നമ്മൾ കൊടുക്കുമ്പോഴാണ് അത് പുള്ളിക്കറിയാൻ ഞാനും തരുന്നല്ല. അതുകൊണ്ട് ദർ ഇസ് നോ ഫോഴ്സിങ്. ഇപ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ അഞ്ചാതെ പാർട്ട് 2 എന്ന് പറഞ്ഞിട്ട് ഫോഴ്സ് ചെയ്യാം വേണമെങ്കിൽ, ബട്ട് ഡസൻറ്റ് വർക്ക് ദാറ്റ് വേ. അല്ല, ഈ മുഖംമൂടി പറയുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു അതിലെടുത്ത എഫേർട്ടുകളിൽ ഈ പറഞ്ഞ മാർഷൽ ആർട്സ്, അതും ആ ക്ലൈമാക്സ് ഫൈറ്റും അതിന് മുന്നത്തെ ഫൈറ്റും 1.5 വർഷം കുങ്ഫു ട്രെയിനിങ് ചെയ്തു. അതൊന്നിപ്പോൾ ഇപ്പോഴൊക്കെ ആയിരുന്നെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കിടന്നിട്ട് നമുക്ക് ട്രെൻഡ് ചെയ്യായിരുന്നു. അതിന് കുറച്ച് ഫൂട്ടേജുകളുണ്ട് എഡിറ്റഡ്, പടത്തിൽ വരാത്തത്. അതൊക്കെ യൂട്യൂബിയുടെ കയ്യിലാണ്. അത് നീ ബോംബെ പോയി എടുക്കണം. അത് ഭയങ്കര സ്ട്രെയിനിങ് ആയിരുന്നു അത് പക്ഷേ പടം മിസ്ഫയർഡ്. അത് നോ വൺ ടു ബ്ലെയിം, ബട്ട് ഇറ്റ് വാസ് അനദർ കൈൻഡ് ഓഫ് ഫിലിം. പക്ഷെ നല്ലോണം സ്ട്രെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ. ഒരു ലെങ്തി ടൈം പീരീഡ്, ഈ എഫേർട്ട് ബാക്ക് ടു ബാക്ക്. എത്ര മലയാളം പടം മിസ്സായെന്നറിയാം. 1.5 വർഷത്തെ കോൺട്രാക്റ്റ് ആയിരുന്നു. ഇതൊക്കെ നമുക്ക് ഭയങ്കര ദോഷമാണ്, മലയാളത്തിൽ ഭയങ്കര ദോഷമാണ്. കാരണം നമ്മൾ എന്ത് പടം ചെയ്യുമ്പോഴും നമ്മൾ ആ തമിഴ് പടം ചെയ്യണു, ഈ തമിഴ് പടം ചെയ്യണം. ഇപ്പം ഇവിടെ വരുമ്പോൾ എല്ലാവരും പറയും, നിങ്ങൾക്ക് പലവരും എൻ്റെ അടുത്ത് പറയാറുണ്ട്, ഈ പല ഡയറക്ടേഴ്സോ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ സൈഡിൽ നിന്ന് പറയാറുണ്ട്, പിന്നീട് ഈ ഫിലിം ഡയറക്ടേഴ്സിനെയൊക്കെ മീറ്റ് ചെയ്യുമ്പോൾ ഞങ്ങൾ ആ പടത്തിൽ നിങ്ങളെയാണ്. ഞാൻ പറഞ്ഞു എന്താ വിളിക്കാൻ? അല്ല ആരോ പറഞ്ഞു നിങ്ങൾക്ക് താല്പര്യം. ഞാൻ പറഞ്ഞു ആര് പറയണത്? ഇപ്പോൾ ആരോ പറഞ്ഞു. ഇത് ഞാനൊരു 12-15 വർഷമായി കേൾക്കാൻ തുടങ്ങിയിട്ട്, ഇപ്പോഴൊന്നുമല്ല, 15 വർഷം മുമ്പിലേ കേൾക്കുന്ന കാര്യമാണ്. ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും ഇല്ല അയാൾ തമിഴ് ചെയ്യണം ഇപ്പോൾ, കാരണം ഏതെങ്കിലും മലയാളം പടത്തിന് വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടാവും വരുന്നില്ല. അത് കോമൺ ആയിട്ട് ജനറലായിട്ട് അങ്ങ് പറയുകയാണ്. അതും പ്രത്യേകിച്ച് ആരുടെയെങ്കിലും എടുത്ത് നോ പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് ദേഷ്യം കൊണ്ട് അയാൾ ഒരു 10-20 പേരെടുത്ത് പറയുകയും അത് കേൾക്കാൻ കുറേ ആൾക്കാരും. ഇങ്ങനെയൊക്കെയാണ് സംഭവം നടക്കുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ കുറേ മിസ്സായിട്ടുണ്ട്. അതിപ്പോൾ ആരുടെയും കുറ്റമൊന്നുമല്ല. ഞാൻ ഈ മിസ്സായത് പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് ഈ 2002 മുതലുള്ള ഒരു ജേണിയാണല്ലോ സിനിമയുടെ ഒപ്പമുള്ളത്. നിഴൽക്കൂത്ത് മുതൽ ഇങ്ങോട്ടേക്കുള്ള ജേണി. ഈ ലോങ് ടൈം പീരീഡിൽ 2026 കടക്കാൻ പോകുന്ന പോയിന്റിലും ഇൻഡസ്ട്രിയിൽ സർവൈവ് ചെയ്യുക എന്നുള്ളത്, അതായത് തമിഴ് മലയാളം നമ്മൾ ആക്റ്റീവായിട്ട് തന്നെ നോക്കുമ്പോൾ നരേൻ്റെ പ്രസൻസ് അവിടെയുണ്ട്. പലപ്പോഴും പലരും സർവൈവലിൽ വീണ് പോകാറുണ്ട്, കംബാക്കിനുള്ള പോസിബിലിറ്റി ഇല്ലാതെ നിൽക്കാറുണ്ട്, ചിലത് മടുത്തിട്ട് നിർത്തി പോകാറുണ്ട്. പക്ഷെ അവിടെ എല്ലാം കൃത്യമായിട്ടുള്ള ഹൈസ് ഉണ്ട്. ഹൈകളിൽ ഹൈയുള്ള മനുഷ്യനായി തോന്നിയിട്ടുണ്ട്. അതിൽ കോൺസ്റ്റൻ്റ് ആയിട്ട് സസ്റ്റെയിൻ ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട്. എന്താ ശരിക്കും സർവൈവലിനൊരു ഈസി ഫോർമുലയുണ്ടോ? എന്താ ഇതിൻ്റെ ഒരു മറ്റേ ഈ പറഞ്ഞ ട്രിക്ക് എന്താ? ട്രിക്കോ? ഇതിപ്പോൾ ഓരോ സമയത്ത് ചോദിച്ചാൽ ഓരോ ഉത്തരങ്ങളായിരിക്കും ചിലപ്പോൾ. ഇപ്പോഴത്തെ അവസ്ഥയിൽ എന്താ നോക്കട്ടെ. അങ്ങനെയല്ല. ഒരു വളരെ റെയറായിട്ട് ചില ആക്ടേഴ്സിന് ആ ട്രാവൽ ജേണി സ്മൂത്തായിട്ടുണ്ടാവുള്ളൂ. അങ്ങനത്തെ ആക്ടേഴ്സൊക്കെ ഏറ്റവും സ്റ്റാർഡമിൽ വരാറുമുണ്ട്. ചിലവർക്ക് ദ ജേണി ഈസ് ടഫ് ആൻഡ് ദെൻ ദേ റീച്ച് സ്റ്റാർഡം. ചിലവർക്ക് വളരെ ബുദ്ധിമുട്ടിൽ തുടങ്ങിയിട്ടാണ്. പിന്നെ എൻ്റെ കരിയറിൽ ഇറ്റ് സ്റ്റാർട്ടഡ് ഓഫ് വെൽ ആൻഡ് ദെൻ ഐ ഹാഡ് എ ബിഗ് ഫോൾ ആൻഡ് ദെൻ ഐ കം അപ്പ്, ഐ ഹാവ് എ ഫോൾ. അപ്പോൾ പിന്നെ അങ്ങനെ പോയി. ഇനി ഞാൻ പേഴ്സണലി ഐ ബിലീവ് ദറ്റ് ഐ ആം എഗെയിൻ ഒരു ചക്രം തിരിഞ്ഞു വരുന്ന ഒരു ഫീലാണ് എനിക്ക് കിട്ടുന്നത്. നമുക്കത് അറിയാൻ പറ്റും. ഇതിൽ ഏറ്റവും പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ഈ നല്ല ഇത് കഴിഞ്ഞിട്ട് വെൻ ദർ ഇസ് എ ഫോൾ, എല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യമാണ്. യു നീഡ് സംതിങ് ടു ഹോൾഡ് ഓൺ ടു. കാരണം നമ്മൾ ഇത് പെട്ടെന്ന് ഞാനെന്താണ് ഒടുവിൽ ചേട്ടൻ നേരത്തെ പറഞ്ഞ കാര്യം, അതും ഇതുമായിട്ട് ബന്ധമില്ലെങ്കിലും മിക്കവാറും അതും
ഇത് കണക്ട് ചെയ്യാം. അദ്ദേഹം പറഞ്ഞത് എടോ നമ്മുടെ നിഴൽക്കുത്ത് ചെയ്യുമ്പോൾ പറഞ്ഞ നമ്മുടെ ഏറ്റവും വലിയ കഷ്ടം എന്താണെന്നറിയോ, നമ്മൾ ഓരോ ലൊക്കേഷനിൽ പോകുമ്പോൾ നമ്മൾ പറയണതൊന്നും അവർക്ക് മനസ്സിലാവില്ല, അവർ പറയണതൊക്കെ നമുക്ക് മനസ്സിലാവുകയും ചെയ്യും നല്ലൊരു പോയിന്റ് ഉണ്ട്. സോ ടു കൺവിൻസ് അതേഴ്സ് ഇസ് വെരി ഡിഫിക്കൽട്ട്. അപ്പോൾ നമ്മുടെ ഈ ടൈം വെൻ തിങ്സ് ഡോണ്ട് ഫേവർ, വാട്ട് എവർ യു സേ ഡസൻറ്റ് മേക്ക് സെൻസ് ടു അതേഴ്സ് ആൻഡ് വാട്ട് എവർ ദേ ആർ സെയിങ് യു നോ വാട്ട് ഇറ്റ് ഇസ്. കാരണം നമ്മുടെ ജേണി നമുക്ക് മാത്രമേ അറിയൂ. അപ്പോൾ വി ട്രൈ ടു കൺവിൻസ്, നോ ദിസ് നോ പോയിന്റ്. പിന്നെ പലപ്പോഴും അടി കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ യു ഹാവ് ടു ഹോൾഡ് ഓൺ ടു സംതിങ്. അപ്പോൾ സോർട്ട് ഓഫ് നമുക്ക് 2-3 കാര്യമുള്ളൂ. ഐ ഹാവ് നോ വേറെ ഓപ്ഷൻ ഇല്ല. ലൈക്ക് സിനിമ ഈസ് ദി ഓപ്ഷൻ. പിന്നെ എനിക്ക് എപ്പോഴും ഒരു 2 പോയിൻ്റാണ്. എനിക്കൊരു കുറച്ചൊരു സ്പിരിച്വലി ഇൻക്ലൈൻഡ് ആളാണ്. അതെന്നെ എപ്പോഴും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അത് ബേസിക്കലി ഹെൽപ്പ് ചെയ്യണമെന്ന് വെച്ചാൽ ഐ ഡോണ്ട് നോ ഇഫ് ഐ എം കട്ട് ഔട്ട് ടു ബി എൻ ആക്ടർ ഓക്കെ. ഒരു ആക്ടറിന് വേണ്ട കുറേ ഇൻട്രസ്റ്റുകളുണ്ട് ബേസിക്കലി. സ്റ്റാർസ് ആകുമ്പോൾ when you have hits and when you come up, you have the material things that you really like and enjoy, which is normal. ആ വക ഒന്നും തന്നെ ഇല്ലാത്തൊരാളാണ് ബേസിക്കലി, വിച്ച് ഇസ് നോട്ട് ഗുഡ്. ഗുഡാണോ ബാഡോ എന്ന് എനിക്കറിയില്ല. മൈറ്റ് ബി ഫോർ മീ, ഐ എം ലൈക്ക് ദാറ്റ്. ഐ എം ലൈക്ക് അപ്പോൾ സോ ദ എക്സ്പെക്ടേഷൻസ് ആർ വെരി ലെസ് ഫോർ മീ. മൈ എക്സ്പെക്ടേഷൻസ് ഓൺലി ഇൻ മൈ വർക്ക്. ഇറ്റ്സ് നെവർ ടു ഡു വിത്ത് വലിയൊരു ഇത് വാങ്ങുക, മറ്റേത് വാങ്ങുക, ഇത് പറ്റുന്ന അതൊന്നും എൻ്റെ ഇറ്റ് ഇസ് നെവർ ഇൻ മൈ ലിസ്റ്റ്. അതിലൊരു എക്സൈറ്റ്മെന്റ് ഇല്ല, ഒന്നിലുമില്ല. ഇവ കിട്ടിയാലും ഇറ്റ് ഇസ് നോട്ട് ഗോയിങ് ടു, ഐ എം നോട്ട് വെരി. ഇപ്പം അന്ന് ലൈക്ക് എൻ്റെ അടുത്ത് 1-2 ആർട്ടിസ്റ്റ് എന്തോ ചോദിക്കുമ്പോൾ ഞാൻ ലൈക്ക് 5,000 റുപ്യ ഉണ്ടായിരുന്നപ്പോഴുള്ള എൻ്റെ വാച്ചും 1 ലക്ഷം ആയിരുന്നപ്പോഴും 20 ലക്ഷം ആകുമ്പോഴും 50 ലക്ഷം, ദ വാച്ച് ഇസ് ദ സെയിം. അങ്ങനത്തെ ഒരു ഇതാണ് ഞാൻ പറഞ്ഞത്. ഫോർ എക്സാമ്പിൾ, ഇത് തന്നെ ആയിക്കോളുന്നില്ല, ഐ എം ജസ്റ്റ് സെയിങ്. അപ്പോൾ ദാറ്റ് ഓൾവേസ് മേക്സ് മീ റൂട്ടഡ്. സി അപ്പോൾ ആ ഒരു ഇതില്ല ലൈക്ക് അയ്യോ ഞാൻ അങ്ങനെ സോ ബാക്കിയുള്ളവരെന്ത് ആ ഒരു ചിന്തിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ ആ സൈഡേ ഇല്ല എനിക്ക്. നമ്മുടെ കരിയറിന് ഉള്ള ഇതിൻ്റെ പ്രശ്നം. സോ ദെൻ യു ഗോ ടു ഞാൻ പറഞ്ഞില്ല ഒത്തിരി സ്പിരിച്വൽ സൈഡ് ആവുമ്പോൾ ദെൻ യു ട്രൈ ടു ഫൈൻഡ് ഔട്ട് അബൌട്ട് ദി അതർ സൈഡ് ഓഫ് ലൈഫ്. Then you go into metaphysics. Then you go into that things and then you meet a lot of people. അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും കാണാത്ത കുറേ ആൾക്കാർ, സിക്സ്ത് സെൻസുള്ള കുറേ ആൾക്കാരെ കാണുന്നു. അങ്ങനെ ഒരു ജേർണിയിൽ പോകണം. ഓൾ ദോസ് തിങ്സ് സോർട്ട് ഓഫ് ബാലൻസ്ഡ് മീ. പിന്നെ ഇനി ഇതും വേണ്ട, ഇതൊരു സൈഡ്, ഇതൊരു ജേർണിയാന്ന് വെച്ചോളൂ. ഇത് ഓരോരുത്തരുടെ ലൈഫിൻ്റെ ജേർണിയിൽ വരുന്നതെന്ന് വെച്ചോളൂ. എനിക്കെപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യം, വിച്ച് എന്നെ ഒന്ന് പിടിച്ചു നിർത്തിയിട്ടുള്ള കാര്യം, അച്ഛനും അമ്മയ്ക്ക് ഒറ്റ മോനാണ്, ബ്രദർ സിസ്റ്റർ ആരുമില്ല. അവർ വളരെ നോർമലായിട്ട് ലൈക്ക് എനി അതർ പേരൻസിനെ പോലെ സിനിമയായി ബന്ധമില്ലാത്ത 2 പേരാണ്. രണ്ടുപേരും നല്ല പേഷ്യൻറ്റും ഭയങ്കര എന്താ പറയുക, ഇപ്പോൾ ഫാമിലിയിൽ തന്നെ ദേ ആർ വെരി ഹൈലി റെസ്പെക്റ്റഡ് ആയിട്ടുള്ള 2 പേര്, വെരി സിമ്പിൾ പീപ്പിൾ. അവരുടെ മകൻ തോൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞൊരു കാര്യം എനിക്ക് തോന്നിയിട്ടുണ്ട്. അതാണ് എന്നെ ട്രിഗർ ചെയ്തത്. ദെയർ സൺ ഷുഡ് നോട്ട് ഫെയിൽ. അപ്പോൾ ഞാനാവാം, വേറെ ആരെങ്കിലും, ബട്ട് ഇത് കാര്യത്തിൽ ഞാനാണ് അവരുടെ മകൻ. അപ്പോൾ സോ ഐ കനോട്ട് ഫെയിൽ. അപ്പോൾ അതായിരുന്നു ദാറ്റ് ഓൾവേസ് ട്രിഗേഴ്സ് മീ, വേറെ നത്തിങ് എൽസ്. പിന്നെ കാരണം എനിക്ക് മറ്റേ അതാ പറഞ്ഞത്, പല ആർട്ടിസ്റ്റ്മാർക്കും വേണ്ട പല ക്വാളിറ്റി ട്രെയ്റ്റ്സ് എനിക്കില്ല. ലൈക്ക് ദ ഗോ ഗെറ്റിംഗ് ആറ്റിറ്റ്യൂഡ്, അത് ചെയ്തേ അടങ്ങും, ആ വക സാധനങ്ങളേ ഇല്ല. അപ്പം എന്നാലോ ഐ വോണ്ട് ടു ഡു ഗ്രേറ്റ് ഫിലിംസ്, ഐ വോണ്ട് ടു ആക്ട് ഇൻ ബിഗ് ഫിലിംസ്. അതുണ്ട്, അതൊക്കെ ഉണ്ട്. മറ്റേ തരം ഈ ഇമോഷണൽ കുറേ ആട്രിബ്യൂട്ട്സ് ഓഫ് ക്യാരക്ടർ ആട്രിബ്യൂട്ട്സ് ഉണ്ടല്ലോ. എന്നാൽ ഞാനത് ചെയ്തിട്ട് ബാക്കി അതൊന്നും ആ സൈഡൊക്കെ നമുക്ക് പൂജ്യമാണത്. ആക്ച്വലി അതൊക്കെ ഗുണമായേനെ. ആക്ച്വലി ദോസ് തിങ്സ് ആർ നീഡഡ്. അതാണ് ഇപ്പം എനിക്കത് ഇതിപ്പോൾ ഉണ്ടാക്കാനും പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് എൻ്റെ കൂട്ടുകാരൻ പലരും എൻ്റെ അടുത്ത് പറയാറുണ്ട്, ലൈക്ക് ഐ ഡോണ്ട് നോ, ഫ്രം മൈ ഫ്രണ്ട്സ് ടു ദ ബിഗ്ഗസ്റ്റ് ഓഫ് ഡയറക്ടേഴ്സ് ഹാവ് ആസ്ക്ഡ് മീ വാട്ട് ഈസ് ഹാപ്പനിങ് ടു യു. കാരണം പല പ്രോജക്റ്റുകളും നിന്ന് പോകുന്നു. ഗവൺമെൻറ് ഡയറക്ടർ ശങ്കർ സാറിനെ ഒരു ദിവസം ചോദിച്ചിട്ടുണ്ട്, വാട്ട് ഈസ് ഹാപ്പനിങ് ടു യു. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്താ സാർ ചെയ്യുക. അപ്പം
നമ്മൾ യു ഹാവ് ടു ഫൈൻഡ് സംതിങ് ലൈക്ക് ഈവൻ ഐ എം ട്രൈങ് ടു ഫൈൻഡ് ഔട്ട് വാട്ട് ഇസ് ഹാപ്പനിങ്. അപ്പോൾ നമുക്കിത് ഈ സമയത്ത് ബ്രേക്ക് ഡൗൺ ആവില്ല എന്നൊന്നുമില്ല. പിന്നെ ഞാനായി നമ്മൾ എപ്പോഴും ഐ എം വിത്ത് മൈസെൽഫ് മെനി ഓഫ് ദ ടൈംസ് ആൻഡ് ഐ ടോക്ക് ടു മൈസെൽഫ് ആൻഡ് ഐ ക്ലിയർ ഇറ്റ് ഓഫ്. അങ്ങനെ ഒരു ഇതാണ് ചെയ്യാറ്. അതൊരു എക്സസൈസ് പോലെ. അങ്ങനെ ചെയ്തിട്ട് ഒരു ക്ലാരിറ്റിയും ഒരു ഇതൊക്കെ ആയിട്ട് ദെൻ അഗെയിൻ യു സ്റ്റാർട്ട്. അത്രയേ ഉള്ളൂ. നമ്മളത് എല്ലാവരും ഓരോരോ വഴിക്ക്. ചിലവർ ഇത്രയൊന്നും ചിന്തിക്കില്ല. ചിലർ പറയും എന്നാൽ ശരി പാട്ട് കേൾക്കാം, പാട്ട് കേട്ടിട്ട് അതൊന്ന് ഇതാക്കാം. ചിലർക്ക് അതായിരിക്കാം, ചിലർക്ക് ബുക്സ്, ചിലർക്ക് ട്രാവലിംഗ് ആയിരിക്കാം. സോ ഇതൊക്കെ നമ്മൾ ചെയ്യുമെങ്കിലും ഇതൊന്നും നമ്മളെ ഇതാക്കാറില്ല. ഐ മീൻ ഡസൻ ഹെൽപ്പ് മീ. എനിക്ക് ഇങ്ങനത്തെ 1-2 തോട്ട്സാണ് ഈ സ്പിരിച്വൽ സൈഡും നമ്മൾ അച്ഛൻ്റെ അമ്മയുടെയും കാര്യം. ദീസ് ആർ ദ തിങ്സ് വിച്ച് ഹസ് ഹെൽപ്പ് മീ. ആൻഡ് പിന്നെ വേറൊരു കാര്യം, ഐ ഡോണ്ട് നോ ഇഫ് ദാറ്റ് ഇസ് അത് ശരിയാണോ എന്ന് എനിക്കറിയില്ല. എനിക്ക് ആദ്യം മുതലേ തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്, ഐ ഡോണ്ട് നോ അബൌട്ട് ദിസ്. ഐ നെവർ തോട്ട് ഓഫ് വാട്ട് ഇഫ് ഐ ഡോണ്ട് മേക്ക് ഇറ്റ് എന്നുള്ളത്. അങ്ങനെ ചിന്തിച്ചിട്ടില്ല. അത് ആ ചിന്ത ഇല്ല എനിക്ക്. ഇപ്പം എന്ത് തടസ്സം പ്രശ്നം വന്നാലും എൻ്റെ മനസ്സിൽ അതിപ്പോൾ ഒരു ഈ സമയത്താണല്ലോ. അപ്പോൾ വൈഫൊക്കെ അത് കളിയാക്കിയിട്ട്, കാരണം ഞാൻ കുറേ വർഷങ്ങളായി പറയാൻ തുടങ്ങിയിട്ട് എന്തെങ്കിലും അതിപ്പോൾ മഞ്ജു ഇങ്ങനെ നോക്കും, ശരിയാ അല്ല അതിപ്പോൾ. അപ്പോൾ ഐ ഡോണ്ട് നോ, ഐ ഹവ് നെവർ തോട്ട് ഓഫ് ദാറ്റ് വേ. സോ ഇറ്റ് വിൽ കം, ഇറ്റ് വിൽ ഹാപ്പൻ. ഇറ്റ്സ് ജസ്റ്റ് ദ പ്രോസസ്, ജസ്റ്റ് ദ ജേർണി. ഇപ്പോൾ വയസ്സായതിനു ശേഷം ഞാനിത് പറയുന്നതിൽ ചിലപ്പോൾ അർത്ഥം ഉണ്ടാവില്ല, പക്ഷേ ഐ സ്റ്റിൽ ബിലീവ് ദാറ്റ് ദെയർ ആർ ലോട്ട്സ് ടു ഡു. അപ്പോൾ ആയിരിക്കാം ഇതിൽ യാത്ര, അങ്ങനെ ട്രാവൽ, അങ്ങനത്തെ ഒരു എസ്കേപ്പ് റൂട്ട് പോലെ ഉണ്ടോ ശരിക്കും? ഇല്ല, എനിക്ക് ഇഷ്ടമാണ്. ബട്ട് നത്തിങ് ഗീവ്സ് മീ ഹൈ ഇല്ല. എല്ലാം കഴിഞ്ഞു. അതൊക്കെ പോകുമായിരുന്നു മുമ്പ്. ഞാൻ പോയിരുന്നൊക്കെ ആത്മീയ യാത്രകളാണ്. അല്ലാത്ത യാത്രകളും പോയിട്ടുണ്ട്, പക്ഷേ ഇറ്റ് ഡസൻ ഗിവ് മീ കിക്കിനെക്കാട്ടിലല്ല. കരിയറിൽ ഡിസ്റ്റർബ്ഡ് ആണെങ്കിൽ, ഇഫ് യു ആർ റിയലി ആംബിഷ്യസ്, ഇതൊന്നും കിക്ക് തരില്ല. മീൻസ് ഇത് ശരിയായില്ലെങ്കിൽ ഇതൊന്നും കിക്ക് തരില്ല. ഇതാണെങ്കിൽ ഇതൊക്കെ കിക്ക് തരും. അല്ലെങ്കിൽ പിന്നെ തീരെ ആംബിഷ്യസ് ആവരുത്. അപ്പോൾ അതിനൊക്കെ ഭയങ്കര രസമായിരിക്കും. നോട്ട് അറ്റ് ഓൾ ആംബിഷ്യസ്, ദെൻ യു ക്യാൻ ഗോ. പിന്നെന്താ, നല്ലതല്ലേ. ചിലവർ എന്തോ either you have to be jobless and this thing, or you can afford to be jobless and unambitious, and then you can explore life. See, pala ways of thing ആണ്. So my thing is only career is my this thing, and if I am disturbed there, then where will I escape? അപ്പോൾ പിന്നെ നമ്മൾ അതെ, ഇവിടെ സൊല്യൂഷൻ കിട്ടാന്നുള്ള. അതെ, അവിടെ പോയിട്ടിരുന്ന് തിരിച്ചിങ്ങോട്ട് ഇതെല്ലാം പറഞ്ഞപ്പോഴേ എനിക്ക് കണക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആദ്യ സിനിമയിലോട്ടാണ്, നിഴൽക്കൂത്തിലോട്ടാണ്. കേരള ആദ്യത്തെ സിനിമ, അടൂർ ഗോപാലകൃഷ്ണൻ, ഇളയരാജ, അങ്ങനെ തുടങ്ങി എല്ലാവരും ടെക്നിക്കലി ഏറ്റവും റിച്ച്. രണ്ടുപേര് സിനിമോഗ്രാഫി ചെയ്തല്ലേ? മങ്കട സാറായിരുന്നു, പിന്നെ സണ്ണി സാർ. ഈ പറഞ്ഞ ക്യാമറയ്ക്ക് പുറകിലും മുന്നിലും നമ്മൾ സിനിമ കണ്ടു തുടങ്ങുന്ന കാലം മുതലേ പാർട്ടാവാൻ ആഗ്രഹിച്ചിട്ടുള്ള വലിയ ക്രൂ. അതിൽ ഒടുവിൽ ചേട്ടൻ, സുകുമാരി അമ്മ, ജഗതി ശ്രീകുമാർ, വേണു ചേട്ടൻ, എല്ലാ തരത്തിലുള്ള ലെജൻസിനൊപ്പം സ്ക്രീൻ ഷെയറിങ്. മുത്തു ഭയങ്കര രസം എന്ന് വെച്ചാൽ, ഞാൻ അന്നത്തെ കിട്ടിയ ക്യാരക്ടറും തമിഴാണ് പറയുന്നത്. ഭയങ്കര സ്ട്രേഞ്ച് ആയിരുന്നു അത്. എനിക്കത് ഏറ്റവും ഓർഗാനിക്കായി തോന്നിയ സീക്വൻസ്, ഈ സൈക്കിളില് ചർക്ക വെച്ചിട്ട് ഉന്തിക്കൊണ്ടുവരുന്നത്. ഈ അനിയത്തി ഭയങ്കര എക്സൈറ്റഡ് ആയി വരുമ്പോൾ ഇത് കെട്ടഴിക്കണം, ഇതിൽ കൺഫ്യൂസ്ഡ് ആവാൻ പാടില്ല, കാരണം കെട്ടിയ ആളാണല്ലോ. നമുക്ക് ഷോർട്ട് ചിലപ്പോൾ സൈക്കിൾ കിട്ടുന്നുണ്ടാവാം, എന്നാൽ ആ കെട്ടിയ ആളുടെ അത് ഈസിനെസ് ഇത് അഴിച്ച് അവിടെ കൊണ്ടുവയ്ക്കുകയും വേണം. ഉറപ്പായിട്ടും അടൂർ ഗോപാലകൃഷ്ണൻ എന്ന ഫീഡ് അവിടെയുണ്ട്. ആസ് എൻ ആക്ടർ ഇത് പെർഫോം ചെയ്യണം. ഈ ഏരിയ ഉണ്ടല്ലോ, ഇതിനപ്പുറം പോകാനും പാടില്ല, ഇതിൻ്റെ ഉള്ളിൽ ഇതെല്ലാം ഈസിയായി ചെയ്യുകയും വേണം. മുത്തു, നിഴൽക്കൂത്ത്, ഈ പറഞ്ഞ പെർഫോമൻസ്, ഫസ്റ്റ് സിനിമ. മുത്തു ആക്ച്വലി ഞാനന്ന് രാജീവ് മേനൻ സാറിൻ്റെ അസിസ്റ്റൻ്റാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ അടൂർ സാർ വന്നു. അപ്പോൾ ആദ്യമായിട്ട് പുള്ളി സിനിമാസ്കോപ്പിൽ അദ്ദേഹം ഷൂട്ട് ചെയ്യാൻ പോകും. അപ്പോൾ ക്യാമറ യൂണിറ്റൊക്കെ രാജീവ് സാറിൻ്റെയാണ് യൂസ് ചെയ്തത്. അപ്പോൾ ഞാനാണ് ഈ ക്യാമറ ടെസ്റ്റിനൊക്കെ ഹെൽപ്പ് ചെയ്യണത്. മങ്കട സാർ വരും, സിനിമാസ്കോപ്പിൽ ഷൂട്ട് ചെയ്യുമ്പോൾ ഇതാണ് ഫ്യൂജി സ്റ്റോക്കും
കൊഡാക് സ്റ്റോക്കും ഏത് സ്റ്റോക്കാണ് വേണ്ടതെന്നാക്കണം. എന്നിട്ട് നമ്മൾ പ്രസാദ് ലാബ് പോയി പ്രിൻ്റ് ചെയ്യും, ഓക്കെ. ഇത് കാണിക്കും. അപ്പോൾ ഞാനാണ് ഇതൊക്കെ ചെയ്യുന്നത്, അസോസിയേറ്റഡ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിൽ ആദ്യം തന്നെ തുടക്കം തന്നെ ഹ്യൂമറാണ്. ഞാൻ വേറെ ഏത് ലൊക്കേഷൻ കഴിഞ്ഞിട്ട് വരാൻ നേരത്താണ് രാജസ്ഥാൻ്റെ യൂണിറ്റ് ടീമുണ്ട്. അപ്പോൾ അവർ വന്നിട്ട് പറഞ്ഞു, ഞാൻ അവിടെ പോയിട്ട് എന്തോ ക്യാമറ എന്തോ വെച്ചിട്ട് ഞാൻ ഓഫീസിൽ പോകാൻ നേരത്താണ് ഇവർ ഇവിടെ നിന്ന് ഡിസ്കസ് ചെയ്യണം. അങ്ങനെ വരാറാ അവർ ഔട്ട്ഡോറാ ഏതോ ഔട്ട്ഡോർ ഗോപാലകൃഷ്ണൻ. ഞാൻ പറഞ്ഞു അടൂർ അവർക്ക് ആമാ അന്ത മാതിരി ഇത്. അപ്പോൾ അവർ വരുന്നുണ്ട്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെയോ വേണമെന്നൊക്കെ സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് എന്നെ വിളിച്ചിട്ട് പറയും ഇങ്ങനെ അടൂർ സാർ വരുന്നുണ്ട്, പോയിട്ട് എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്യാൻ. അപ്പോൾ അങ്ങനെ വന്നു. ഞാൻ വളരെ എക്സ്പീരിയൻസ്. പക്ഷേ ഒരു കുഴപ്പമില്ല, ഞാൻ കാറ് കയറിയപ്പോഴാണ് ആലോചിച്ച് അടൂർ സാറിൻ്റെ അടുത്ത് എന്താണ് ഇപ്പോൾ സംസാരിക്കുക. അടൂർ സാറിൻ്റെ അടുത്ത് ഞാൻ എന്ത് സംസാരിക്കും? നമുക്ക് എന്ത് സംസാരിക്കണമെന്ന് അറിയില്ല. ആദ്യമായിട്ട് കുറേ നേരം ഞാനിങ്ങനെ ഒന്നും മിണ്ടാതെ അങ്ങനെ അദ്ദേഹം ഹലോ പറഞ്ഞതിന് ശേഷം പിന്നെ നോക്കിയപ്പോൾ ഞാനൊരു ഫിലിം ഫെസ്റ്റിവൽ ഉണ്ടായിരുന്നു, ഒരു ഇറാനിയൻ ഫിലിം ഫെസ്റ്റിവൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ചെന്നൈയിൽ വെച്ചിട്ട്. അപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു സംസാരമൊക്കെ നടന്നു. എന്തെങ്കിലുമൊക്കെ ഓക്കെ. ഞാൻ പറഞ്ഞു ഇങ്ങനെ അസിസ്റ്റൻറ്റ് ക്യാമറമാനായിട്ടാണ്. അങ്ങനെ സ്ക്രീൻ ടെസ്റ്റൊക്കെ ചെയ്ത് ഈ മറ്റേ ഫിലിമിൻ്റെ ടെസ്റ്റൊക്കെ ചെയ്ത് കഴിഞ്ഞ് പോകുന്നതിൻ്റെ മുമ്പാണ് ഞാൻ അടൂർ സാറിൻ്റെ അടുത്ത് പറഞ്ഞിങ്ങനെ എനിക്കിങ്ങനെ അഭിനയിക്കാനാണ് സാർ ആഗ്രഹം. അപ്പോഴാണ് അദ്ദേഹം ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങൾ ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റല്ലേ, നിങ്ങൾക്ക് സംവിധാനം ഇഷ്ടമുണ്ടെന്നല്ലേ നേരത്തെ. ഞാനതൊക്കെ പറഞ്ഞിരുന്നു എല്ലാവരും. അപ്പോൾ നിങ്ങൾ അഭിനയം എന്ന് പറയുന്നു എന്താണ്? ഞാൻ പറഞ്ഞു അല്ല സാർ, അഭിനയമാണ് മെയിനായിട്ട്. അപ്പോൾ അറിയിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ പടത്തിൽ അസിസ്റ്റൻറ്റ് ക്യാമറമാനായിട്ടും, കാരണം രാജീവ് സാറിൻ്റെ കുറച്ച് സ്പെഷ്യൽ ലെൻസുകളുണ്ട്, അതിൻ്റെയൊക്കെ ചുമതല നമ്മുടെ ഇതിലാണ്. ശരിക്കും ബുദ്ധിമുട്ടുള്ളൊരു പണിയാണ്, കാരണം കുറച്ച് ലക്ഷങ്ങളൊക്കെ ഇതാക്കുന്നത്. പിന്നെ ഇതൊന്നു പോയി കഴിഞ്ഞാൽ ഞാൻ എത്രയോ വർഷം അവിടെ ജോലി ചെയ്യേണ്ടി വരും ഇത് കാശ് കൊടുത്ത് തീർക്കാൻ. ലോജിക്കലി അതാണ്. ഇത് വെച്ചിട്ട് ഉറക്കം വരില്ല രാത്രി. ഇതൊക്കെ നമ്മൾ വെച്ചിട്ട് ഷൂട്ടിങ്ങിന് ബാംഗ്ലൂർ പോവും, ഹൈദരാബാദ് പോവും. ഇത് നമ്മുടെ ഇതിൻ്റെ അടുത്ത് വെച്ചിട്ടാണ് ഇരിക്കുക. ഉറങ്ങിക്കഴിഞ്ഞാൽ ആരെങ്കിലും എടുത്തു പോയി കുറച്ച് പിന്നെ അല്ല ഞാൻ പറയും. അപ്പോൾ ആ സമയമായിരുന്നു അത്. അപ്പോൾ ഇതും കൊണ്ട് ഞാൻ അവിടെ ചെന്നു. അപ്പോൾ അപ്പോഴാണ് പോണതിൻ്റെ മുമ്പ് അടൂർ സാർ പറഞ്ഞു ഇങ്ങനെ നിങ്ങളിതിലൊരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. ഭയങ്കര ഹാപ്പിയായി അവിടെ. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഒന്ന് നമുക്ക് സബ്ജക്റ്റൊന്നും അറിയില്ല. ആദ്യത്തെ പടമല്ലേ, നമുക്കൊന്നും അറിയേണ്ടതുമില്ല. ആരാണ് അഭിനയിക്കുക ഒന്നും അറിയില്ല. ഏത് ക്യാരക്ടേഴ്സ് ആരെ ചെയ്യും, ക്യാരക്ടർ ഏതാണെന്ന് പറഞ്ഞാൽ എല്ലാവരും ചെയ്യണമെന്ന് അറിയില്ല. അപ്പോൾ ആരെയൊക്കെ അന്ന് വരുമ്പോൾ ഞാനിങ്ങനെ ഒടുവിൽ ഇട്ടിട്ടുണ്ടോ ഇതിൽ, സുകുമാരി ചേച്ചി ഉണ്ടോ, കുറച്ച് നേരം കഴിയുമ്പോഴപ്പോൾ ഞാനിവരുടെ മകനാണോ, നമുക്കറിയില്ലല്ലോ. അങ്ങനെ ഒരു ഇതായിരുന്നു കുറച്ച് കഴിയുമ്പോൾ. അപ്പം എനിക്കതൊരു ഫോർ മീ മോർ ദൻ എനിത്തിങ് ഈ ആഡ് ഫിലിമിൽ നിന്ന് നേരെ വന്നിട്ട് സിനിമ സെറ്റിൽ വരുന്നത് ഞാൻ അടൂർ സാറിൻ്റെ പടത്തിലാണ്. അപ്പോൾ മങ്കട രവിവർമ്മ സാറ് അന്ന് അദ്ദേഹത്തിൻ്റെ, ഞാനപ്പോൾ സണ്ണി ജോസഫ് സാറും ഞാനാണ്. സണ്ണി ജോസഫ് മെയിനായിട്ട് ചെയ്യണു, ഞാൻ അസിസ്റ്റൻ്റായിട്ട് നിൽക്കണം. അപ്പോൾ ക്യാമറ സൈഡിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ എപ്പോഴെങ്കിലും ആക്ടിങ്ങിൻ്റെ ഇത് വരുമ്പോൾ ഞാൻ വന്നിട്ട് കോസ്റ്റ്യൂം ഇട്ടിട്ട് വന്ന് നിൽക്കണം. അപ്പോൾ ഞാൻ വളരെ എക്സൈറ്റഡ് ആയിരുന്നു ആ കാര്യത്തിൽ. കാരണം ഫുൾ ടൈം ക്യാമറ ഇതിലുണ്ട്, എല്ലാ ഷോട്ടിലും ഞാൻ ഉണ്ടാവുമല്ലോ. മറ്റേതിപ്പോൾ ആക്ടിങ് ആണെങ്കിൽ നമ്മൾ പോയി കഴിഞ്ഞു വേറെല്ലാവരുടെ ഉണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാവില്ല അവിടെ. ഇത് ഞാൻ അസിസ്റ്റൻറ്റ് ക്യാമറമാനായിട്ട് വേറെ ക്യാമറ ഉണ്ടല്ലോ. അപ്പോൾ ഇതിൽ പിന്നെ ഒരു സമാധാനം വന്നതെന്ന് വെച്ചാൽ, ഇപ്പം ഞാനൊക്കെ പെർഫോം ചെയ്യുമ്പോൾ ഞാൻ ആദ്യത്തെ സീൻ വളരെ ദൂരത്തു നിന്നുള്ളൊരു സീൻ തുടങ്ങി. ഞാൻ നടന്നു വരുന്നു, ഓക്കെ. പിന്നെ ഞാൻ ഈ സൈക്കിളിൽ ഇതാക്കിയിട്ട് അനിയത്തിനെ ഇതാക്കണം, ഓക്കെ. അതും കഴിഞ്ഞു. വീണ്ടും ഞാൻ വേറെ ചർക്കതിരിക്കുന്ന ഒരു രംഗമുണ്ട്, അതൊക്കെ കഴിഞ്ഞു. അപ്പോഴൊന്നും ഞാൻ വീട്ടിൽ വിളിച്ച് പറഞ്ഞില്ല ഞാനതിൽ അഭിനയിക്കുന്നുണ്ട്. ഇതൊക്കെ എപ്പോൾ വേണമെങ്കിലും പോവാം, ഇതൊക്കെ കട്ട് ചെയ്ത് പോവാം, ഞാൻ കോമ്പിനേഷന് വെയിറ്റ് ചെയ്യുക. അങ്ങനെ ഒടുവിലേട്ടനും സുകുമാരി ചേച്ചിയുടെയും കൂടെയുള്ള കോമ്പിനേഷൻ വന്നതിന് ശേഷം അന്ന് ഞാൻ വീട്ടിൽ വിളിച്ചു പറഞ്ഞു അമ്മ ഞാൻ ആദ്യമായിട്ട് സിനിമയിൽ. അപ്പോൾ അച്ഛനും അമ്മയ്ക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഈ പേടി കാരണേ, സിനിമാറ്റോഗ്രാഫി എന്ന് പറയുന്നത് ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ ആയതുകൊണ്ടുള്ളൊരു ധൈര്യത്തിലാണ് വിട്ടിരിക്കുന്നത്. പിന്നെ അവർ കുറച്ച് വിഷമിച്ചിട്ടുണ്ട്, കാരണം ഞാൻ രാജീവ് സാറിൻ്റെ നിന്ന് റിസൈൻ ചെയ്ത് ചാൻസ് അന്വേഷിച്ച് നടക്കുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. അതിനൊക്കെ മുമ്പാണിത്. ഇത് ഞാൻ അടൂർ ഇത് ചെയ്യുമ്പോൾ ഞാൻ ആക്ടർ ആയിട്ടില്ല, ആക്ടിങ്ങിലേക്ക് ടേൺ ചെയ്തിട്ടില്ല. കാരണം ഇത് കഴിഞ്ഞ് 2 വർഷം ഞാൻ രാജീവ് സാറിൻ്റെ അസിസ്റ്റൻ്റ് ആയിരുന്നു. 1 വർഷം ഇതിന് ശേഷം അല്ല, ഇത് ഷൂട്ട് ചെയ്ത് അതിന് മുമ്പാണ്. അപ്പോൾ 1 വർഷം 2 വർഷം ഞാൻ രാജീവ് സാറിൻ്റെ അസിസ്റ്റൻ്റ് ആയിരുന്നു. അതിൻ്റെ ഇടയിലാണ് ഞാൻ പോയി അഭിനയിച്ച് വന്നത്. അപ്പോൾ എനിക്കുള്ളൊരു അതിലൊരു ഇതെന്താണെന്ന് വെച്ചാൽ വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള കുറേ ആക്ടേഴ്സ് ഉണ്ടായിരുന്നു. ആൻഡ് എനിക്ക്
ഈ ഒന്നാമത് അറിയാത്തത് കൊണ്ടാണോ എന്നറിയില്ല, അടൂർ സാർ കുറേ ടേക്കുകൾ എന്നെ വെച്ച് എടുക്കുന്നുണ്ട്. നോക്കുമ്പോൾ എല്ലാവരും വെച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഹാപ്പിയായി. കാരണം ഏറ്റവും സീസൺഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റ്മാരല്ലേ. അപ്പോൾ അതൊരു സമാധാനം ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ഇതൊന്നും ആയിരുന്നില്ല, ഈ ചർക്ക തിരിക്കലായിരുന്നു. ഇത് കാരണം ഈ ചർക്ക എന്ന് പറയുന്നത്, ചർക്കയ്ക്ക് ചർക്കയുടേതായ ബുദ്ധിമുട്ട്. ഈ പ്രത്യേകിച്ച് സിനിമയ്ക്ക് വരുന്ന പ്രോപ്പർട്ടീസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ബൈക്കാണെങ്കിൽ മറ്റേ ഗിയർ വർക്കാവും ഉണ്ടാവില്ല, കാറാണെങ്കിൽ ബ്രേക്ക് ഉണ്ട്, ഇങ്ങനെ എല്ലാം അങ്ങനെയാണ് വരിക പൊതുവെ. അതുപോലെ ചർക്കയ്ക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഞാനിതും വെച്ചിട്ട് ഇതിൻ്റെ ഷോട്ട് വേണം ഷോട്ട്. ഞാൻ കുറച്ച് കഴിയുമ്പോൾ ഞാൻ അടൂർ സാറിൻ്റെ അടുത്ത് പറയും, സാർ ഒന്ന് കാണിച്ചു തരും. അപ്പോൾ അടൂർ സാറും തുടങ്ങും. എന്നിട്ട് മറ്റേ പഞ്ഞി വെച്ചിട്ട് നൂല് സ്ട്രെയിറ്റ് ആക്കിയിട്ട് ഇത്ര പഞ്ഞി വേണം, കാരണം ഫുട്ടേജിന് വേണ്ടിയിട്ടാണ്. 2 ആകുമ്പോഴേക്കും കട്ടാവുക. അടൂർ സാറും ട്രൈ ചെയ്യും, ഇത് പൊട്ടും. അപ്പോൾ ഞാൻ അങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ നോക്കട്ടെ. അങ്ങനെ അദ്ദേഹത്തിന് പിന്നെ ക്ഷമ ഭയങ്കരമായിട്ടുള്ളതുകൊണ്ട് കുറേ നേരം തിരിച്ച് ശരിയായിട്ട് വരും കുറേ നേരത്തിന് ശേഷം. അപ്പോൾ അദ്ദേഹം പറയും, ഇത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞു, അത് ശരി, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതൊന്നും പറയാനും പറ്റില്ല. ഞാൻ ശരി സാർ, ഇത് എത്ര കഴിഞ്ഞിട്ടാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മൊത്തം ഫുട്ടേജ് തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീണ്ടും ഞാൻ ട്രൈ ചെയ്ത് കിട്ടില്ല. വീണ്ടും ഞാൻ പറയും, സാറും വീണ്ടും കുറേ നേരം ഇത്രയേ ഉള്ളൂ, ശരി. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഒരു നൈറ്റ് മെയർ. അപ്പോൾ ഞാൻ രാവിലെ നേരത്തെ എണീക്കും, എപ്പോൾ എല്ലാവരും എണീക്കിട്ട് എൻ്റെ 1 മണിക്കൂർ മുമ്പ് എണീറ്റിട്ട് ഞാൻ ഡെയിലി ഇതിങ്ങനെ അതിരിക്കും. അതായിരുന്നു എൻ്റെ ഒരു ഇത്. പിന്നെ ഏറ്റവും എനിക്ക് വളരെ സന്തോഷം തോന്നി, അല്ലെങ്കിൽ എനിക്ക് തോന്നിയൊരു, നമ്മുടെ ലൈഫിനെ വേറൊരു രീതിയിൽ, എനിക്ക് തോന്നുന്നു എവരിബഡി ഈസ് ഓക്കെ വിത്ത് ബീങ് ഹംബിൾ, ബട്ട് നമ്മൾ ഇവിടെ ഇത്രയോ ബഹളം വെച്ചിട്ട് ലൊക്കേഷനിലും ഇപ്പം ഞാൻ സ്റ്റുഡിയോ പഠിക്കുമ്പോഴൊക്കെ പല ഷൂട്ടിങ്ങും കണ്ടിട്ടുണ്ട്. ഷൂട്ടിങ്ങിൽ ഞാൻ അഭിനയിക്കുന്ന ആദ്യമായിട്ടാണല്ലോ. പക്ഷേ അപ്പോൾ ഭയങ്കര എല്ലാ ബഹളവും വെച്ച് നിൽക്കുമ്പോഴും ഇവിടെ വളരെ ശാന്തമായി കുറച്ച് പേര്, അടൂർ സാറും മങ്കട സാറും ഒക്കെ അവർ വിശ്വസിക്കുന്ന സിനിമയിൽ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ദേ ആർ എൻജോയിങ് ദേ വർക്ക് ആൻഡ് ഡൂയിങ്. അത് ഭയങ്കരമായിട്ട് എന്നെ ഇമ്പാക്റ്റ് ഉണ്ടായിരുന്നു. ആൻഡ് വെരി സിമ്പിൾ ആൻഡ് വെരി ഹംബിൾ. ആൻഡ് ഞാൻ ആക്ച്വലി നമ്മൾ ഈ ലഞ്ച് ബ്രേക്കിന് എല്ലാവരും ക്യൂവിൽ നിൽക്കുമ്പോൾ ഞാൻ ആക്ച്വലി നോക്കുന്നത് അടൂർ സാറും മങ്കട സാറും ഒക്കെ എവിടെ എന്നുള്ളതാണ്. കാരണം ഇതെല്ലാ ലൈറ്റ്മാൻമാരും നിൽക്കണു ക്യൂവിൽ, ഇവരെവിടെയാണ് നോക്കുമ്പോൾ അവരുടെ ഇടയിൽ നിൽക്കുന്നുണ്ട് ഇവർ. അപ്പോൾ ദാറ്റ് വാസ് സംതിങ് ന്യൂ ഫോർ മീ. അങ്ങനെയായിരുന്നു അത് തിങ്. സോ യു ലേൺ മോർ അബൌട്ട് ലൈഫ് എന്നുള്ള രീതിയിൽ. ബേസിക്കലി ഞാൻ അങ്ങനെ ഒരു വ്യക്തിയാണ്, ബട്ട് ഇറ്റ് സ്റ്റിൽ കുറച്ചും കൂടി നമ്മളെ ഒന്ന് ഇതാക്കണം. അപ്പോൾ അതൊരു ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. ഇതിനൊപ്പം ആഡ് ഓൺ ചെയ്യുകയാണെങ്കിൽ, ഞാൻ നേരത്തെ ഇതിന് ശേഷം ചോദിക്കാതിരുന്നതാണ്, പക്ഷെ ഉത്തരം നേരത്തെ വന്നു. രാജീവ് സാറിൻ്റെ അസിസ്റ്റൻ്റായി പോയത്, ഈ വിഷ്വലിൽ ഭയങ്കര ഹൈ കിട്ടിയിരുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി കഴിഞ്ഞ് സിനിമാറ്റോഗ്രഫിയിൽ ഒരു ഡിപ്ലോമ ചെയ്യുന്നു, രാജാൻ അസിസ്റ്റൻ്റായി പോകുന്നു, അവിടെ നിന്ന് സിനിമയിലോട്ട് വരുന്നു. അഭിനയം ഓക്കെ, മെയിൻ അഭിനയമാണെങ്കിൽ കൂടി ഈ സിനിമാറ്റോഗ്രഫിയിലൊരു കിക്ക് ഉണ്ടായിരുന്നില്ല ശരിക്കും. ഇപ്പോൾ ഞാൻ കോളേജ് പഠിക്കുമ്പോൾ ഫോട്ടോസ് എടുക്കുമായിരുന്നല്ലോ. അപ്പോൾ ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എങ്ങനെയെങ്കിലും സിനിമയിൽ കയറണം, എങ്ങനെയെങ്കിലും അഭിനയിക്കണം. അപ്പോൾ വീട്ടിൽ നിന്ന് നോക്കിയപ്പോൾ സമ്മതിക്കില്ല. അങ്ങനെ ആക്ച്വലി ഞാൻ ഫാസിൽ സാറിനെ കാണാനിടയായി. അത് ഞങ്ങളുടെ ഒരു ഫാമിലി തൊട്ടടുത്ത് നെയ്ബേഴ്സ്, അവർ ഫാസിൽ സാറിനായിട്ട് ഭയങ്കര ക്ലോസ് ആയിരുന്നു. ലൈലാൻറ്റി എന്ന് പറയും. അപ്പോൾ ആൻറ്റിയും അവരുടെ മകൻ റിസ്വിനായിട്ട് ഫ്രണ്ടായിരുന്നു. അപ്പോൾ അവർ ഇങ്ങനെ ഫാസിൽ സാറിനെ കാണാൻ പോകുമ്പോൾ ഞാൻ ആദ്യമായിട്ട് കാണാൻ പോകും. അപ്പോൾ കണ്ടപ്പോൾ ഞാൻ ഇങ്ങനെ ഇതിനെക്കുറിച്ചിട്ട്, അപ്പോൾ റിസ്വിൻ എന്തോ പറഞ്ഞു ഇവൻ എഴുതുന്നു. ഞാനപ്പോൾ ചെറുതായിട്ടൊക്കെ എന്തൊക്കെ എഴുതുമായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് ഇങ്ങനെ ഡയറക്ഷൻ പഠിച്ചില്ല. അപ്പോൾ ഫാസിൽ സാറാണ് പറയണത്, അങ്ങനെയാണെങ്കിൽ ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കാനാണെങ്കിൽ അങ്ങനെ വല്ലതും പഠിക്കില്ലേ നല്ലത്, ക്യാമറ. അത് നോക്കുമ്പോൾ ഞാൻ ആവശ്യത്തിന് ഫോട്ടോസ് എടുക്കും. പുള്ളിയും പറഞ്ഞിരുമ്പോൾ ഫോട്ടോസ് എടുക്കും. അങ്ങനെയാണത് പറഞ്ഞത്. അപ്പോൾ അതെനിക്കൊരു പ്ലസ് ആയിരുന്നു. അങ്ങനെയാണ് ഞാൻ സിനിമാറ്റോഗ്രാഫിക്ക് അപ്ലൈ ചെയ്യുന്നത്. പൂന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞാൻ ഡയറക്ഷൻ അപ്ലൈ ചെയ്തു, അത് മിസ്സായി, കിട്ടിയില്ല. അടയാറിൽ ചെന്നൈയിൽ ഞാൻ ക്യാമറയ്ക്ക് അപ്ലൈ ചെയ്തു. അപ്പോൾ അത് കിട്ടി. ആൻഡ് ഐ ഹാഡ് അതുകൊണ്ട് ഗുണം ചെയ്തു അത്. ബിക്കോസ് എനിക്കൊരു റൂംമേറ്റും ഉണ്ടായിരുന്നു, സലിൽ എന്ന് പറഞ്ഞിട്ട്, കൊല്ലത്തുകാരനായിരുന്നു. സിനിമേനെ വേറൊരു രീതിയിൽ കാണുന്നൊരു ആളാണ്. ഞങ്ങൾ പല വർഷങ്ങളായി സിനിമ ചെയ്യാൻ ശ്രമിക്കുന്നു. സലിൽ ഇപ്പോൾ US-ലാണ്. അപ്പോൾ ചിലപ്പോൾ അധികം താമസിയാതെ നടക്കുമായിരിക്കാം. ഞാൻ പുള്ളിയുടെ ക്യാമറമാനായിരുന്നു. ഞാൻ പുള്ളിയുടെയാണ് ആദ്യം ക്യാമറമാനാണ്. ആൻഡ് അത്ര എളുപ്പമല്ല പുള്ളിയുടെ ക്യാമറമാനാവാൻ. അത്
ഹി വാസ് വെരി ഷുവർ അബൌട്ട് ഫിലിം മേക്കിംഗ് ഈവൻ ദെൻ. അപ്പോൾ അങ്ങനെ ഒരു കക്ഷിയായിരുന്നു. പക്ഷെ എനിക്കൊരു ടേണിംഗ് പോയിൻ്റ് ആയിരുന്നു ഈ രാജീവ് സാറിൻ്റെ അസിസ്റ്റൻ്റ്. കാരണം ഗുരുനാഥൻ അറിയാം എൻ്റെ പ്രശ്നം എന്താണെന്നുള്ളത്. ഞാൻ സാറിൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് എൻ്റെ അടുത്ത് എല്ലാ അസിസ്റ്റൻസും കൂട്ടുകാരൊക്കെ പറഞ്ഞു രാജീവ് മേനൻ്റെ അസിസ്റ്റൻ്റായിട്ട് അഥവാ ചാൻസ് കിട്ടുമ്പോൾ ഇൻ്റർവ്യൂവിന് പോയിട്ട് മണ്ടത്തരം പറയരുത്, അഭിനയിക്കാൻ താല്പര്യമുണ്ട്. കാരണം എത്രയോ പേര് ട്രൈ ചെയ്യാണ്. അപ്പോൾ ഡോണ്ട് സേ ദാറ്റ്. അപ്പം ഞാൻ പക്ഷേ അദ്ദേഹത്തിനായിട്ട് സംസാരിച്ചു എല്ലാം കഴിഞ്ഞിട്ട് അവസാനം പറഞ്ഞു സാർ എനിക്കൊരു ചെറിയ പ്രശ്നമുണ്ട്. പറയൂ. ഞാൻ പറഞ്ഞു എനിക്ക് അഭിനയിക്കാനാണ് ഇഷ്ടം. പുള്ളി കുറേ നേരം സംസാരിക്കുന്നുണ്ട് അടുത്ത്. ഇത് കേട്ടപ്പോൾ ആകെ ഞാൻ വിളിച്ച് പോയി. പുള്ളി പറഞ്ഞു ഡോണ്ട് ചേസ് 2 റാബിറ്റ്സ് അറ്റ് ദ സെയിം ടൈം. രണ്ടും മിസ്സാവും. യു ബിക്കം എ ക്യാമറമാൻ. ഞാൻ നിന്നെ ക്യാമറമാൻ ആക്കാം, എന്നിട്ട് നീ ഡിസൈഡ് ചെയ്യുന്നു. അങ്ങനെയാണ്. അപ്പോൾ അതെനിക്ക് ഭയങ്കര പ്ലസ് ആയിരുന്നു. പിന്നെ എനിക്ക് ചെന്നൈയിൽ പോയിട്ട് അങ്ങനെ ഒരു ഫാമിലി, രാജീവ് മേനൻ സാറും രാജീവ് സാറിൻ്റെ വൈഫ് ലത മാം, രാജീവ് സാറിൻ്റെ അമ്മ കല്യാണി മാം, രാജീവ് സാറിൻ്റെ ബ്രദർ കരുൺ മേനൻ, ഇവരൊക്കെ ഒരു ഫാമിലി പോലെയായിരുന്നു. അപ്പോൾ എനിക്കത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. സിനിമയായിട്ടൊരു ലിങ്കും ഇല്ല. ആൻഡ് യു ഹാവ് എ ഗുരു. ആൻഡ് അദ്ദേഹവും അങ്ങനെയാണ്. ഫാമിലി ഒരു എപ്പോൾ വേണമെങ്കിലും വീട്ടിൽ കയറാം, അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡുള്ള ഒരാളാണ്. വന്ന ഉടനെ ഭക്ഷണം കഴിക്കും, അങ്ങനെ ഒരു ഇതാണ്. അപ്പോൾ അതെനിക്ക് വളരെ ഇമോഷണലി ഭയങ്കരമായിട്ട് എന്നെ ഹോൾഡ് ചെയ്തിരുന്നു. എന്നിട്ട് 2 വർഷം ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് 2 തവണ റിസൈൻ ചെയ്തിരുന്നു. ഞാനിങ്ങനെ സിനിമ ചാൻസ് അന്വേഷിക്കാൻ വേണ്ടി സ്ക്രീൻ ടെസ്റ്റിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പോയി. ഒന്നും നടക്കില്ല, തിരിച്ച് വീണ്ടും വരും. അങ്ങനെ 2 വർഷം കഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യും, നീ പോയിട്ട് 2 വർഷം ട്രൈ ചെയ്യും, എന്നിട്ട് തിരിച്ചു പോവാം. ഞാൻ ഇത്തവണ ഞാൻ തിരിച്ചു വരില്ല സാർ പക്ഷേ എന്നൊക്കെ പറഞ്ഞിട്ട് പോയിട്ടാണ് അതിൻ്റെ ഇടയിലാണ് ഫോർ ദ പീപ്പിൾ നടക്കുന്നത്. അപ്പോൾ ദാറ്റ് വാസ് എ വെരി രാജീവ് സാറിൻ്റെ കൂടെ ഇറ്റ് വാസ് എ വെരി ബിഗ് ടേണിംഗ് പോയിന്റ് ഫോർ മീ. യാ. അതിൽ ഈ സിനിമാറ്റോഗ്രഫിയിലുള്ളൊരു ഇഷ്ടം പറഞ്ഞല്ലോ, അതിൽ നിന്നെ ഒരു ക്യാമറമാൻ ആക്കാം. ആക്ച്വലി രാജീവ് സാറ് എല്ലാവരുടെ അടുത്തും എന്നെ പറ്റി അങ്ങനെ പറഞ്ഞിരുന്നു ആ സമയത്ത്. ഇങ്ങനെ എന്തിനാണ് ഇയാൾ നല്ലൊരു ക്യാമറമാൻ ആവാൻ പോവാണ്, എന്തിനാണ്. അപ്പോൾ ഞാൻ രാജീവ് സാറിന് സാർ എന്നെ എൻകറേജ് ചെയ്തില്ലെങ്കിലും ഡിസ്കറേജ് ശരി എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി വാസ് കൺസേൺഡ്, അത്രയേ ഉള്ളൂ. എല്ലാവരും കൺസേൺഡ് ആയിരുന്നു. ഞാൻ ഈ സ്ക്രീൻ ടെസ്റ്റിന് പോകുമ്പോൾ എല്ലാവരുടെ അടുത്തും ഞാൻ രാജീവ് സാറിൻ്റെ അസിസ്റ്റൻ്റാന്ന് പറയുമ്പോൾ ഉടനെ അവർ വിളിക്കും ഇൻ്റർവ്യൂവിന് അല്ലെങ്കിൽ ഇതിന്. കാരണം ക്യാമറ സൈഡിലാണല്ലോ. പക്ഷേ എല്ലാ ഡയറക്ടേഴ്സും, ഞാൻ പറഞ്ഞത് പല ഡയറക്ടേഴ്സും, മലയാളത്തിൽ ഇഷ്ടംപോലെ ഡയറക്ടേഴ്സും തമിഴിലും കുറേ ഡയറക്ടേഴ്സും ഞാൻ പോയി കണ്ടിട്ടുണ്ട്. ഈ ചാൻസ് അന്വേഷിച്ച് നടക്കലുണ്ടല്ലോ ഇഷ്ടംപോലെ. നീ വളരെ കുറച്ച് പേരെ കാണാത്തുള്ളൂ. അപ്പോൾ പലവരും ഈ ക്യാമറ മാൻ ആയതുകൊണ്ട് അവരെല്ലാവരും പറഞ്ഞിരുന്നു പിന്നെ എന്തിനാ അഭിനയിക്കാൻ പറ്റുന്നതാണ്, ഡോണ്ട് ഡു സംതിങ് സ്റ്റുപ്പിഡ്, നിങ്ങളത് വിടാൻ. അപ്പം അത് പ്രശ്നമായി. പിന്നെ ഞാൻ പറയൽ നിർത്തി. കാരണം ഇനിയിപ്പോൾ അത് പ്രശ്നമാവണ്ട, അല്ല ഞാൻ പറയാം. അപ്പോൾ അതാണ് എല്ലാവരുടെയും ആറ്റിറ്റ്യൂഡ്. അത് തന്നെയാണ് അദ്ദേഹത്തിനും ഉണ്ടായിരുന്നത്. എന്തിനാണ്. പക്ഷേ എനിക്കത് അതുപോലെ അല്ലാതെ വ്യത്യസ്തമായി ചിന്തിച്ചതാണ് ജയരാജ് സാർ. അതുകൊണ്ട് എൻ്റെ ഒരു ഫോട്ടോ കണ്ട് ഇയാൾ ആരാണെന്ന് പറഞ്ഞപ്പോൾ ഇയാളുടെ പേര് സുനിൽ എന്നാണ്, ഇയാൾ ക്യാമറമാനാണ്, രാജീവ് മേൻ്റെ അസിസ്റ്റൻ്റാണെന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്ക് ക്യാമറമാന് അഭിനയിക്കാൻ ആഗ്രഹം, എന്നാൽ അയാളൊന്ന് കാണും. അതുകൊണ്ടാണ് ഫോർ ദ പീപ്പിളിൽ മീൻസ് ഒരു ചാൻസ് കിട്ടിയത്. അല്ല ഞാൻ പറയാം ഓരോരുത്തർ അതിനെ കാണുന്നത് അല്ല ഞാൻ പറയാം. അല്ല ഫോർ ദ പീപ്പിൾ വരുമ്പോഴാണെങ്കിലും രാജൻ മാത്യു ആവട്ടെ, എൻ്റെ സിനിമയുടെ സെറ്റിംഗ് ആവട്ടെ, വിഷ്വലി അതിലൊരു പുതിയ സ്റ്റൈലാണല്ലോ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളത്. അത് ഈ ഹാൻഡ് ഹെൽഡ് മൂവ്മെന്റ്സ്. അതെ. ആക്ച്വലി ജയരാജ് സാർ അതിൽ ക്യാമറ വർക്ക് ചെയ്യാൻ കൂടി വിളിച്ചതാണ് എന്നെ. അടിപൊളി. അതറിയത്തില്ലായിരുന്നു. ജയരാജ് സാറ് ഞാൻ പറഞ്ഞില്ലേ സാർ ഞാൻ അഭിനയമോഹമായിട്ട് അവന് പറഞ്ഞു എന്നാൽ വേറെ രാജീവിൻ്റെ ഇതിൽ ടീമിലാരെങ്കിലും. അങ്ങനെയാണ് ഞാൻ രാജശേഖർ സാറിനെ വിളിച്ചിട്ട് സീനിയറാണ്, സൂപ്പർ സീനിയറാണ് രാജശേഖർ. എനിക്ക് പേഴ്സണലി അധികം അറിയില്ലായിരുന്നു. അദ്ദേഹം ജയരാജ് സാർ എന്ന് പറഞ്ഞാൽ ദേശാടനം കാരണം ഞാൻ പണ്ടറയെന്നൊക്കെ പറഞ്ഞു. പുള്ളിക്ക് അറിയില്ലായിരുന്നു ഫോർ ദ പീപ്പിൾ ഇത് മറ്റേ കമേഴ്ഷ്യൽ. പക്ഷെ അത് ഭയങ്കര ഒരു ട്രെൻഡ് സെറ്ററായിരുന്നു. പിന്നെ അപ്പോൾ അതേ ടീമിനെയാണ് രാജീവ് സാറിൻ്റെ കൂടെയുള്ള ആൻ്റണിയാണ് എൻ്റെ എഡിറ്റർ. ഇവരെ രണ്ടുപേരും ഗജനി ഉണ്ടായിരുന്നു. അല്ല കാക്കയായിരുന്നു. ശേഷം കറക്റ്റ്. അപ്പോൾ അവരൊരുമിച്ചുണ്ടായിരുന്നു. അതൊരു ഭയങ്കര ഒരു. അപ്പോൾ പിന്നെ ഞാനതിൽ 4 പേരിൽ ഒരാളായിട്ടാണ് എന്നെ കാസ്റ്റ് ചെയ്തത്. ഫോർ ദ പീപ്പിൾ ഗ്യാങ്ങിലായിരുന്നു. ഫോർ ദ പീപ്പിൾ ഗ്യാങ്. അതാണ് ഭയങ്കര ഹാപ്പി ആയിട്ട് ഞാൻ
വളരെ ഹാപ്പി ആയിട്ടാണ് വന്നത് ഞാൻ. ആക്ച്വലി അതിന് തൊട്ട് മുമ്പ് ഞാൻ ഈ ചാൻസ് അന്വേഷിച്ച് രാജീവ് സാറിൻ്റെ അടുത്ത് വിട്ടു. ഫോർ ദ പീപ്പിൾ ഷൂട്ടിംഗ് തുടങ്ങേണ്ട 1 മാസം മുമ്പ് 2 മാസം മുമ്പ് രാജീവ് സാർ വിളിച്ചു, എവിടെയാണെന്ന് ചോദിച്ചിട്ട്. വാട്ട് ഡു യു ഡൂയിങ്? ഞാൻ പറഞ്ഞു ജോബ്ലെസ്, ചാൻസ് അന്വേഷിച്ച് നടക്കണു. ഞാനൊരു ഫിലിം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, ഫ്രീ ആണെങ്കിൽ അസിസ്റ്റൻ്റായിട്ട്. ഞാൻ പറഞ്ഞു പിന്നെന്താ സാർ വരാമെന്ന് പറഞ്ഞിട്ട് ഒരു ഇന്ത്യൻ ഇംഗ്ലീഷ് ഫിലിമുണ്ട്, മോർണിംഗ് രാഗ എന്ന് പറഞ്ഞിട്ട്. മഹേഷ് ദത്താനി എന്ന് പറഞ്ഞ ഡയറക്ടറായിരുന്നു. ഷബാന ആസ്മിയാണ് അതിൽ ലീഡ് റോൾ. അപ്പോൾ അതിൽ ഞാൻ വർക്ക് ചെയ്യായിരുന്നു ആന്ധ്രയിൽ, ഒരു രാജമന്ത്രി എന്ന് പറഞ്ഞ സ്ഥലത്ത്. അപ്പോൾ അവിടുന്നാണ് ഞാൻ അന്ന് ലൈറ്റ് പീറ്ററാണ് ഈ പോകുന്ന സമയമായി. ഞാൻ കറക്റ്റ് ഷബാന ആസ്മിൻ്റെ അടുത്ത് നായകൻ, ആ പടത്തിലെ നായകൻ ബ്ലെസ്സിങ് മേടിക്കുന്ന സീനാണ്. അപ്പോൾ അതിന് ലൈറ്റിങ് ചെയ്തിരിക്കുക, ബ്ലെസ്സിങ് ലൈറ്റിംഗ് ഒക്കെ ചെയ്ത് എനിക്ക് പോകാൻ സമയമായി, ട്രെയിനിന് സമയമായി. ഞാൻ ശരിക്കും ബ്ലെസ്സിങ്. ഞാൻ പറഞ്ഞു വാട്ട് യു ഡൂയിങ്? ഞാൻ പറഞ്ഞു ഇല്ല മാം, ഞാൻ അഭിനയിക്കാൻ പോവുകയാണ്, എന്നെ ബ്ലെസ് ചെയ്യണം. അപ്പോൾ അവർ ചോദിക്കുന്നത് രാജീവ് വാട്ട് ഈസ് ഈ സേയിങ് എന്നൊക്കെ പറഞ്ഞു. ഈസ് ഗോയിങ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ അവിടുന്ന് അനുഗ്രഹം മേടിച്ചു. ലൈറ്റ് മീറ്ററൊക്കെ രാജീവ് സാറിന് കൊടുത്തു, സാർ അനുഗ്രഹിക്കണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ ബാഗൊക്കെ എടുത്ത്. അപ്പോൾ അന്ന് ഇത് കഴിഞ്ഞ് ഞാനപ്പോൾ റൂം പോയി നല്ല താടിയൊക്കെ ഈ വെയിലത്ത് ഷൂട്ടിങ്ങും ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ കോളേജ് സ്റ്റുഡൻ്റ് അല്ലേ, അപ്പോൾ സ്റ്റബിൾസൊക്കെ വെച്ച് തിരിച്ചെത്തി കൊച്ചിയിലെത്തി. വന്ന് നിന്ന ഉടനെ ജയരാജ് സാർ വന്നിട്ട് ഹേയ് തൻ്റെ മീശ എവിടെയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കോളേജ് സ്റ്റുഡൻ്റ് അല്ലേ സാർ, എന്തിനാ മീശ? അല്ലല്ല നിങ്ങൾ കമ്മീഷണർ ഓഫ് പോലീസാണ്. ഞാൻ ഉടനെ ബാഗ് എടുത്തു. ഞാൻ ബാഗായിട്ട് നോക്കി. ഞാൻ പറഞ്ഞു അല്ല സാർ, ആ പടത്തിൻ്റെ പകുതിയിൽ ഞാൻ എത്തിരിക്കുക, അല്ലെങ്കിൽ ആ പടം, കാരണം എനിക്ക് ആകെ വിഷമായി. ഈ 4 നായകന്മാർ 4 പേരിൽ ഒരാൾ എന്നൊക്കെ പറഞ്ഞു ഈ പോലീസ് പോലീസ് തമാശ കളിക്കില്ല, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ പറഞ്ഞു സാർ എൻ്റെ ഏജ് ഒരു പ്രശ്നമാണ്. പുള്ളി ഉടനെ ഫോൺ ചെയ്തിട്ട് സംസാരിച്ചു, കറക്റ്റ് ഏജ് പ്രശ്നമാണ്, നമുക്ക് കമ്മീഷണർ ഓഫ് പോലീസ് വരില്ല. ഞാൻ ഹൗ SP ആക്കാണ്. അങ്ങനെ SP സാർ മീശ, മീശ മലയാള സിനിമയില്ല, മീശ അല്ലാണ്ട് നോക്കാം. അങ്ങനെ ഭയങ്കര ഫ്ലെക്സിബിൾ. എന്നിട്ട് വേറൊന്നും കൂടി പറഞ്ഞു, നല്ലോണം ആംസൊക്കെ ശരിയാക്കണം, ഇത് നാളെ ഷൂട്ടിംഗ് തുടങ്ങുക. ഞാൻ നോക്കി സാർ ശരി. അപ്പോൾ അങ്ങനെ. പക്ഷെ അത് കഴിഞ്ഞിട്ട് എന്ത് പറ്റിച്ചാൽ അന്ന് ഇതാണ് ചില അപ്പിയറൻസുകൾ. ഞാൻ ആദ്യമായിട്ട് പോയി ക്രൂ കട്ട് ചെയ്തു. ക്രൂ കട്ട് ചെയ്തപ്പോൾ പിന്നെ എനിക്ക് തീരെ കോൺഫിഡൻസ് ഇല്ല, നമ്മൾ പോയി ആലോചിച്ചിട്ട് തന്നെ അല്ലേ SP ചെയ്യണു. ക്രൂ കട്ട് ചെയ്ത് ഞാൻ കണ്ണടച്ച് ഇങ്ങനെ ഇരിക്കുക. എല്ലാം കഴിഞ്ഞ് ഇങ്ങനെ നോക്കിയപ്പോൾ നമുക്കൊന്ന് എന്നെ ആദ്യമായിട്ട് അങ്ങനെ കാണുന്നു. അത് കൊള്ളാലോ, ഇതിലെന്തെങ്കിലും പറ്റും ചെയ്യാൻ, നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് വളരെ കോൺഫിഡൻ്റായി വന്ന് ഇവരെയൊക്കെ കണ്ടു. മറ്റേ അരുൺ, പത്മകുമാർ, അർജുൻ, എല്ലാവരും 6 അടി 1 ഇഞ്ച് പൊക്ക, ഞാൻ 5 8. അപ്പോൾ എന്താ ക്യാരക്ടർ? ഞാൻ പറഞ്ഞു പോലീസ് ക്യാരക്ടറാണ്. അപ്പോൾ അവർ പറയുക നിങ്ങളാണ് ഞങ്ങളെ പിടിക്കാൻ പറ്റുന്നത് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതെ, എല്ലാവരും നല്ല പൊക്കണ്ടേ, ക്യാരക്ടർ തെറ്റിയതായിരിക്കും, അത് പോലീസ് ഓഫീസർ വലിയ ഒരു ഞങ്ങളെ പിടിക്കാൻ വരുന്ന ഒരു പോലീസ് ഓഫീസർ. ഞാൻ പറഞ്ഞു അല്ല ഞാൻ തന്നെയാണ്. അപ്പോഴേക്കും കോൾ വന്നു. ജയരാജ് സാർ വന്നിട്ട് പറഞ്ഞു സുനിൽ ഒരു ചെറിയ പ്രോബ്ലം ഉണ്ട്, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഇത്, പലർക്കും കോൺഫിഡൻസ് ഇല്ല നിങ്ങൾക്കത് ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ ഒന്ന് റൂമിലേക്ക് വരണം, ഒന്ന് സ്ക്രീൻ ടെസ്റ്റ് ചെയ്യണം. ഞാൻ പുള്ളി പറഞ്ഞു ആദ്യമായിട്ടാണ് ഞാനൊരു ആർട്ടിസ്റ്റിനെ കാസ്റ്റ് ചെയ്തതിന് ശേഷം ഇങ്ങനെ വരുന്നത്. ഞാൻ ആഘോഷമായി, കാരണം ഞാൻ ആദ്യം നമ്മൾ നാളെ രാവിലെ ഷൂട്ടിംഗ് തുടങ്ങണേ, തലേന്ന് രാത്രി നിന്നപ്പോൾ ആ റൂമിൽ വലിയ കുറേ പേര്, സബുച്ച് പ്രൊഡ്യൂസറും ഫ്രണ്ട്സും ക്യാമറമാൻ അസിസ്റ്റൻസും ഡയറക്ടർ അസിസ്റ്റൻസും ജയരാജ് ഒരു മൂലയ്ക്ക് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. എന്തോ ഒരു ഡയലോഗും തന്നു. ഞാൻ എന്തോ ചെയ്തു. ബ്ലെസ്സിയേട്ടനായിരുന്നു അസോസിയേറ്റ്. ബ്ലെസ്സിയേട്ടനൊക്കെ രസമായിരുന്നു. ബ്ലെസ്സിയേട്ടൻ എന്നാ ഹൈറ്റ് എത്രയാണ്? ഞാൻ പറഞ്ഞു 5'8". 5'8" ഇല്ലല്ലോ. ഞാൻ പറഞ്ഞു ഉണ്ട് സാർ, നീ പറയണതുണ്ടായിരുന്നു സാർ എന്നൊക്കെ പറയണം. പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ എന്നിട്ട് എന്തോ ചെയ്തു. അപ്പോൾ എന്നിട്ട് ജയരാജ് സാർ പുറത്ത് വന്നിട്ട് പറഞ്ഞു ഇങ്ങനെ ഇയാൾ SP രാജൻ, ഇയാൾ ഭയങ്കര ഷാർപ്പാണ്, ഷാർപ്പ് ലുക്സാണ് ഇയാളുടെ, വളരെ സ്ട്രിക്റ്റ് ഇൻ ഹിസ് വർക്ക്, അത്ര ഓർത്താൽ മതി. പിന്നെ ഒന്നുകൂടിയും ചെയ്യിപ്പിച്ചു എന്തോ. അപ്പോഴും ഞാൻ എന്തോ ഒന്ന് ചെയ്തു. അപ്പോൾ പുള്ളി ഒന്ന് പറഞ്ഞു രണ്ടാമത് ചെയ്ത പോലെ നമുക്കൊന്ന് മെയിൻറ്റെയിൻ ചെയ്യും. അങ്ങനെയാണ് അതിലേക്ക് ഓരോരോ നല്ല പരീക്ഷണങ്ങളും ഇൻട്രസ്റ്റിംഗ് ആയ. ദാറ്റ് വാസ് എ ബിഗ് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ ടെൻഷനും പിന്നെ എല്ലാവരും ന്യൂ കമ്മേഴ്സ്, പക്ഷേ ന്യൂ കമ്മേഴ്സ് ആർട്ടിസ്റ്റുമാർ. മറ്റേത് ജയരാജ് സാറാണ്. നമുക്ക് ഒന്നാമത് എന്ത് ശരിയാണോ അറിയില്ല, ഒന്നും തെറ്റാണെന്ന് അറിയില്ല, നമ്മൾ ഒരു ഗട്ട് ഫീലിങ്ങിൽ പോവാണ്. അതിൽ ഭയങ്കര മെമ്മറബിൾ മൊമെന്റ് ഇവന്മാര് വീട്ടിലിരുന്നാണ്
ആ ഒരു ചെയ്യുന്നതെന്ന് sequence പറഞ്ഞപ്പോഴേക്കും അപ്പോൾ നമുക്ക് wife നെ തിയേറ്ററിൽ ഒരു നടത്തരുത് ഞാൻ അങ്ങനെ കോറിഡോർ കൂടെ വഴി ഒരു ബ്ലാക്ക് ടീഷർട്ടും ഒരു വൈറ്റ് പൈജാമ ഇട്ടിട്ട് ഇങ്ങനെ തിയേറ്ററിൽ ഇങ്ങനെ ഫീല് കിട്ടാം ജനങ്ങൾക്കുള്ള സാധനം അത് എനിക്ക് ഭയങ്കര മെമ്മറബിൾ സ്ക്രീൻ മൊമെന്റ്. സിസ്റ്ററിന്റെ അടുത്ത് ബർത്ത്ഡേ സിസ്റ്ററിൻ്റെ അടുത്ത് പാർട്ടിയിലെ പോയിട്ട് വിളിക്കുന്നത് ഒരു രസമായിരുന്നു അത്. അല്ല അത് നല്ല രസമുള്ള മൊമെന്റ് ആയിരുന്നു. ഞാനത് ഇവിടെ കൊച്ചിയിൽ നിന്നാണ് കാണുന്നത്. കൊച്ചിയിലെ സരിത സവിത സംഗീതമാണ് ചെന്നു. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് 1-2 ഫ്രണ്ട്സിൻ്റെ സുഗീതൊക്കെ ഉണ്ടായിരുന്നു, ഡയറക്ടർ സുഗീതൊക്കെ ഉണ്ടാവും ഇരുന്നു. വേറെ എൻ്റെ ഈ സലിലുണ്ട് എൻ്റെ ക്ലാസ്മേറ്റ്. അങ്ങനെ പടം തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് ഞാൻ നേരെ ഓടി തിയേറ്ററിൻ്റെ നേരെ മുമ്പിലേക്ക് ഓടി സ്ക്രീനിൻ്റെ മുമ്പിൽ നിന്നു. ടുവേർഡ്സ് ദി ഓഡിയൻസ് ഫേസ് ചെയ്തു. അപ്പം ഫ്രണ്ടിൽ 1-2 സീറ്റിൽ 2-3 സീറ്റിൽ ആരുമില്ല. ആ സീറ്റിൻ്റെ മുകളിൽ കയറി നിന്നു, എൻ്റെ ഓഡിയൻസിനെ നോക്കി നിന്നു. ജസ്റ്റ് ഒന്ന് അവിടുന്ന് ആദ്യമായിട്ടാണ് അങ്ങനെ കാണുന്നത്. അപ്പോൾ ആരൊക്കെ എന്തൊക്കെയോ പറയുന്നുണ്ട്, ഇരിക്കടാ എന്തൊക്കെയോ പറയുന്നുണ്ട്. കാരണം സ്ക്രീൻ തുടങ്ങിയിട്ടൊന്നുമില്ല, പടം തുടങ്ങി ആയിരുന്നു. ഒന്ന് പ്രാർത്ഥിച്ചു, എന്നിട്ടാണ് വന്നിരുന്നിട്ട് തുടങ്ങി. പിന്നെ പടം വാസ് എ വെരി ബിഗ് ട്രെൻഡ് സെറ്റർ ആയിരുന്നു. അതെ അതെ, പാട്ടുകളായിട്ടും ഞാനതിൽ കണ്ടു. പിന്നെ തൃശ്ശൂരാണ് വീട്. അപ്പോൾ തൃശ്ശൂർ രാഗത്തിലും രാംദാസിലായിരുന്നു. അപ്പോൾ ചെല്ലുമ്പോൾ ഞാൻ ഇയാൾ കയറി വരുന്ന എൻ്റെ എൻട്രി വരുന്ന എൻ്റെ തൊട്ട് മുമ്പിലിരിക്കുന്ന 2 പേര് പറഞ്ഞിട്ട് അത് നോക്കിക്കോ ഇപ്പോൾ ഒരു തെണ്ടി കയറി വരുന്നു. ഞാൻ പതുക്കിങ്ങനെ ഇരിക്കുന്നുണ്ട് പിന്നെ. അപ്പോൾ കൂടെ ഉള്ളവൻ തെണ്ടി എന്നല്ല, അയാൾ മാന്യമായ ഒരു വാക്കാണ് പറഞ്ഞത്, കുറച്ചുകൂടി മാന്യമായ വാക്കുകളാണ് പറഞ്ഞത്. അപ്പം കൂടുതലും പറയുന്നത് നോക്കിക്കോ ഒരു ആഴ്ച കൂടി കഴിഞ്ഞാൽ ഈ എൻട്രിക്ക് ക്ലാപ്സ് കിട്ടുമെന്ന് പറഞ്ഞു. അതാണ് ഈ ജനങ്ങൾക്ക് ഇഷ്ടമാവുക എന്ന് പറയുന്നത്, ക്യാരക്ടേഴ്സിനോട് ഇഷ്ടമാവുക എന്ന് പറയുന്നത്. അതൊരു ഭയങ്കര സംഭവമായിരുന്നു. പക്ഷെ അതിനുശേഷം വീണ്ടും 1 വർഷം വീട്ടിലിരിക്കുകയായിരുന്നു. എനിക്ക് തോന്നി ക്ലാസ്മേറ്റ്സ് സെൻസേഷൻ ആവുന്ന സമയത്ത് എല്ലാവരും പറയും ഇത് ആ പുള്ളിയല്ലേ, പലർക്കും ഒരു മാറിപ്പോയത് എല്ലാവരും ഇയാളായിരുന്നു ഫോർദീപ്പുള്ള അച്ഛനും അമ്മയിലും പലർക്കും കിട്ടിയിട്ടില്ല. അത് ഞാൻ ആദ്യം വിചാരിച്ചു നല്ല രസം, പക്ഷെ അത് നല്ലതല്ല. അത് ഒരു സ്റ്റാറൊക്കെ ആയതിനു ശേഷം അങ്ങനെ വരുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ പലർക്കും അറിയുന്നില്ല. ഞാൻ തന്നെ എത്ര പേരെടുത്ത് പറഞ്ഞിട്ടുണ്ടെന്ന് അറിയൂ. ഞാനാണ് അത് അത് ഭയങ്കര മോശം. അതൊക്കെ ഭയങ്കര അമ്മ ക്ലാസ്മേറ്റ്സ് കാണുമ്പോൾ അമ്മ പറഞ്ഞു, അങ്ങനെ തൊട്ടടുത്തിരിക്കുന്ന ഒരു പറഞ്ഞു ഇത്ര ഇത് മറ്റേ അച്ചുവിൻ്റെ ഇജോ എന്ന് പറഞ്ഞ ആള് ചെയ്തത്. അപ്പം അമ്മ പറഞ്ഞു അയാൾ തന്നെയാണിത്. അപ്പോൾ അമ്മയുടെ അടുത്ത് ചോദിക്കുന്നത് ഉറപ്പാണ്, ഞാൻ ഇതെൻ്റെ മോനെ. അപ്പോൾ അതൊരു വ്യത്യാസം കാരണം അതൊരു ചില ക്യാരക്ടേഴ്സ് നമ്മൾ സ്ക്രീനിൽ ഇപ്പോൾ സിനിമ കാണുന്ന സമയത്ത് ചില ക്യാരക്ടേഴ്സ് സ്ക്രീനിൽ വരുമ്പോഴേ നമുക്കതിലൊരു പറഞ്ഞ കാണുന്നതിലൊരു ഡിലൈറ്റ് എന്നൊക്കെ പറയത്തില്ലേ, അവർ വരുമ്പോഴേ ഭയങ്കര ഹാപ്പിയാണ്, നമുക്ക് അവരെ കണ്ടുകൊണ്ടിരിക്കാൻ തോന്നും. അങ്ങനത്തെ ഒരു ക്യാരക്ടറായിട്ട് ഇജോനെ തോന്നുന്നു. വെരി ഫസ്റ്റ് സീൻ മുതൽ ഹർത്താലിൻ്റെ അവിടെ മുതൽ ഈ ലോറി ഓടിച്ച് സൈറ്റിൽ വരുന്നതാവട്ടെ. എന്താ വെച്ചാലേ നീ തോന്നുന്നത് ചില ക്യാരക്ടേഴ്സ് യു കാൺ ജഡ്ജ് ദം ആക്ച്വലി. അത് ആ റൈറ്റിങ്ങിൽ അങ്ങനെയാണ്, ഫ്രണ്ട്ലിയാണ്. യു ഡോണ്ട് റിയലി ഗെറ്റ് ദ ഫിലോസഫി, ബട്ട് ദെയർ ഫിലോസഫി വിൽ നെവർ ഹാം യു, വിൽ നെവർ ഒബ്ജക്റ്റ് യു. സോ യു ആർ ഇൻ ദാറ്റ്. അതൊക്കെ ആയിരിക്കാം. ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട് ഇങ്ങനത്തെ ചില ക്യാരക്ടേഴ്സ് എഴുതുമ്പോൾ. അപ്പോൾ വെറും ഫ്രണ്ട്ലി ആവണതിന് മാത്രമല്ല, ലൈക്ക് ഇൻ ദ നീഡ് ഓഫ് ആവശ്യമുള്ള കാര്യമാണ് അയാൾ ചെയ്യണത്, കുറച്ച് സ്മാർട്ടായിട്ടുള്ള രീതിയിൽ. എന്നാൽ അതിനൊരു ക്യൂട്ട്നെസ് ഉണ്ട്. അങ്ങനെ ഒരു എല്ലാം കൊണ്ടും ഒരു ബേസിക്കലി ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ളത് ദ വിമൻ ഓഡിയൻസ്. പലവർക്കും they need a friend or a man like Ijo, because it's very difficult to find. That makes him interesting. അത് പിന്നെ ഫുള്ളായിട്ട് എത്തുമ്പോൾ, ഒരു സ്റ്റേജ് എത്തുമ്പോൾ ഇയാളൊരു ഓർഫനാണെന്ന് അറിയുമ്പോഴത്തെ ഒരു സാധനം, ഇതാണ് വീണ്ടും ഞാൻ പറഞ്ഞത് തുടക്കത്തിലുള്ള സ്നേഹത്തിന്റെ ഇതന്നെയാണ്. സെയിം തിങ് ഈസ് ഇൻഡയറക്ട്ലി ദ മുരളി തിങ് ഓൾസോ. അതെ അതെ, ഉള്ളിലത്തെ ആ ഒരു സാധനം ഉണ്ടല്ലോ, അത് ടോട്ടലി എനിക്ക് പ്രോപ്പർലി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നതോ, അല്ലെങ്കിൽ ഇറ്റ് ഇസ് ദോസ് ക്യാരക്ടേഴ്സ് പുൾ മീ ടു ദം. സോ ഐ എം ലക്കി ഇൻ ദാറ്റ് വേ. എനിക്ക് തമിഴിലും നെഞ്ചുരുക്കും വരെ എന്ന് പറഞ്ഞൊരു പടം ചിത്രം ബേസിൽ കഴിഞ്ഞിട്ടുള്ളത്. അത് അൺഫോർച്ചുനേറ്റ്ലി ഇപ്പോൾ അച്ചുവിൻ്റെ ക്ലാസ്മേറ്റ്സിൽ എൻ്റെ ഖൽബിലെ പാട്ട് പോലെ തന്നെ തമിഴ്നാട്ടിൽ ഫേമസ് ആയ ഒരു പാട്ടുണ്ട്,
ഉറുമുറൈ പിറന്തേ എന്ന് പറഞ്ഞിട്ട്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഓൺലി ദ BNC ഓഡിയൻസ് നോസ് ഇറ്റ്. A സെൻറ്റർ ഓഡിയൻസിന് അറിയില്ല അത്. അതിന് ഹ്യൂജ് ഫാൻ ഫോളോയിങ് ആണ്. അതുകൊണ്ടാണ് നമ്മളിപ്പോഴും തമിഴിൽ അത് ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറായിട്ടായിരുന്നു. ബട്ട് അഗെയിൻ ദാറ്റ് ഇസ് വെരി ഇമോഷണലി ഡ്രെയിനിങ്. അപ്പം അങ്ങനത്തെ ക്യാരക്ടേഴ്സ് അത് ഭയങ്കര ഇന്നസെൻറ്റും ലവിങ് കൂടി ആകുമ്പോണ്ടല്ലോ, ദാറ്റ് ഇസ് ദ തിങ്. അത് തന്നെയാണ് ഇജോൻ്റെ. പിന്നെ ഇജോ കുറച്ചും കൂടിയും എന്താ പറയുക, ഈസ് ലവബിൾ. അതാണ് ഒരു ലവബിൾ ഫാക്ടറിലാണ് നമുക്ക് അറിയുന്ന ഒരു പയ്യൻ. അതെ അതെ, ബോയ് നെക്സ്റ്റ് ഡോർ കണ്ടിട്ടുണ്ട്. ഞാൻ അതിൽ മറ്റേ ബ്രിഡ്ജിൻ്റെ മുകളിൽ ബൈക്ക് ഉന്തി കൊണ്ടുപോകുന്ന രംഗമുണ്ട്, മീരയും നടന്നു. പിന്നെ കൂട്ടുകാർ ചോദിക്കാറുണ്ട്, എടാ നീ ഇത് പറഞ്ഞിട്ടല്ലേ സത്യൻ സാറിനെ കൊണ്ട് നീ പറഞ്ഞ ഷോട്ടല്ലേ എന്ന്. കാരണം അങ്ങനെ ഞാൻ പലപ്പോഴും ഉന്തി കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ കാർഡ് കൊടുത്തിട്ട് ഇളനീരിൻ്റെത് അതപ്പോൾ പറഞ്ഞതാണ് ഞാൻ, സാർ ഇത് കൊടുത്തു നോക്കട്ടെ എന്ന്. കൊടുത്തു നോക്കാമെന്ന്. അന്ന് ഇല്ലല്ലോ, ഇപ്പം ചെയ്യാൻ പറ്റും, അന്ന് ഉണ്ടായിരുന്നില്ലല്ലോ. ആ കാർഡിൻ്റെ കാര്യം ഭയങ്കര കോമഡി. അത് ഞാൻ ആ കാർഡിൻ്റെ സീനുണ്ട്. ഞാൻ എനിക്കൊരു ചെറിയൊരു അസൈൻമെൻ്റ് ഒക്കെ ശരിയായിട്ട് ഞാൻ വന്നിട്ട് ട്രീറ്റിന് കൊടുക്കുകയാണ്. അപ്പോൾ ആ സീൻ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ തൊട്ട് മുമ്പ് ഞാൻ കോഴിക്കോടാണ് ഷൂട്ട് ചെയ്യുന്നത്. ATM കയറുകയാണ്, ICICIയുടെ. പുറത്താണ് നിൽക്കുന്നത്, പുറത്തിങ്ങനെ ക്യൂ നിൽക്കുന്നുണ്ട്. മൂന്നാമത്തെ ആളെ നിൽക്കുമ്പോൾ ആരോ ഐഡൻറ്റിഫൈ ചെയ്തു, മറ്റേ ഫോർ ദ പീപ്പിൾ സുനിലല്ലേ. ഞാൻ പറഞ്ഞു അതെ, ആ പൊന്നിൽ പോയിക്കോളൂ. ഞാൻ പറഞ്ഞു അപ്പോൾ എനിക്ക് ഷൂട്ടിങ്ങിന് സമയമായി. അപ്പോൾ ഞാൻ ഉള്ളിൽ കയറി. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എൻ്റെ കാർഡിൽ 2000 രൂപ ഉണ്ടാവേണ്ടതാണ്. ഒരു 200 കണ്ടത് ഓർമ്മ ഉണ്ട്, മുമ്പ് എപ്പോഴും നോക്കിയപ്പോൾ കുറച്ച് മുമ്പ്. പക്ഷെ അത് എന്തോ 200 ആണോ 2000 ചെന്ന് നോക്കിയപ്പോൾ -200 അപ്പം ഞാൻ നോക്കിയപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടാവും കാർഡിൽ, മൈനസ് വരുമോ? ആകെ കൺഫ്യൂസ്ഡ് ആയി. എന്നിട്ട് പുറത്ത് വന്നപ്പോൾ അയാൾ ചോദിച്ചു ഓക്കെ അല്ലേ? ഞാൻ പറഞ്ഞു ഓക്കെ. ഇത് തിരിച്ചു വന്ന് ഞാൻ ആ ലൊക്കേഷനിൽ നിന്നു. അപ്പോൾ ഇതാണ് സീൻ. അപ്പോൾ ഒരു കാർഡ് വന്നു, എന്തോ വേറെ ഒരു മഞ്ഞ കാർഡ്, ഒരു ബ്രൗൺ കാർഡ്. ഞാൻ നോക്കി ഇത് എന്ത് കാർഡ്. അപ്പോൾ ഞാൻ ഇപ്പോൾ എന്താ ഡയലോഗ് നോക്കുമ്പോൾ ഡയലോഗ് തന്നെ ഈ കാർഡിൽ ഇത്ര ഉറുപ്പുണ്ട്, എന്ത് വേണമെങ്കിലും കഴിച്ചോളൂ. ഞാൻ പറഞ്ഞു സാർ ഞാൻ ഈ കാർഡ് യൂസ് ചെയ്തോട്ടെ. അത് നല്ല കാർഡ്. അതെ, -200 കാർഡാണ്. 200 2000 ഓർമ്മയില്ല. ഞാൻ അങ്ങനത്തെ ചില കറക്റ്റ് ആ ദിവസം തന്നെ കറക്റ്റ് തന്നെയാണ് ഡയലോഗ്. കുറേ ഉണ്ട് അങ്ങനെ, ഞാൻ പറയാം പെട്ടെന്ന്. സോ ദാറ്റ് വാസ് എൻ അമേസിങ് എക്സ്പീരിയൻസ് വിത്ത് ഉർവശി ചേച്ചിയും മീരയും സത്യൻ സാറും രഞ്ജൻ പ്രമോദേട്ടനും അളപ്പൻ ചേട്ടൻ, പിന്നെ ഇന്നസെന്റ് ചേട്ടനൊക്കെ. അതായത് ഈ അന്തിക്കാട് സിനിമയുടെ ഒരു ഫോർമുല ഉണ്ടല്ലോ, ഒരു ബ്രേക്ക് ഡൗൺ പോയിന്റ് പ്രൊട്ടഗണിസ്റ്റിന്റെ. അതില് ഇജോയും ഇന്നസെന്റും കൂടെ ബെഡിലിരുന്നിട്ടുള്ള, അയ്യോ അത് ഭയങ്കര കംഫേർട്ട് പോയിന്റ് അല്ലേ. അയ്യോ ചേട്ടാ കാശ് ഇന്ന് വരും നാളെ നിനക്ക് വരുന്നില്ലല്ലോ കാശ്. അത് ഞാൻ റെൻറ്റ് കൊടുക്കുമ്പോൾ അതും കൂട്ടുകാർ പറഞ്ഞു. ഇതൊക്കെ നമ്മൾ കൂട്ടുകാർ ചോദിക്കാറില്ലേ, ഇത് നീ നമ്മുടെ കാരണം ഞങ്ങൾ കുറേ ഫ്രണ്ട്സ് ഒരുമിച്ച് താമസിക്കാറുണ്ട്. ഞങ്ങൾ മറ്റേ ബാച്ചിലർ ലൈഫ് വാസ് വെരി ഇൻട്രസ്റ്റിങ്. ഞാൻ ഒരു സ്ഥലത്ത് ഞങ്ങൾ ശരിക്ക് ഒഫീഷ്യലി 3 പേരേ പാടുള്ളൂ, പക്ഷെ ഞങ്ങളൊരു 7 പേര് 1.5 വർഷം നിൽക്കുന്നുണ്ടായിരുന്നു അൺഒഫീഷ്യലി. അതിൻ്റെയൊക്കെ ഭയങ്കര ഓണേഴ്സ് നെവർ ന്യൂ ദാറ്റ്. അത് ഈ രാജു സാറിൻ്റെ അടുത്ത് റിസൈൻ ചെയ്തിട്ടുള്ള സമയത്ത് ഞാൻ ചെറിയ ക്യാമറ എന്തെങ്കിലും ചെയ്യും. ക്യാമറ വർക്ക് ചെയ്യാൻ പേടി. അപ്പോൾ എനിക്ക് ആദ്യം തെലുങ്ക് പടം കിട്ടിയത് ക്യാമറ വർക്ക് ചെയ്യാൻ. അതിന് പോയി കഴിഞ്ഞ് 8 മാസം പോവും. വല്ല ചാൻസ് അഭിനയിക്കാൻ കിട്ടിയാലോ. അങ്ങനെയൊക്കെ നമ്മൾ സാക്രിഫൈസ് ചെയ്യണ്ടേ. ഈ അച്ഛനും അമ്മയുടെ തുടർച്ചയായിട്ട് ചോദിക്കുകയാണെങ്കിൽ രഞ്ജൻ പ്രമോദായിട്ട് ബസ്സിലുള്ള സീക്വൻസ് ഉണ്ടല്ലോ, ഈ അടുത്ത കാലത്ത് ഇൻസ്റ്റാഗ്രാം റീലിൽ ആ സീക്വൻസ് ട്രെൻഡിങ് ആയിരുന്നു. ഈ പറഞ്ഞ പ്രണയം ബേസ് ചെയ്ത് വരുന്ന ഇതില് കണ്ടിട്ടുണ്ടായിരുന്നു. അത് റിപ്പീറ്റഡ്ലി പല സ്കോറ് പല പാട്ടുകളിലായിട്ട് നല്ല രസമുള്ള, ഭയങ്കര ലൗഡല്ലോ സീക്വൻസ്. ഒരു സ്ട്രേഞ്ചറിന്റെ ഒരു ഡയലോഗിൽ എൻ്റെ പരിപാടി പുള്ളി ബാംഗ്ലൂരേ വേണ്ടെന്ന് വെച്ച് ഇറങ്ങി വരുവാണല്ലോ. ഭയങ്കര അതാണ് ആ റൈറ്റിങ്ങിൻ്റെ ഒരു ബ്രില്യൻസ്. ആക്ച്വലി അച്ചുവും ഇജോവും ഇപ്പം എന്ത് ചെയ്യണു എന്നുള്ളത് ഒരു സിനിമ വന്നാൽ രസമായിരിക്കും. ഓഡിയൻസ് ഉണ്ടല്ലോ ഓൾറെഡി. അത് പലപ്പോഴും എല്ലായിടത്തും ചെല്ലുമ്പോഴും ആൾക്കാർ പറയാറുണ്ട്. അതാണ് ഈ ഇത്തരം പടങ്ങൾ പറയുമ്പോഴേ ഈ പേഴ്സണലി സ്ക്രീനിൽ
കണ്ടുകൊണ്ടിരിക്കുക എന്നുള്ളത്. ഇപ്പം നേരത്തെ പറഞ്ഞു ഓഡിയൻസിനെയാണ് നോക്കുന്നത്, ഓഡിയൻസിന്റെ അവരുടെ റിയാക്ഷൻ എങ്ങനെയാണ്, ഇപ്പോഴും അതിൽ കോൺഷ്യസ് ആയിരിക്കും, കൺസേൺ അല്ലല്ല, ആയിരിക്കും. ഓഡിയൻസിനെയാണ് നോക്കണമെന്നൊന്നുമല്ല, ഞാനാണ് ഓഡിയൻസ്. നമ്മളാണ് ഓഡിയൻസ്. നമ്മൾ എത്രത്തോളം നല്ല ഓഡിയൻസ് ആണോ നമുക്ക് അത്രത്തോളം ലോജിക്കലി ജഡ്ജ്മെന്റ് കിട്ടും എന്നുള്ളതാണ്. നമുക്ക് വർക്ക് ആവുന്നിടത്താണ് പ്രേക്ഷകർക്ക് വർക്ക് ആവുന്നുള്ള. പിന്നെ ഈ കാര്യം പിന്നെ ഒരു ബേസിക് ഇതുണ്ട്, അല്ല ചോദ്യം എന്താ അതായത് സ്വന്തം പെർഫോമൻസ് വിറ്റ്നസ് ചെയ്യുന്നത് കണ്ടുകൊണ്ടിരിക്കുന്നത് പലർക്കും അത് ബുദ്ധിമുട്ടാന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പെർഫോമൻസ് സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുക എന്നുള്ളത് പലരത് മുഴുവൻ കണ്ടിരിക്കാറില്ല എന്നൊക്കെ പല ആക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടോ, അതോ ഇഷ്ടമാണോ കണ്ടുകൊണ്ടിരിക്കാനായിട്ട്? അല്ലല്ല, എനിക്ക് അങ്ങനെ ഇഷ്ടമൊന്നുമില്ല കണ്ടുകൊണ്ടിരിക്കാൻ എൻ്റെ പെർഫോമൻസ്. അല്ലല്ല, ഐ മീൻ നമ്മളൊക്കെ ചെയ്തു, ഡബിങ് ചെയ്ത് കാണുന്നു, പടം കാണുന്നു, നമ്മൾ ഓക്കെ. നമുക്ക് ഓക്കെ ആയത് നമുക്ക് എപ്പോഴും കാണാൻ ഓക്കെയാണ്. നമുക്ക് ഓക്കെ അല്ലാത്ത പലതും ഉണ്ട് നമ്മൾ ചെയ്തതിൽ, അത് ഡയറക്ടേഴ്സിനും ഓക്കെ ആയിരിക്കും. അപ്പോൾ ഞാൻ വല്ലവരുടെ ചോദിക്കും അത് ഓക്കെയാണ്, മറ്റവർക്ക് അത് ഓക്കെയാണ്, അപ്പോൾ നമ്മൾക്ക് ഓക്കെ ആണെന്ന് പറയും. അത് കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, കാരണം നമുക്ക് ഓക്കെ അല്ല. അപ്പോൾ അത് എപ്പോഴും ഓക്കെ അല്ല. അപ്പോൾ അത് ഓരോരുത്തരുടെ പേഴ്സണൽ ഇതായിട്ട് വരും. ചിലപ്പോൾ നമുക്ക് അത്രയും സിങ്ക് ആയിട്ടുള്ള ഡയറക്ടേഴ്സ് വരുമ്പോൾ ഈ പ്രശ്നമില്ല. പല കാരണങ്ങളാലായിരിക്കും ചില ഡയറക്ടേഴ്സിനായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ അവർക്ക് നമ്മളായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം നമുക്കത്, ഞാൻ പിന്നെ ഈ ഫോഴ്സ് ചെയ്തിട്ട് ഈ വഴക്ക് കൂടി ആ സ്വഭാവം എനിക്കില്ല. എനിക്ക് അങ്ങനെ ആ ഒരു സൈഡേ ഇല്ല. എനിക്കത് ബുദ്ധിമുട്ടാണ്. അതിപ്പോൾ 2-3 തവണ നമ്മൾ പറഞ്ഞു വെക്കും, പിന്നെ ഇല്ലെങ്കിൽ. പക്ഷേ ഇപ്പോഴൊക്കെ ഏകദേശം ഈ ന്യൂ ജെൻ അല്ലെങ്കിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ അങ്ങനത്തെ പ്രശ്നങ്ങൾ വരാറില്ല. കാരണം അറ്റ്ലീസ്റ്റ് ദ ന്യൂ പീപ്പിൾ, ദേ ക്യാൻ റിലേറ്റ് ടു, ദേ വെരി അണ്ടർസ്റ്റാൻഡിങ്. ആൻഡ് അപ്പോൾ പിന്നെ ഓരോ പ്രൊഡക്ഷൻ ബഡ്ജറ്റിനനുസരിച്ചിരിക്കും ചിലത്. നമുക്ക് സിങ്ക് ആവുക എന്നുള്ളതാണ്. അപ്പം അങ്ങനെയാകുമ്പോൾ നമുക്ക് അത് ഓക്കെ ആണെങ്കിൽ ഓക്കെയാണ്, അത് നമുക്ക് കണ്ടിരിക്കാം. അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെ കണ്ടിരിക്കാം. പിന്നെ എനിക്ക് അങ്ങനെ അത് കണ്ടിരിക്കണം. ചില ഷോട്ടുകൾ, ഇപ്പോൾ ചില സീക്വൻസിൽ ചില ഷോട്ട് ഉണ്ടാവും നമുക്ക് വെരി പേഴ്സണൽ, അത് നമുക്ക് ഇഷ്ടമായിരിക്കും കാണാൻ. അത് നമുക്ക് മാത്രം പേഴ്സണലി അറിയുന്ന ചില കാര്യമായിരിക്കും. ചിലത് ഭയങ്കര മോശമായിരിക്കും, നമ്മൾ ഡയറക്ടറിനായിട്ട് വഴക്കൂടിയിട്ടും ഉണ്ടാവും ചെറുതായിട്ട്, പക്ഷേ അത് തന്നെ വെച്ചിട്ടും ഉണ്ടാവും. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാണാൻ. അത് എല്ലാവർക്കും ഉള്ള കാര്യമായിരിക്കും തോന്നുന്നു. പക്ഷേ അൾട്ടിമേറ്റ്ലി പിന്നെ ഈ പറഞ്ഞ പോലെ ഓഡിയൻസിൻ്റെ റിയാക്ഷനെക്കാട്ടിലും എന്നല്ല, ലോജിക്കലി നത്തിങ് എൽസ് കൗണ്ട്സ് അതർ ദാൻ ഓഡിയൻസ് റിയാക്ഷൻ. അതാണ് അതിൻ്റെ ഒരു ബേസ്. നമ്മൾ എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു പടം പിന്നീട് ഗുണം ചെയ്തേക്കാം എന്നൊക്കെ ആവാം ഓരോരുത്തർക്ക്. പക്ഷേ നമ്മൾ ഈ ലോകത്തന്നെ എടുത്തോളൂ, ഏത് ആക്ടേഴ്സിൻ്റെ നെയിം എടുത്തോളൂ, യു നെയിം 10 ഫിലിംസ് ഓഫ് യുവർ ഫേവറേറ്റ് ആക്ടേഴ്സ്. ഐ എം ടോക്കിംഗ് അബൌട്ട് എ നോർമൽ കോമൺ പബ്ലിക്. ഈ ഫിലിം ബുദ്ധിജീവികളുടെ കുറിച്ചിട്ടല്ല ഞാൻ പറയുന്നത്, സാധാരണ അവർ പറയുന്ന അവരുടെ ഇഷ്ടപ്പെട്ട നടന്മാരുടെ പടങ്ങളുടെ പേര് അന്നത്തെ ഏറ്റവും വലിയ ഹിറ്റുകളുടെ പടങ്ങളായിരിക്കും. ഇത്രയേ ഉള്ളൂ. ഇറ്റ്സ് വെരി സിമ്പിൾ. ഇതൊന്നും ആരും കണ്ടില്ലെങ്കിലോ, ഇത്രയേ ഉള്ളൂ. ഈ ഓൺ സ്ക്രീൻ കൊളാബറേഷൻസിൽ പൃഥ്വിരാജ് നരേൻ കോംബോ മൾട്ടിപ്പിൾ ടൈംസ് സ്ക്രീനിൽ കണ്ടതാണ്, പല ജോൺറകൾ കണ്ടതാണ്. നമ്മൾ ക്ലാസ്മേറ്റ്സ് പറയുന്നുണ്ട്. ഇപ്പൊ റോബിൻ ഹുഡ് കുറച്ചുകൂടി ഭയങ്കര അത് നിങ്ങളെ ട്രയോ ഭയങ്കര രസമായിരുന്നു. പിന്നെ ഇപ്പോ അയാൾ ഞാനും തമ്മിലുണ്ട്, ആദം ജോൺ ഉണ്ട്. അതിലൊരു കംഫർട്ട് ഈസിനെസ് ഉണ്ടോ? തീർച്ചയായിട്ടും. പൃഥ്വിനെ പിന്നെ ക്ലാസ്മേറ്റ്സ് മുതലാണ് നമ്മൾ ഇത്. ആൻഡ് കുറച്ച് പേഴ്സണലി സംസാരിച്ച് അറിഞ്ഞിട്ടുള്ള ഫ്രണ്ട്സിലൊരാളാണ്, സൗഹൃദങ്ങളിലൊരാളാണ് പൃഥ്വി. പിന്നെ പലപ്പോഴും പറയാറുണ്ട് പൃഥ്വിക്ക് അങ്ങനെ ഫ്രണ്ട്സ് എന്നുള്ളത് സൈഡ് കുറച്ച് സെഗ്മെൻറ്റ് കുറവാണ്. ബട്ട് ബേസിക്കലി ദാറ്റ്സ് ഹിസ് നേച്ചർ. ആൻഡ് പക്ഷേ അടുത്തറിഞ്ഞിട്ടുള്ള കുറച്ച് വെനെവർ ഐ ബീൻ ടുഗെദർ പേഴ്സണലി വി ഹാവ് സ്പോക്കൺ. ഇപ്പോൾ കുറച്ചായി. അപ്പോൾ ദർ ഈസ് എ കംഫർട്ട് തിങ് ഡെഫിനറ്റ്ലി. ആൻഡ് എനിക്ക് ഏറ്റവും രസമുള്ള കാര്യം എന്ന് വെച്ചാൽ ക്ലാസ്മേറ്റ്സ് ഒക്കെ ചെയ്യുമ്പോൾ പൃഥ്വി പറഞ്ഞിരുന്ന പല കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ ഞാൻ ചോദിക്കുമ്പോൾ പുള്ളി പറഞ്ഞിരുന്ന വാട്ട് ഹി വാണ്ട്സ് ടു ഡു ആൻഡ് ഇറ്റ് ഈസ് വെരി പ്രോബബ്ലി ഞാനത് ചോദിച്ചിട്ട് ഞാനത് ഫസ്റ്റ് ഹാൻഡ് കേട്ടതുകൊണ്ടായിരിക്കാം. ഐ ഡോണ്ട് നോ. വെനെവർ ഐ എം സീയിങ് ഇറ്റ് ഐ ഫീൽ വെരി ഹാപ്പി. ലൈക്ക് ഒരാളിത് പറഞ്ഞിട്ട് അതുപോലെ അത് വരുന്നുകൊണ്ടിരിക്കും. സോ be it direction, be it production, be it in other states doing good. And അപ്പോൾ അത്, and I knew that this was him.
ഇനി അത് എത്തുക എന്നുള്ളതാണ്. അപ്പോൾ അതൊരു ആളുടെ കൺവിക്ഷനും ഒരാളുടെ വർക്കും ഒരാളുടെ ഇൻ്റലിജൻസും പിന്നെ ഒരു ക്രിയേറ്റീവ് ആസ്പെക്റ്റും മൾട്ടി ടാലൻറ്റഡും ഒക്കെ പല രീതിയിലും പ്രൊഡക്ഷൻ ആയാലും ശരി എനിത്തിങ് ചെയ്യും. അപ്പോൾ അത് ആൻഡ് ദാറ്റ് കംസ് സ്ക്രീനിൽ വരുമ്പോഴും ഇറ്റ് ഓൺലി ഹെൽപ്സ്. അപ്പോൾ ദാറ്റ് ഇസ് ഒരു കംഫർട്ട് സോണാണ് അത് ആക്ച്വലി. അതിൽ തന്നെ ഈ റോബിൻ ഹുഡാന്ന് തോന്നുന്നു പെട്ടെന്ന് ഓർക്കുമ്പോൾ നിങ്ങൾ ഈ റോബിൻ ഹുഡ് കുറെ കൂടിയും ഒരു അങ്ങനത്തെ ഒരു സംഭവം. ആ ക്യാരക്ടറും ഞാൻ ആലോചിക്കുമ്പോഴേ ജോഷി സാറിന്റെ സെറ്റ് ഏറ്റവും വളരെ സ്ട്രിക്റ്റ്. അതെ, അവിടെ പെർഫോമൻസ് മൊത്തം ഈ പറഞ്ഞ അലമ്പും ഇതെല്ലാം. അതൊരു അൺയൂഷ്വൽ ജോഷി സാറിൻ്റെ ഫിലിം എന്നല്ല പറയണത്, ജോഷി സാറിൻ്റെ ക്യാരക്ടേഴ്സ് പടത്തിലെ സാധാരണ നായക ക്യാരക്ടേഴ്സ് വെച്ച് നോക്കുമ്പോൾ ഒരു അൺയൂഷ്വൽ ഇതാണ് സംഭവം. ആൻഡ് വി ഹാഡ് എ ഗ്രേറ്റ് ടൈം. ആൻഡ് പിന്നെ എന്താണെന്ന് വെച്ചാൽ ജോഷി സാർ ആക്ച്വലി ഈസ് എ വെരി ജോഷി സാറിൻ്റെ ഇമേജ് ഭയങ്കര നമ്മളെ പേടിപ്പിക്കുന്ന ഇമേജാണ്. അതെ, സത്യം. എനിക്ക് കേട്ടോ രാജുവിന് അങ്ങനെ ഒരു ഇതുണ്ടോയെന്ന് എനിക്കറിയില്ല, ഇല്ല തോന്നുന്നു, എനിക്കറിയില്ല. ബട്ട് എനിക്കെപ്പോഴും അത് തോന്നലാണ്. എന്നാൽ അങ്ങനെയല്ലേ അദ്ദേഹം, അതാണ് അതിൻ്റെ ഭംഗി. പക്ഷെ ദ ഓറ ദാറ്റ് ഹി ക്രിയേറ്റ്സ്. അപ്പോൾ പക്ഷേ സെറ്റ് വാസ് ഫൺ. ആൻഡ് പിന്നെ പുള്ളിയും ഈ ന്യൂ ദറ്റ് പിന്നെ നമുക്ക് കുറച്ച് കൂളാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമില്ല. എൻ്റെ റോബിനുടെ സമയത്താണ് തന്മയുടെ മോൾക്ക് പേരിടൽ സമയം. ജോഷി സാർ കാരണം പേര് മാറിപ്പോയതാണ് തന്മയുടെ. പേരിടാൻ കോഴിക്കോട് പോവാണ് എറണാകുളത്ത് നിന്ന്. ഞാൻ എൻ്റെ പൃഥ്വിൻ്റെ എന്തോ സീൻ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു. പിറ്റേ ദിവസം പോയി രാജു പോയി, അതോ എൻ്റെ ഷോട്ട് എന്തോ ആയിരുന്നു. അപ്പം ജോഷി സാർ പറഞ്ഞു, ഓ താൻ നാളല്ലേ അല്ലേ? ഞാൻ പറഞ്ഞു ഞാനില്ല സാർ, ഞാൻ മോളുടെ പേരിടലിന് കോഴിക്കോട് പോകണം. എന്താ പേര്? ഞാൻ പറഞ്ഞു പറഞ്ഞിട്ടില്ല സാർ പേരിടൽ. അപ്പം പറ. ഞാൻ പറഞ്ഞു സംഘമിത്ര എന്നാണ് സാർ. മഞ്ജുട്ട പേരാ സാർ, സംഘമിത്ര. സംഘമിത്ര പഴയ നാടക കമ്പനിയുടെ പേരാണ്. ഇപ്പം അതൊക്കെ പൊട്ടിപ്പോയി, ഇപ്പം ഒന്നുമില്ല. അപ്പം ഞാനത് ഈ ആദ്യം പറഞ്ഞപ്പോൾ തന്നെ അത് കേട്ടപ്പോഴേ അത് പൂട്ടിപ്പോയി എന്നൊക്കെ പറഞ്ഞു കേട്ടപ്പോൾ അതെന്തോ സ്വാഭാവികമായി പൂട്ടിപ്പോയത്. എനിക്കറിയില്ല, അത് കുറേ കാലങ്ങളായിട്ടുണ്ടായിരിക്കും. പക്ഷെ എന്നാലും പെട്ടെന്ന് ഉടനെ ഞാൻ മഞ്ജുവിനെ വിളിച്ച് പറഞ്ഞു എല്ലാവരും ഈ അപ്പം അങ്ങനെ ആ കോഴിക്കോട് പോണ വഴിക്ക് പെട്ടെന്ന് കിട്ടിയ പേരാണ്. തന്മയോട് പറഞ്ഞിട്ടില്ലേ കഥ? ഇത് ഞാൻ വിളിച്ച് സത്യൻ സാറിൻ്റെ അടുത്ത്. അപ്പോൾ ആ സമയത്ത് സത്യൻ സാർ ഇങ്ങനൊരു പ്രശ്നമുണ്ട്. ഇപ്പോൾ ഒരു 3-4 ഓപ്ഷൻസ് കഴിഞ്ഞിട്ടപ്പോൾ സത്യൻ സാറ് മുന്നേ തന്മയ നരേൻ എന്നുള്ള അതൊരു പുതുമുള്ള പേരാണെന്ന് വെച്ചിട്ട്. അപ്പോൾ ഈയിടെ നമ്മുടെ രവി കൊട്ടാരക്കര ചേട്ടൻ്റെ മകളുടെ കല്യാണത്തിന് ഗുരുവായൂർ ചെന്നപ്പോൾ കറക്റ്റ് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ജോഷി സാറുണ്ട് സത്യൻ സാറും ഉണ്ട്. അത് ഞാൻ അപ്പോഴാണ് പറഞ്ഞത്. ചില അടുത്ത പറഞ്ഞത് ചില കാര്യങ്ങൾ ഇങ്ങനെ മാറണത് അന്ന് ചോദിച്ചില്ലെങ്കിൽ ഇപ്പം അത് സംഘമിത്രയാണ്. ചിലത് ഈ ഇത്രയും ഈ പറഞ്ഞ ഈവൻഫുൾ ആയിട്ടുള്ള ലൈഫ് ഇത് നറേറ്റ് ചെയ്യുന്നു ഭയങ്കര രസമായിട്ട്. മെമ്മറീസ് പറഞ്ഞു തരുന്നതിൽ സ്റ്റോറി ടെല്ലിങ് ഭയങ്കര വർക്കാണ്. നമ്മൾ കേട്ടുണ്ടെങ്കിൽ നമുക്ക് അതിലൊരു എൻ്റർടൈൻമെൻറ്റ് ഫാക്ടർ ഉണ്ട്, എൻഗേജിങ് ഫാക്ടർ ഉണ്ട്. ഈ സിനിമാറ്റോഗ്രാഫി ഇഷ്ടപ്പെടുന്ന ഡയറക്ടർ ആവണമെന്ന് ആഗ്രഹിച്ചിരുന്ന ആക്ടറായ നരേൻ ഇനി അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടോ ശരിക്കും? സംവിധാനം, ഛായാഗ്രഹണം? സംവിധാനം എന്തായാലും ഉണ്ടാവണം. ഞാൻ ആസ് എൻ ആക്ടർ നമുക്ക് ഓരോരോ ആഗ്രഹങ്ങൾ ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ വിചാരിച്ച ഒരു പ്രോബബ്ലി ഒരു സ്പേസിൽ നമ്മൾ എത്തുന്നത് വരെ ഞാൻ ആക്ടിങ് തന്നെ ചെയ്യുന്നുണ്ടാവുള്ളൂ. ഞാൻ അന്ന് പോയ സ്പീഡിൽ പോകുമായിരുന്നെങ്കിൽ എന്നെ ആ സ്പേസിൽ എത്തിയേനെ. അത് എത്താത്തത് കൊണ്ട് ഇനി കുറച്ച് സമയം എടുക്കും അവിടെ എത്താൻ. അതിനുശേഷം ഡയറക്ഷനിലേക്ക് പോകുള്ളൂ. ഇൻ ബിറ്റ്വീൻ അങ്ങോട്ട് ഇല്ല. ഇറ്റ്സ് ബെറ്റർ ടു ഗെറ്റ് എസ്റ്റാബ്ലിഷ്ഡ് ആൻഡ് ദെൻ ഡു ഇറ്റ് ഇൻ എ സ്പേസ് ദാറ്റ് യു വോണ്ട് ടു. പക്ഷേ റൈറ്റിംഗ് ഇപ്പോൾ ഈ വർഷം തന്നെ വരുന്നുണ്ടാവും. ഞാനൊരു പുതിയൊരു ഡയറക്ടറാണ്, അദ്ദേഹത്തിൻ്റെ കഥയാണ്. പുള്ളിയുടെ പേര് പീയൂഷ് എന്നാണ്. മലയാളം. രഞ്ജിത്തേട്ടൻ്റെ അസോസിയേറ്റ് ആയിരുന്നു. പീയൂഷിൻ്റെ കഥയാണ്. ഞാനും പീയൂഷും കൂടിയിട്ടാണ് സ്ക്രീൻ പ്ലേ ചെയ്യുന്നത്. ഈ വർഷം 2026 മോസ്റ്റ്ലി ഇറ്റ് വിൽ ഹാപ്പൻ. അത് ആയിരിക്കും. അതെ, ഷുഡ് വർക്ക്. ലെറ്റ്സ് സീ. അതൊന്നായിട്ട്
ഈ പറഞ്ഞ പോലെ ആയിട്ട് പറയാമെന്ന് പറയുമ്പോൾ നിങ്ങൾ ഇൻ്റർവ്യൂവിൽ പറഞ്ഞു പോയില്ലേ. അത് ഐ മീൻ ആൻഡ് ട്രൈങ്, അതങ്ങനെ പറയാം. സോ ബെറ്റർ ഡയറക്ഷൻ വിൽ ഹാപ്പൻ, ബട്ട് ആഫ്റ്റർ സം ടൈം. ഇപ്പോൾ ഒന്നുമില്ല. നമ്മൾ ഈ നേരത്തെ ടേണിംഗ് പോയിന്റ് പറഞ്ഞു, യു ടേൺ വരുന്നുണ്ടാവാം, അല്ലാത്ത ടേണിംഗ് പോയിന്റ് സംഭവിക്കുമല്ലോ. ഈ യു ടേൺ ആയിരുന്നു അന്ന് ഈ അത്തരത്തിൽ നോക്കുമ്പോൾ ഈ കൈദി ശരിക്ക് ഒരു ചെറിയൊരു യു ടേൺ വീണ്ടും അടിച്ചു. അവിടെ യു ടേൺസ് അല്ല, നല്ല രീതിയിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് യു ടേൺ അടിച്ചു. പക്ഷെ അപ്പോഴേക്കും കോവിഡ് വന്നു. വീണ്ടും ഞാൻ ഒരു കറക്കത്തിൽ. കാരണം കൈദി കഴിഞ്ഞപ്പോൾ ഒരു 4-5 കുറച്ച് നല്ല പ്രോജക്ട്സുകൾ സൈൻഡ് ആയിരുന്നു. പക്ഷെ അതാത് കുറച്ച് നല്ല പ്രൊഡക്ഷൻ കമ്പനീസ് ആയിരുന്നു തമിഴിൽ. അവരൊക്കെ കോവിഡ് സമയത്ത് കുറച്ച് സ്റ്റക്കായി ആ പടങ്ങൾ, വിച്ച് ഡിൻ ഡു വെൽ, മീൻസ് കുറച്ചധികം സ്റ്റക്കായിപ്പോയി. പിന്നെ അതൊക്കെ അപ്പോൾ ഒരു പ്രശ്നം നടക്കുമ്പോൾ പിന്നെ ദെൻ ദേ വിൽ ട്രൈ ടു കം ഔട്ട് ഓഫ് ദാറ്റ്. അതിൻ്റെ പ്രശ്നമാകുമ്പോൾ അത് ക്ലിയർ ആക്കാൻ വേറെ വല്ലതും ചെയ്യാൻ നോക്കുക. അങ്ങനെ പലതും നടന്നില്ല. ബട്ട് കൈദി വാസ് എ ബിഗ് തിങ് ഫോർ മീ. കൈദി വാസ് അതെ, അതിൽ ഈ പറഞ്ഞ പോലെ സിനിമയുടെ എക്സ്പെരിമെന്റ് സ്വഭാവം ഉണ്ടായിരുന്നു. രാത്രിയാണ് നമ്മൾ ഈ പടം മൊത്തം കാണുന്നത്, എന്നാൽ അതിൽ നമ്മൾ അത്രയും ഇന്നാണ്. ഫ്രം വെരി ഫസ്റ്റ് സീൻ തൊട്ട് ലാസ്റ്റ് നേരം വെളുത്ത് കാത്തി നടന്നു പോകുന്നവരെയും നമ്മളതിൻ്റെ ജേണിയുടെ ഭാഗമാണ്. ഈ പറഞ്ഞ ബിജോയ് ത്രൂ ഔട്ട് സിനിമയുടെ ഒരു എനിക്കിപ്പോഴും തോന്നിയിട്ടുണ്ട് ഇവർ രണ്ടുപേരിൽ കൃത്യം ബാലൻസ്ഡ് ആണല്ലോ പടം. ഭയങ്കര റൈറ്റിംഗ്. അതാ, അതിൽ ഭയങ്കര മാസ്റ്ററിയും അത് രസമായിട്ട് എക്സിക്യൂട്ട് ചെയ്യുകയും ചെയ്തു. ഇവരിൽ നിന്ന് എവിടെയും സ്കിപ്പായി പോകുന്നില്ല. അതുകൊണ്ടാണ് തോന്നുന്നു വിക്രമിൽ നമ്മൾ ബിജോയ് കാണുമ്പോൾ നമുക്ക് ബിജോയ് ഈ സ്ക്രീനിൽ കാണുമ്പോഴുള്ള സന്തോഷമുണ്ടല്ലോ. വിക്രം പിന്നെ എൻ്റെ ഒരു ഡ്രീം കം സംഭവമായിരുന്നു കമൽ സാറിലുണ്ട്. അദ്ദേഹം കാരണമാണ് സിനിമയിൽ ഈ പറഞ്ഞ പോലെ അച്ഛനും അമ്മയ്ക്കൊക്കെ ഭയങ്കര വിഷമമായിരുന്നു കമലഹാസൻ കേൾക്കുമ്പോൾ തന്നെ. സ്കൂളിൽ പഠിക്കുമ്പോൾ അമ്മയൊക്കെ കരഞ്ഞിട്ടൊക്കെ ഉണ്ട്, ഈ കമലഹാസൻകാരൻ എൻ്റെ മകൻ്റെ ജീവിതം എന്നൊക്കെ പറഞ്ഞു. VHS കാസറ്റിലിരുന്ന് പടങ്ങൾ കാണുമ്പോഴേ ഇങ്ങനെ വീണ്ടും ഇരുന്ന് കാണുമ്പോൾ ഞാൻ അപ്പം അമ്മയൊന്ന് പഠിക്കാൻ സമ്മതിക്കില്ലേ എന്നൊക്കെ ചോദിക്കുന്നു. ഇതാണോ ഞാൻ പറഞ്ഞു, ഇതാണ് എൻ്റെ പിടുത്തം. ഏതാ അന്ന് കണ്ടിരുന്ന കമലഹാസൻ സിനിമകൾ? എത്രയോ പടങ്ങൾ. ഞാൻ ഈ അപൂർവ സഹോദരങ്ങളും നായകനും പുന്നകയും മന്നനും ഏവർ മകനും ഗുണ, ഇങ്ങനെ ഇരിക്കും ഓരോന്നും. ഇങ്ങനെ സാഗർ, അതൊക്കെ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് പടത്തിലൊന്നാണ്. സത്യ എന്ത് പറ്റിച്ചാൽ ആ ജനറേഷൻ അറിയില്ല. ഐ മീൻ ഈ ജനറേഷൻ ഡസ് നോട്ട് നോ ദാറ്റ്. അതാണ് എൻ്റെ ഒരു ലൈക്ക് ദാറ്റ് കമൽ സാർ. അപ്പോൾ ആ കമൽ സാറിനെ പറ്റി ഇവർ റീലില്ല അവർക്കറിയില്ല, സിനിമ കാണുന്നില്ല. പുന്നകി മന്നനിൽ ആ ചാപ്ലിൻ്റെ ക്യാരക്ടറും അതിൻ്റെ പാട്ടൊക്കെ ഞാൻ ഭയങ്കര ഗട്ട്സ് വേണം അതൊക്കെ ചെയ്യാൻ. നമുക്ക് ആക്ടറാകുമ്പോൾ നമുക്കറിയാം ഹൗ ഡിഫിക്കൽട്ട് ഇറ്റ് ഈസ് എന്നുള്ളത്. ഞാൻ കമൽ സാറിൻ്റെ അടുത്ത് എല്ലാം ചോദിക്കുമായിരുന്നു. ഞാൻ ചോദിച്ചു അതെങ്ങനെ സംഭവിച്ചു, ഇതെങ്ങനെ. അത് പുള്ളിയാണ് ഡയറക്റ്റ് ചെയ്തത് ആ പാട്ട്. അത് ഞാൻ കേട്ടിട്ടുണ്ട്. അത് പുള്ളി എൻ്റെ ഡിഗ്രി പഠിത്തതായിരുന്നു എന്ന് പറയാം. ആ പാട്ട് ഡയറക്റ്റ് ചെയ്തുകൊണ്ട് കെ ബാലേന്ദ്ര സാർ ചെയ്യാൻ നോക്കിയിട്ട് കമൽ സാർ അത് ചെയ്യുമ്പോൾ അത് കെ ബാലേന്ദ്ര സാർ പറയാത്ര കമൽ സാറിൻ്റെ അടുത്ത്, കമൽ ചാപ്ലിൻ മാതിരി വരല അത്. അപ്പോൾ കമൽ സാർ പറഞ്ഞു അത് ചാപ്ലിനാണ്, ഇത് ഞാനാണ്. അല്ല സാർ അത് ചാപ്ലിൻ பண்ணாது. ഇല്ല അത് നീ പണ്ണണോ? അപ്പോൾ പിന്നെ പറഞ്ഞു ഇല്ല സാർ അത് ഫ്രെയിംസ് പെർ സെക്കൻഡ് മാറ്റിയിട്ടാണ് ചെയ്യുന്നത്, നമുക്കത് ചെയ്യാൻ പറ്റില്ല. നമ്മൾ പാട്ട് ആണിത്, പാട്ട് പാടിക്കൊണ്ട് ഇത് ചെയ്യുക എന്ന് പറയുന്നത് അതെല്ലാം എനിക്ക് தெரியாது, അത് നീ പണ്ണ്. എന്നിട്ട് പുള്ളി പോയിരുന്നു. എന്നിട്ട് നാഗര അടുത്ത് പോയി, നാഗരയുടെ അടുത്ത് അത് പുള്ളി അത് പ്ലേ ചെയ്ത് പഠിച്ച് കൊണ്ടുപോയി അത് പ്രാക്ടീസ് ചെയ്ത് പാട്ട് പാടി. പിന്നെ ഇറ്റ്സ് നോട്ട് ഈസി. അത് അന്ന് മീൻസ് ഇതൊന്നും ഇറ്റ്സ് അൺഹേർഡ് ഓഫ് അങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നു. അല്ല പറയാം അങ്ങനെ ഓരോരോ കാര്യങ്ങളും. ഞാൻ ചില പാട്ടുകൾ കാണുമ്പോൾ അതിൻ്റെ കൊറിയോഗ്രാഫി വരുമ്പോൾ ഞാൻ സാർ ഈ പാട്ടിലാരാണ്? വെട്രിവിഴയിൽ ഈ പാട്ടിൽ കുറവ്, അത് ബോംബെയിൽ ഇന്നാളുടേതാണ്, അത് അയാളെ കിട്ടാൻ ബുദ്ധിമുട്ട്. സി എവറിത്തിങ് ഹാസ് എ സ്റ്റോറി. അതാണ് ഭയങ്കര. എനിക്കാണെങ്കിൽ അദ്ദേഹത്തെ കാണുമ്പോൾ 100 ചോദ്യം. അപ്പോൾ ഞാൻ ഇദ്ദേഹം ഇരിക്കുമ്പോൾ അഭിനയിക്കാൻ വന്നു, പുള്ളി നമ്മുടെ അടുത്ത് മലയാളം സംസാരിക്കൂ, which he loves Malayalam and he has hundreds of stories about his past in Malayalam industry. കാരണം സോമൻ ചേട്ടൻ്റെയും ഇങ്ങനെ കഥകളും തിക്കൃഷി ചേട്ടൻ പലതും ഉണ്ട് പുള്ളി കഥകൾ. he likes to share. ഒന്ന് ആലോചിക്കുക, കമലഹാസൻ സാർ ആദ്യമായിട്ട് ശങ്കരൻ നായർ എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ പടത്തിലാണ് നായകനായിട്ട് വരുന്നത്. അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി നിൽക്കുന്നു. അപ്പോൾ അദ്ദേഹം സേതുമാധവൻ സാർ അദ്ദേഹത്തിൻ്റെ അടുത്ത് പറയണു, അങ്ങനെ നീ പറ ഞാനാണ് അയച്ചത്. അപ്പോൾ കമൽ സാർ ചോദിക്കുന്നു അത് മതിയോ, പറഞ്ഞോ? അതും പറഞ്ഞാൽ മതി, സേതുമാധവൻ്റെ അടുത്ത പടത്തിൽ നീ ഉണ്ടെന്ന് പറ. സി ഇമാജിൻ ദിസ് തിങ്, കമൽ സാർ ഗോയിങ്. അപ്പോൾ അദ്ദേഹം നോക്കിയിട്ടും കമലഹാസൻ എന്നൊക്കെ പറഞ്ഞിട്ട്
അപ്പം അദ്ദേഹം എന്തോ ഒരു ബുക്ക് കൊടുത്തപ്പോൾ പുള്ളി പറഞ്ഞത്ര ഇത് കൊള്ളാം സാർ, ഇത് നല്ലതാണ്, ഇതിൻ്റെ ഒറിജിനലിൽ നിന്ന് ആ ഗേ എലിമെൻറ്റ് മാറ്റിയത് നന്നായി നമ്മുടെ ഓ അപ്പോൾ നീ ഇത് ഒറിജിനൽ വായിച്ചിട്ടുണ്ടല്ലേ, അപ്പം നീ എനിക്ക് സ്ക്രിപ്റ്റിലിരിക്കുക. ഒന്നുമില്ല സാർ, ഇല്ല വേറെ ആരും ഇത് വായിച്ചിട്ടില്ല, നീ അല്ല സാർ എനിക്ക് അവിടെ. അപ്പം അന്ന് മുതലേ വായനയുണ്ട്. സോ ഈസ് ഓൾവേസ് എഹെഡ് ഓഫ് ഹിസ് ടൈം. ഒരു അപ്പം കഥകൾ ഇങ്ങനെ വരും ഓരോന്ന്. അപ്പം ഞാൻ ഈ ഗ്യാപ്പ് കിട്ടുമ്പോഴൊക്കെ അദ്ദേഹം ഇരുന്ന് വായിക്കുകയായിരിക്കും എന്തെങ്കിലും. അദ്ദേഹത്തിൻ്റെ ഐപാഡിൻ്റെ അദ്ദേഹത്തിന് കിൻഡിൽ എന്തെങ്കിലുമൊക്കെ ഇരുന്ന് വായിക്കും. അങ്ങനെ ആദ്യമൊക്കെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, ഡിസ്റ്റർബ് ചെയ്യണോ. പിന്നെ ഞാൻ വിചാരിച്ചു ഇപ്പോഴല്ലേ ഡിസ്റ്റർബ് ചെയ്യാൻ പറ്റും വിചാരിച്ചു. ഞാൻ ഷൂട്ടിന് വരുന്ന അന്ന് ഫുൾ ടൈം ഞാൻ പിന്നെ പുള്ളിക്ക് മനസ്സിലായി, പുള്ളി ഇരുന്ന ഉടനെ ഞാൻ വരും, പിന്നെ പുള്ളി കാണിച്ചു തരും ഇവിടെ ഇരിക്കും. പുള്ളിക്ക് മനസ്സിലാവും ഞാൻ അല്ല മാഷേ എന്ന് പറഞ്ഞിട്ട് ഞാൻ തുടങ്ങും, അല്ല സാർ ഈ എന്ന് പറഞ്ഞിട്ട് വേറെ ഒരു മുമ്പ് എക്സ്ക്യൂസ് മീ ഒക്കെ ഉണ്ടായിരുന്നു, പിന്നെ അതൊന്നുമില്ല. അപ്പോൾ പുള്ളിക്കും പറയാനൊരു ഇഷ്ടമാണ്, മീൻസ് പലതും ഇതല്ലേ, പല സിനിമയെക്കുറിച്ചിട്ടും പിന്നെ ഇൻ്റർനാഷണൽ ഫിലിം, പിന്നെ മെൻസൈക്ക് എങ്ങനെയാണെന്നറിയില്ല, ഫോട്ടോഗ്രാഫിക് മെമ്മറിയാണ്. എനിക്ക് അത് മാത്രമാണ് നമുക്ക് മനസ്സിലാവാത്ത ചില കാര്യം. മറ്റതൊക്കെ ഒരാൾക്ക് കുറേ വായിക്കാം പഠിക്കാം ഒക്കെ, പക്ഷേ ഹൗ ഡു യു മെമ്മറൈസ് ഇറ്റ് എന്നുള്ളത് എനിക്ക് എൻ്റെ അടുത്ത് പലരുമായി പറയണം. ഹി ഹാസ് പല സിനിമ നമ്മൾ 20-30 വർഷം മുമ്പ് കണ്ട ഒരു പടത്തിൽ ചിലപ്പോൾ ഏതെങ്കിലും ഒരു ഇമേജ്, അല്ലെങ്കിൽ ഇഫ് യു സീ ദാറ്റ് ഇൻ റിയൽ ലൈഫ് ഹി മൈറ്റ് കണക്ട് വിത്ത് ദാറ്റ് ഇമേജ്, അങ്ങനെയൊക്കെ ഒരു സാധനങ്ങൾ. അപ്പം അതൊരു ഇറ്റ് വാസ് എ ഗ്രേറ്റ് എക്സ്പീരിയൻസ് വിക്രം. അത് കൈദി കാരണം സംഭവിച്ചതാണ്, പക്ഷെ അതൊരു ഭയങ്കര നിമിത്തമായത്. കാരണം കൈദിയും തന്നെ ഒരു കാരണം അതൊരു അൺയൂഷ്വൽ സ്ക്രീൻ പ്ലേ അല്ലേ, അതൊരു ഫോർമുലയും അല്ല പാറ്റേണും അല്ല. അതിൽ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഒരു മേജർ പോർഷൻ ഈ ലോറിക്ക് അകത്താണല്ലോ, അത് ഷൂട്ട് ചെയ്യുക റിപ്പീറ്റഡ്ലി. നിങ്ങൾ മേ ബി ലൊക്കേഷൻ ചെല്ലുന്നു, ഓക്കെ ലോറി കയറുന്നു. എനിക്കാണെങ്കിൽ ഇത് കയറൽ ഭയങ്കര ബുദ്ധിമുട്ട്, ഒറ്റ കൈ കൊണ്ടുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാണത്. നമുക്കത് കാണുമ്പോൾ ഓക്കെ, പക്ഷേ നമ്മൾ ബിക്കോസ് പ്രാക്ടിക്കലി ഒരു ഹാൻഡിക്യാപ്പ് പോലെ യു ഡോണ്ട് ഹാവ് ദിസ് തിങ് ആൻഡ് ഇറ്റ്സ് എൻ ആക്ഷൻ ഫിലിം, യു ഹാവ് ടു റൺ, യു ഹാവ് ടു ജമ്പ്, അത് നോട്ട് ഈസി. അപ്പം അന്നത് ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും ലോറി കയറൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എപ്പോഴും ഓരോ ഷോട്ട് കഴിയുമ്പോൾ കയറും ഇറങ്ങും, എത്ര നേരമെന്ന് വെച്ചിട്ട്. പിന്നെ ഞങ്ങളിങ്ങനെ ലോറിയിൽ നിന്ന് ഇങ്ങനെ കഥകൾ പറയും, ഞാൻ എൻ്റെ ഓരോ കാര്യങ്ങളും കൈദി മറ്റേ കാർത്തികയുടെ സൗഹൃദം അതിന് മുമ്പ് ഉണ്ടായിരുന്നു. കാർത്തിയാണ് വിളിക്കുന്നത് പടത്തിന്. ഒരു അന്ന് ലോകേഷിന് പുതിയ ആളായിട്ടാണ്, പുതിയ ആളെന്നല്ല, ഞാൻ ഈ പോലീസ് റോള് ചെയ്യില്ല എന്ന് കാർത്തിക്ക് അറിയാം. മീൻസ് ബേസിക്കലി ഇതിന് മുമ്പും പല പടങ്ങളും വന്നിട്ട്. അപ്പോൾ കാർത്തിക് അറിയാമെന്നല്ല, എനിക്ക് താല്പര്യം ഇല്ല എന്നുള്ളത്, നമ്മളൊരു ഫ്രണ്ട്ലി ടോക്കിൻ്റെ ഇടയിൽ. കാർത്തി എന്തോ ചോദിച്ചു ലൊക്കേഷൻ്റെ അടുത്ത്, ഇത് ആരാ ചെയ്യുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഇത് നരേൻ സാറാണ് ഇത് പ്ലാനിങ്, പറഞ്ഞു എന്ന് ചോദിച്ചു. ഇല്ല പറയണ്ട, ഞാൻ പറയാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇത് വിളിച്ചത്. യൂണിഫോം ഇടുന്നില്ലല്ലോ. അത് കാർത്തിക് മനസ്സിലാവും ചെയ്തു. കാർത്തികിന് ഇങ്ങനെ ഒരു ഇതാണ്, ഭയങ്കര ക്യാരക്ടറാണ് എന്നൊക്കെ പറഞ്ഞ്. ഇത് നായകനായിട്ടല്ല, നമ്മളൊരു നായകനല്ല, 2-3 മെയിൻ ക്യാരക്ടേഴ്സ്. അതിൽ ഞാനൊരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. അടുത്തത് ഡയറക്ടർ നരേൻ്റെ പേരാണ് പറഞ്ഞു. പക്ഷെ ഒരു ചെറിയ കുഴപ്പമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ തന്നെ ചോദിച്ചു, പോലീസാണല്ലേ? പറഞ്ഞു ആമാ ബ്രദർ. നമ്മൾ വളരെ സീരിയസ് ആയ പോലീസായിരിക്കില്ലേ? ആമാ ബ്രദർ. അതുകൊണ്ടാണ് ഞാൻ തന്നെ വിളിച്ചത്. ഞാൻ പറഞ്ഞു ചേച്ചി അങ്ങനെയൊന്നുമില്ലേ, ഇപ്പോൾ അങ്ങനെ ഇപ്പോൾ എല്ലാം കൊണ്ട് നോ പറയല്ലോ അല്ലോ. കാർത്തി വിളിച്ച് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി ഐ വിൽ, നമ്മളെന്തായാലും കൺസിഡർ ചെയ്യുമല്ലോ. അല്ല പിന്നെ അങ്ങനെയാണ് അത് വന്നതെന്ന് പറയാം. പക്ഷെ ബിജോയ് ഒരു പോയിന്റ് വിക്രം കാണുമ്പോഴത്തേക്കും ഇയാളിതിന്റെ ന്യൂക്ലിയസ് ആയി മാറിയല്ലോ. ഈ പറഞ്ഞ എൽസിയുടെ ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറായി മാറി. എനിക്ക് ഈ കമലഹാസനെ പറ്റി പറഞ്ഞപ്പോഴേ, ഈ പുള്ളിയുടെ ഒപ്പമുള്ള സംസാരത്തിനപ്പുറത്തേക്ക് ഈ ജയിൽ ബ്രേക്ക് സീക്വൻസ് ഉണ്ടല്ലോ, ഞാൻ അതിൽ എക്സൈറ്റഡ്. അതിൻ്റെ ഒരു ഷൂട്ടിംഗ് മെമ്മറി, കാരണം പുള്ളി ഫൈറ്റ് ചെയ്യുന്നതൊക്കെ വിറ്റ്നസ് ചെയ്യാണല്ലോ. നമ്മൾ പലതവണ പല രീതിയിൽ പുള്ളി ചാടിയും മറിഞ്ഞ് ഇടിച്ച് സ്ലോ മോഷനിലൊക്കെ കണ്ട ലേറ്റസ്റ്റ് അഡീഷണൽ വിശ്വരൂപത്തിലുള്ള ഇൻട്രൽ പോയിന്റ് വരെ നമ്മൾ അത്രയും ഹൈ തരുന്നതാണ്. അവിടെ നിന്ന് വിക്രമില് നമ്മൾ പുള്ളിയുടെ വിങ്മാനാണ്, അവിടെ ഫൈറ്റ് ചെയ്യുന്നു, ക്യാമറ അവിടെ ഉണ്ട്. അതെന്താ മൊമെന്റ്? എന്താ അതിൻ്റെ ആദ്യത്തെ മൊമെന്റ് ഞാൻ എപ്പോഴും പറഞ്ഞുതരാം. അത് ഫസ്റ്റ് ഷോട്ട്, എനിക്ക് അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ഫസ്റ്റ് ഷോട്ട്, പുള്ളി വാച്ച് എറിഞ്ഞ് തരുന്നതാണ്, ജോയ് വാച്ച്. ഷോട്ട് കഴിഞ്ഞു, ഓക്കെ. അദ്ദേഹം ഒരു പ്രത്യേക രീതിയിലാണ് ബിജോയ് എന്ന് വിളിക്കുക, പുള്ളിയുടെ ശബ്ദം ബിജോയ് എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ പറഞ്ഞു, സർ വാച്ച് റെപ്രസെൻറ്റ്സ് ടൈം ബേസിക്കലി. സാർ സമയം എനിക്ക് നല്ലൊരു സമയം തരുന്നതായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. പുള്ളി
അവിടുന്ന് തുടങ്ങുകയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കിയത് ഭയങ്കര എഫേർട്ട്ലെസ് ആയിട്ടാണ് പുള്ളി ഇത് ചെയ്യുന്നത്. അതാണ് ഇതിൻ്റെ ഒരു ഇനി അത് അത്രയും എക്സ്പീരിയൻസിൻ്റേതായിരിക്കും. ചിലപ്പോൾ ഇവരൊക്കെ അങ്ങനെ ആയിരിക്കും, ലാലേട്ടനൊക്കെ അങ്ങനെ ഭയങ്കര എഫേർട്ട്ലെസ് ആയിട്ടാണ് അത്. അതാണ് അവരുടെ ഒരു പ്ലസ്. നമുക്ക് കാണുമ്പോൾ ഭയങ്കര, പക്ഷെ ചെയ്യുമ്പോൾ ഭയങ്കര എഫേർട്ട്ലെസ് ആണ്. ആക്ടിങ്ങിലും അങ്ങനെയാണ് പലരും. ലാലേട്ടനൊക്കെ പെർഫോം ചെയ്യുന്നുണ്ട് ഭയങ്കര എഫേർട്ട്ലെസ് ആയിട്ട്. പലവരും അങ്ങനെയാണ്. അപ്പോൾ അതുപോലെ കമൽ സാറിൻ്റെ കണ്ണും ഭയങ്കര ഇറ്റ് സ്പീക്സ് വോള്യൂംസ്. അപ്പോൾ അത് എനിക്കൊരു പിന്നെ നമുക്കൊരു ഇദ്ദേഹത്തിൻ്റെ കൂടെ ആകുമ്പോൾ നമുക്ക് നമ്മളത് ഗൂഫപ്പ് ചെയ്യരുത് എന്നുള്ളൊരൊറ്റ ചിന്ത മാത്രമേ നമുക്കുള്ളൂ, വേറെ ഒന്നുമില്ല നമുക്ക് ഉള്ളത്. പിന്നെ അത് ചെറിയ സീക്വൻസ് ആയിരുന്നു, പക്ഷേ അതിൻ്റെ ബിൽഡപ്പ് ഭയങ്കര തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴത്തേക്കും കംപ്ലീറ്റ് ക്ലോഷർ വരുമ്പോഴത്തേക്കും ഭയങ്കര ഹൈ അല്ലേ കണ്ടോണ്ടിരിക്കുമ്പോൾ. അത് ഭയങ്കര ക്ലാരിറ്റിയാണ് ലൊക്കേഷൻ. അത് ഇവിടെ ഓർമ്മയുണ്ട്, ഫസ്റ്റ് ഹാഫ് കണ്ടിട്ട് വിക്രം കണ്ടിട്ട് ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞു. ഫസ്റ്റ് ടൈം കാണാൻ ഞങ്ങൾ രാവിലെ 4 മണിയുടെ ഷോ അറ്റൻഡ്. അപ്പോൾ രാത്രി ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങൾ പോയി, രാവിലെ പോയി. അനിരുദ്ധം ഉണ്ടായിരുന്നു, അൻപരി മാസ്, കുറച്ച് പേരുണ്ടായിരുന്നു. പോയപ്പോൾ ഇൻ്റർവെല്ല് കഴിഞ്ഞു വന്നിരുന്ന ഉടനെ ലൊക്കേഷൻ എടുത്ത് ചോദിച്ചു, സർ ഫസ്റ്റ് ഹാഫ് ഓക്കെ വാങ്ങുമെന്ന് ചോദിച്ചു. ഓക്കെയാണ്. ഞാൻ പറഞ്ഞു ഓക്കെ സർ. ഓക്കെ അല്ലേ സർ? ഓക്കെ അല്ലേ? പറഞ്ഞു ആ ഓക്കെ ഇருக்கு. അപ്പോൾ സർ പടം പെരി ഹിറ്റ് സർ. ഞാൻ ലൊക്കേഷൻ സെക്കൻഡ് ഹാഫ് ഇനി ഇരിക്കില്ലേ സർ? അത് എൻ്റെ ടെറിട്ടറിയാണ് പുള്ളി പറയുക. അത് ഞാൻ ടെറിട്ടറി സർ. ഫസ്റ്റ് ഹാഫാണ് എനിക്കൊന്ന്, സെക്കൻഡ് ഹാഫ് ഞാൻ ടെറിട്ടറി. ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു. പിന്നെ സാധാരണ ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് ആണ് നമ്മൾ നോക്കേണ്ടത്. ഭയങ്കര കോൺഫിഡൻസ് ആണ്. എനിവേസ് ദാറ്റ് വർക്ക്ഡ്. യാ, അതിൽ എനിക്ക് തോന്നുന്നു ഇപ്പോൾ മിഷ്കിനെ പറ്റി പറയുന്ന പോലെ ലോകേഷ് മേക്കർ കൂടെ അതും ഈ ഒരു കരിയറിലൊരു അഡീഷൻ്റെ ഭാഗമായിട്ട് കൂടെ കൂട്ടാൻ പറ്റുന്ന തരത്തിലുള്ള സ്ട്രോങ് ബോണ്ടിങ്. പിന്നെ ഓഫ് കോഴ്സ് ലൊക്കേഷൻ്റെ കാര്യത്തിൽ എന്ന് വെച്ചാൽ ഹി ഈസ് ഗോയിങ് ടു ബിഗർ സ്പേസസ്. അപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ട്. അപ്പോൾ വലിയ ഇതിൽ പോകുമ്പോൾ നമുക്കറിയില്ല, ലൈക്ക് ഇറ്റ് ഈസ് വിഷ് ഗുഡ് ഫോർ ഹിം. ഈ പറഞ്ഞ പോലെ കൈദി 2-ൻ്റെ കാര്യം എന്തായെന്ന് അറിയില്ല. എല്ലാവരും വെയിറ്റിംഗ് ആണ്. ഞാനും. ഈ എക്കോ മലയാളത്തിലെ ഏറ്റവും പുതിയ റിലീസ്. ട്രെയിലർ മുതലേ നമ്മളെ അതിൽ കണക്ട് ചെയ്യുന്നൊരു മിസ്റ്ററി എന്നുള്ളൊരു എലമെൻ്റ് ഉണ്ട്. ഉറപ്പായിട്ടും ദിൻജിത്ത് ആൻഡ് ബാഹുൽ കോംബോ വളരെ സക്സസ്ഫുള്ളായ മേക്കർ കോംബോ ആണ്. അതിൽ ആനിമൽ ട്രിലജി ചുറ്റുപറ്റിയുള്ള ഒരുപാട് തിയറികൾ കാര്യങ്ങളെല്ലാം ഇരിക്കുന്നു. ശരിക്കും എക്കോന് ഓക്കെ പറഞ്ഞ കഥ പറഞ്ഞിരുന്നു, ഇവരാണെന്നുള്ളത് ഫസ്റ്റ് ഹുക്ക് പോയിന്റ് എന്നുള്ളത്. എക്കോയിലെ പെർഫോമൻസ്, സ്പേസ്, എന്താ ശരിക്കും എക്കോ ടേക്ക് അവേ? എക്കോ 2-3 തിങ്സ്. ഒന്ന്, ഏറ്റവും വലിയ സന്തോഷം എന്താ വെച്ചാൽ ഈ മലയാളത്തിൽ നടക്കേണ്ട സിനിമ തന്നെയാണ്, മലയാളത്തിലേ ചെയ്യാൻ പറ്റൂ ഇത്, നമ്മുടെ ഒരു ഒറിജിനൽ സിനിമയായിട്ട്. അതൊന്ന്. രണ്ടാമത്, എപ്പോഴും വളരെ യുണീക്കായിട്ടുള്ള സബ്ജക്റ്റുകൾ പ്രോബബ്ലി എവിടെയും കാണാത്ത, ഇന്ത്യൻ സിനിമയിൽ വെച്ചിട്ട് പറയാം കേട്ടോ, ഫോറിൻ ലാംഗ്വേജസിൽ പലയിടത്തൊക്കെ ഉണ്ടാവുമായിരിക്കാം, പല ഇന്ത്യയിൽ പല ഭാഷയിലും കാണാത്തത്, വളരെ യുണീക്കായ സബ്ജക്റ്റുകൾ ആക്സെപ്റ്റ് ചെയ്യുന്ന ഓഡിയൻസാണ് കേരളത്തിൽ. അതുകൊണ്ടാണ് വ്യത്യസ്തമായ പടങ്ങൾ ഹിറ്റാവുന്നത്. ഇഫ് യു സി കഴിഞ്ഞ 2-3 വർഷമൊക്കെ ചെയ്യുന്ന പടങ്ങൾ ഹിറ്റാവുന്ന പടങ്ങളുടെ നമുക്ക് ഇന്ന ജോണർ, ആ ജോണർ പലതരം ജോണറുകളാണ്. സോ ദാറ്റ് ഈസ് നമ്മുടെ ഓഡിയൻസിൻ്റെ ഒരു മെച്യൂരിറ്റി ഓർ ആസ്വദിക്കാവുന്ന അവരുടെ ഇതൊക്കെയാണ്. അപ്പോൾ അതിന് 2 റീസൺ എന്ന് വെച്ചാൽ യു ഹാവ് റൈറ്റേഴ്സ് ലൈക്ക് ദീസ് പീപ്പിൾ ഓൾസോ. ഇറ്റ്സ് ഓൾവേസ് ഗീവ് ആൻഡ് ടേക്ക്. ഇപ്പം ചില ഇൻഡസ്ട്രിയിൽ എനിക്കറിയാം, നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ സർ ഓഡിയൻസൊക്കെ പുരിയാതെ സർ, അല്ലെങ്കിൽ മറ്റേ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ചെയ്യുള്ളൂ എന്ന് വെച്ചാൽ ഓഡിയൻസിന് ചിലപ്പോൾ അത് ഇഷ്ടമാവില്ല, അതുകൊണ്ട് നമ്മളിങ്ങനെ അങ്ങനെ അത് നമ്മൾ ലിമിറ്റ് ചെയ്യുന്നതാണ്. അത് എപ്പോഴും ഇത് ചാലഞ്ച് ചെയ്തിട്ട് എഴുതുന്നവരാണ്. ഓഡിയൻസിന് അങ്ങനെയല്ല, ഓഡിയൻസിന് ചിലപ്പോൾ ഭയങ്കര ചാലഞ്ചിങ് ആയിട്ട് സാധനം കൊടുത്താൽ ദേ മൈറ്റ് ആക്സെപ്റ്റ് ഇറ്റ്. അങ്ങനെയാണ് ഇൻഡസ്ട്രി വളരെ. സോ ദാറ്റ് ഈസ് ഹൗ എക്കോ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ആസ് എ ഫിലിം. ഫിലിംസ് ലൈക്ക് എക്കോ മാത്രമൊന്നുമല്ല, എത്രയോ പടങ്ങളുണ്ടങ്ങനെ. അപ്പോൾ അവിടെയാണ് ഇതിൻ്റെ പ്രസക്തി. വളരെ അൺയൂഷ്വലായിട്ടുള്ളൊരു പശ്ചാത്തലം ആൻഡ് ക്യാരക്ടേഴ്സ്, ചിലപ്പോൾ നമ്മൾ അധികം കാണാത്ത ഫ്രഷായിട്ട് തോന്നുന്ന ക്യാരക്ടേഴ്സാണ് ഇതിൽ പലതും. എന്നാൽ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും അതിനെ കൊണ്ടുപോയിട്ട് വെച്ചിട്ടുള്ളത്. ആൻഡ് ഇറ്റ് ഈസ് എ വിഷ്വൽ ബ്യൂട്ടി.
ഇപ്പം ഞാനിതിൽ ഈ നേവിക്കാരൻ എന്ന് പറഞ്ഞ ക്യാരക്ടറാണ്. എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് ലൈക്ക് ഈസ് നോൺ ആസ് എ നേവിക്കാരൻ. അപ്പോൾ ഇയാൾ ചെറിയ സട്ടിൽ കാര്യങ്ങളാണ്, പക്ഷെ നമ്മളിത് പെർഫോം ചെയ്യുമ്പോൾ നമുക്കറിയാം നമ്മൾ സാധാരണ ചെയ്യുന്ന രീതിയിൽ നിന്ന് മാറിയിട്ടാവാം എന്നുള്ള രീതിയിൽ അത് മതി. അതായിരിക്കാം അതിനുള്ള ഒരിത്. ചിലത് ചിലപ്പോൾ ലൗഡ് ആവേണ്ടി വരും, ചില സമയത്ത് ചിലത് ചിലപ്പോൾ വളരെ കൺട്രോൾഡ് ആവേണ്ടി വരും. അത് നമ്മൾ നല്ലൊരു ഡയറക്ടറുടെ കയ്യിൽ വരുമ്പോൾ നമുക്കറിയാൻ പറ്റും ദറ്റ് യു ആർ, നമ്മളെല്ലാവരും പറയുന്ന വാക്കാണ് യു ആർ ഇൻ സേഫ് ഹാൻഡ്സ് എന്ന്. അതാണ് ശരി. അപ്പോൾ നമ്മൾ എന്ത് തെറ്റ് ചെയ്യുക അല്ലെങ്കിൽ നമുക്കറിയില്ല ചില സമയത്ത്, ദേ വിൽ കൺട്രോൾ ഇറ്റ്. അപ്പോൾ ഇവിടെ ആകുമ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജ് സിനിമാറ്റോഗ്രാഫർ റൈറ്ററും കൂടിയാണ്. അപ്പോൾ അവിടുന്നും ഒരു മേൽനോട്ടമുണ്ട്, ബിക്കോസ് ഈസ് എ റൈറ്റർ ആൻഡ് ദിൻജിത്ത് ഇസ് ദെയർ ഡയറക്ടർ. അപ്പോൾ ഇതാകുമ്പോൾ യു ഹാവ് എ വെരി, പെട്ടെന്ന് നോക്കുമ്പോൾ എന്താ ഇറ്റ്സ് ഓക്കെ, ബട്ട് ദർ ഇസ് സംതിങ് ഇൻട്രസ്റ്റിംഗ്. അതാണ് നമുക്ക് യു നോ ദറ്റ് ഇൻ എ വെരി എന്താ പറയുക, നമ്മുടെ കരിയറിൽ നമുക്കെപ്പോഴും അത് മെൻഷൻ ചെയ്യാവുന്നൊരു ക്യാരക്ടറായിരിക്കും. എൻ്റെ മാത്രമല്ല, ഇതിൽ വർക്ക് ചെയ്ത എല്ലാവരുടെയും. അതാണ് അതിൻ്റെ പ്ലസ്. ഓർ അറ്റ്ലീസ്റ്റ് ഇവരുടെ വർക്കിംഗ് ഫാക്ഷൻ വെരി ലോജിക്കലി. ഇപ്പോൾ വിജയരാഘവൻ ചേട്ടനായാലും ആസിഫിനൊക്കെ ആയാലും ഇറ്റ് വിൽ ബി, കിഷ്കിന്ധാകാന്ഡം വിൽ ബി ഇൻ ദെയർ കരിയർ. ദറ്റ് ഈസ് ദ വേ റൈറ്റിംഗ് ഇസ് ഡൺ. അപ്പോൾ അപർണയാണെങ്കിലും ശരി. സോ അതാണ് ഒരു ഗ്രേറ്റ്, അല്ലെങ്കിൽ യുനോ ഒരു മോർ ദൻ ആവറേജ് ഒരു ഗ്രേറ്റ് റൈറ്റിംഗ് ഫിലിം മേക്കിങ്ങിൻ്റെ ഗുണം. അപ്പം അതിൻ്റെ ഭാഗമാവുമ്പോൾ ഇറ്റ് ഓൾവേസ്, നമ്മൾ ചിലപ്പോൾ ഈ വർത്ത് ദ വെയിറ്റും ഒക്കെ ആയിരിക്കാം, നമ്മൾ എവിടെയെങ്കിലുമൊക്കെ അത് വരുമ്പോൾ ഇറ്റ് ഹെൽപ്സ് യു അല്ലേ. പിന്നെ ഈ ഞാൻ പറഞ്ഞില്ലേ, ലൈക്ക് ഐ എം ഓൺലി ഇൻട്രസ്റ്റഡ് ഇൻ, വളരെ കുറച്ച് ഇൻട്രസ്റ്റിലൊന്ന് എപ്പോഴും കരിയറാണ്, വർക്കാണ്. അത് പലവർക്കും തോന്നുമായിരിക്കും അങ്ങനത്തെ ആൾക്കാരാണ് ഈ ബാഹുലും ദിൻജിത്തൊക്കെ. സോ യു ഹാവ് ലൈക്ക് മൈൻഡഡ് പീപ്പിൾ ആൻഡ് സച്ച് എ വണ്ടർഫുൾ പീപ്പിൾ. ഇപ്പം ഞാൻ ആക്സിഡൻ്റലി നടക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഇതിനു മുമ്പ് ഞാൻ സാഹസം ചെയ്തു. ബിപിൻ കൃഷ്ണ എന്നാണ് അയാളുടെ പേര്, ഡയറക്ടർ. സച്ച് എ ബ്യൂട്ടിഫുൾ വണ്ടർഫുൾ പേഴ്സൺ. വേറെ ഒന്നുമില്ല അയാളുടെ ലൈഫിൽ, ലൈക്ക് ഹീസ് ടോട്ടലി ഇൻ ടു ദിസ്. ആൻഡ് വാട്ട് ഐ മെൻറ്റ് ഇസ് ദറ്റ് ഈ സിനിമാക്കാരുടെ ചില ട്രേറ്റ്സും ഇതൊക്കെ ഉണ്ട്, അങ്ങനെ ഒന്നുമില്ല. ഇറ്റ്സ് ലൈക്ക്, ആൻഡ് ഇറ്റ് ഇസ് സോ വണ്ടർഫുൾ ടു ബി വിത്ത് ദം. വൈൽ ദ ക്യാമറമാൻ ആൽബി എത്രയോ പടങ്ങൾ ചെയ്തു. സച്ച് എ ബ്യൂട്ടിഫുൾ. അപ്പോൾ ഇറ്റ് ഈസ് എ പ്ലഷർ ടു, ഇത് കിട്ടണം, ഇത് കിട്ടുമ്പോഴേ അത് വർക്കുള്ളൂ. അപ്പോൾ സാഹസത്തിൻ്റെ പ്രൊഡ്യൂസറും റിനീഷ് വളരെ കൂൾ ആൻഡ് തിങ്. ഇപ്പോൾ ഇതിൻ്റെ ഈ പടത്തിലാണെങ്കിലും ജയറാം എന്നാണ് പ്രൊഡ്യൂസറിൻ്റെ പേര്. നമ്മൾ പടം ഇറങ്ങുന്നതിൻ്റെ മുമ്പ് നമ്മൾ ദിൻജിത്തിൻ്റെ അടുത്തും ഞാൻ ഷാഫി കൺട്രോളിൻ്റെ അടുത്ത്, ജയറാം ടെൻഷനിലാണോ? അപ്പോൾ നമ്മൾ അറിയില്ല സാറേ, മുഖത്ത് കാണുമ്പോൾ ഒന്നും തോന്നുന്നില്ല, പുറത്ത് ഒന്നും തോന്നുന്നില്ല, ഉള്ളിലുണ്ടോ എന്ന് നമുക്കറിയില്ല. കാരണം അങ്ങനെയാണ് അവർ. ഇറ്റ്സ് എ വെരി ബിഗ് തിങ്. അപ്പോൾ ബീങ് പാർട്ട് ഓഫ് സച്ച് ഫിലിംസ്, സോ പിന്നെ യു ഹാവ് ഗുഡ് ഫോണ്ട് മെമ്മറീസ്. സി ഇറ്റ്സ് നോട്ട് ടു തിങ്സ് ആണ്. ഒന്ന് സെറ്റിൽ ഫണ്ണൊക്കെ ആയിരിക്കാം, ഔട്ട് ഓഫ് ക്യാമറ വല്ല ഫണ്ണായിരിക്കാം, പക്ഷേ അതിനേക്കാട്ടിലും അത് ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ അതിനേക്കാട്ടിലും ഇമ്പോർട്ടൻ്റ് ആണ് ഇൻ ഫ്രണ്ട് ഓഫ് ക്യാമറ if you are enjoying your work. that is going to stay forever. മറ്റത് moments and memories, which is okay, fine. ഇത് stay forever ആണ്. അപ്പം അങ്ങനെ ഒരു പടമാണ് എക്കോ. ഇതെല്ലാം പറയുമ്പോൾ ഒറ്റക്കാരോട് ചോദിക്കാനുള്ളത്, ഇപ്പം ഈ പറഞ്ഞ സിനിമകളെ പറ്റി പറഞ്ഞു, ആക്ടിങ് കരിയർ, കഥകൾ കേൾക്കുന്നതൊക്കെ പറയുന്നു ലെജൻസിൻ്റെ അടുത്തുനിന്ന്. മ്യൂസിക് എങ്ങനെ ലൈഫിനെ എഫക്ട് ചെയ്തിട്ടില്ലേ? മ്യൂസിക് ഇസ് ഓൾവേസ് ദ ബേസ്. അത് ശരിക്കും പണ്ട് മുതലേ എഫക്ട് ഇൻ സെൻസ് അതിൻ്റെ ഒരു ബേസ് ആയിട്ടോ അല്ലെങ്കിൽ കോർ സ്ട്രെങ്ത് ആയിട്ട് കൂടെ മ്യൂസിക് ഉണ്ടോ ശരിക്കും എല്ലാ സ്റ്റേജിലും ലൈഫിൻ്റെ? മ്യൂസിക് എനിക്കറിയില്ല. മ്യൂസിക് ഇസ്, എനിക്ക് തോന്നുന്നത് ഏതൊരു ആർട്ടിസ്റ്റിൻ്റെ ലൈഫിലും ഇറ്റ് ഈസ് പാർട്ട് ഓഫ് യുവർ ലൈഫ് എന്ന് തോന്നിയിട്ടുണ്ട് എനിക്ക്. അതില്ലാണ്ട് ഐ ഡോണ്ട് നോ ഇഫ് എനിത്തിങ് വർക്ക്സ്. ഒരു കാര്യം എനിക്കിപ്പോഴും തോന്നിയിട്ടുണ്ട്, I can't listen to music when I'm thinking. അപ്പോൾ പലപ്പോഴും കാറിൽ പോകുമ്പോൾ ചിലർ പറഞ്ഞു, ചേട്ടാ പാട്ടിടട്ടനോ? വേണ്ട. അപ്പോൾ അതിനൊരു പ്രത്യേക ഫീൽ തന്നെ വേണം. സോ അത് സ്പെസിഫിക്കലി വെൻ ഐ വോണ്ട് ടു യുനോ
ഷെയർ എ ഹാപ്പി മൊമെൻറ്റ് ഓർ ഷെയർ മൈ ഹാപ്പിനെസ് വിത്തിൻ മൈ സെൽഫ് ഓർ ഒറ്റയ്ക്കാവാം അല്ലെങ്കിൽ ഫാമിലിയുടെ കൂടെയോ ഫ്രണ്ട്സിൻ്റെ കൂടെയോ. ബട്ട് ഞാൻ നന്നായിട്ട് ഫോളോ ചെയ്യുന്ന ആളാണ് മ്യൂസിക്. എനിക്ക് പലതരം മ്യൂസിക്കും ഇഷ്ടമാണ്. ഇംഗ്ലീഷൊക്കെ കുറേ ലേറ്ററായിട്ടാണ് ഞാൻ 10th ഒക്കെ കഴിഞ്ഞ് 12th ഒക്കെ ആകുമ്പോഴാണ് ഞാൻ അത് നോട്ടീസ് ചെയ്യാൻ തുടങ്ങിയത്. അത് വാക്കുകൾ മനസ്സിലാവില്ല, വീണ്ടും റിവൈൻഡ് ചെയ്ത് കേൾക്കണു, വീണ്ടും റിവൈൻഡ് ചെയ്ത് കേൾക്കണു. യു ആർ ജെനുവിൻലി ഇൻട്രസ്റ്റഡ്. പിന്നെ മലയാളം തമിഴൊക്കെ എപ്പോഴും ഉണ്ടായിരുന്നതാണ്. ആൻഡ് അതർവൈസ് ഓൾസോ ഈവൻ വെസ്റ്റേൺ ക്ലാസിക് എന്ത് തന്നെയായാലും ശരി, ഇറ്റ് ഈസ് പാർട്ട് ഓഫ് യുവർ, എനിക്ക് തോന്നുന്നു ഏതൊരാളുടെയും. സോ ഇറ്റ് ഈസ് നമ്മളെപ്പോഴും ഈ പറഞ്ഞ പോലെ ശാന്തപ്പെടുത്തുന്നതും നമ്മളെ ഹാപ്പിനെസ് ആക്കുന്നതും. ഐ ഗെസ് വിത്തൗട്ട് മ്യൂസിക് ദർ ഇസ് നോ, ലൈഫിൽ ഭയങ്കര ഒരു വിഷയമല്ലേ മിസ്സാവണത്. പിന്നെ അത് നമ്മുടെ ഈ ആർട്ട് ഫോമിൻ്റെ ഏറ്റവും വലിയ ഇതല്ലേ, ദിസ് സിനിമ എന്നുള്ള ആർട്ട് ഫോം. യു ഹാവ് സോ മെനി ഗ്രേറ്റ് ആർട്ട് ഫോംസ് ഓൾ ഇൻ വൺ അല്ലേ. അപ്പോൾ ഒന്നുമില്ല. ഇപ്പോൾ നാളെ ഞാൻ ഇന്ന് മ്യൂസിക് സൗണ്ട് ഒരു നമ്മൾ ചിലപ്പോൾ ഒന്നുമില്ല, ഏതെങ്കിലും ഒരു പടം കാണുമ്പോൾ വളരെ ഇമോഷണലായിട്ടൊരു സീക്വൻസ് നമ്മളൊന്ന് ആർട്ടിസ്റ്റ് പെർഫോം ചെയ്യുന്ന ഇതാക്കണം, ആ മ്യൂസിക് ഒന്ന് മ്യൂട്ട് ചെയ്ത് നോക്കിയേ ചില സീക്വൻസിന് അല്ലെങ്കിൽ ചില ലുക്സ് യു മിസ് ഇറ്റ്. സത്യം. അതുമാതിരി സൗണ്ടിൻ്റെ ഒരു ഹോറർ സാധനം വരിക, ചില ഹോറർ സാധനം ഞെട്ടിപ്പിക്കുന്നു, സൗണ്ടൊന്ന് മിസ് നോക്കി ഒരു ഞെട്ടലും ഉണ്ടാവില്ല. സോ മ്യൂസിക് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഈ എപ്പോഴും ഒരു ഗോ ടു ഓടിച്ചെല്ലാൻ പറ്റുന്ന മ്യൂസിക് പാട്ട്, മ്യൂസിക് ഡയറക്ടർ അങ്ങനെ ചോദിച്ചാൽ? ഞാൻ നാളെ ഇൻ്റർവ്യൂവിൽ 1-2 പെട്ടെന്ന് ചോദിച്ചപ്പോൾ 1-2 പറഞ്ഞു. എനിക്ക് ഇംഗ്ലീഷിലൊരു പാട്ടുണ്ട്, സൗണ്ട് ഓഫ് സൈലൻസ് എന്ന് പറഞ്ഞിട്ട്, സൈമൺ ഗാർഫങ്കിളിൻ്റെ പാട്ട്. ദാറ്റ് ഓൾവേസ് ലിസൺ ടു. കുറച്ച് പാട്ടുകളുണ്ട്. മലയാളത്തിലുണ്ട്. എനിക്ക് ഏറ്റവും ഞാൻ എപ്പോഴും കേൾക്കുന്നത് അല്ലിയാമ്പൽ കടവിൽ. എനിക്കെന്തും അറിയില്ല, ഇറ്റ് ഈസ് സോ മച്ച് ഭയങ്കര റൈറ്റിംഗ് ആണ്, ഭയങ്കര എഡിറ്റിംഗ് ആണ്. റൈറ്റിങ്ങിൽ തന്നെ എഡിറ്റിങ്ങുള്ളൊരു പാട്ടത്. പിന്നെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഏറ്റവും എന്നെ എഫക്റ്റ് ചെയ്തിട്ടുള്ളത് 1000 കണ്ണുമായിക്കാതെ. അപ്പോൾ അതുകൊണ്ട് സ്കൂളിലത്തെ മെമ്മറീസ് വെച്ചിട്ട് അത് എപ്പോഴും ആ പാട്ട് ഭയങ്കര. സ്കൂളിൽ പഠിക്കുമ്പോൾ കുറേ ഉണ്ട്. നമ്മൾ ഈ കോളേജ് എത്താറാകുമ്പോഴാണ് തോന്നുന്നു, സ്കൂൾ കഴിയുമ്പോഴാണ് തോന്നുന്നു, മറ്റേ ദ കമ്മിങ് ഓഫ് ആമിർ ഖാൻ, ദ കമ്മിങ് ഓഫ് സൽമാൻ ഖാൻ, അപ്പോൾ ഖയാമത്ത് സെ ഖയാമത്തക്കിലെ പാട്ടും. അപ്പോൾ എനിക്ക് ആക്ച്വലി ഞാൻ ഈ ഇടയായിട്ട് അത് കേൾക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു, വൈ ഡോണ്ട് ഐ ആക്ച്വലി കുറച്ച് കാലം ആ ഒരു മെൻറ്റാലിറ്റിയിൽ ഒന്ന് പോയാലോ എന്നിങ്ങനെ ഞാൻ ആലോചിച്ചു. എന്തിനാണ് ഇങ്ങനെ ഈ പ്രോബബ്ലി ഞാൻ കുറച്ചും കൂടി ഒന്ന് റൊമാൻറ്റിക് ആയിട്ട് ലെറ്റ് മീ തിങ്ക് ഐ വോണ്ട് ടു ഡു സം ഗുഡ് ഇൻട്രസ്റ്റിംഗ് റൊമാൻറ്റിക് ഫിലിംസ് ഓർ എൻ്റെ ഏജിനനുസരിച്ചിട്ടുള്ളത്. സോ അതിനുള്ളൊരു ഇതുണ്ട്. ആൻഡ് തമിഴിൽ എനിക്ക് മെയിൻലി എനിക്ക് എന്താ അറിയില്ല, ഇപ്പോൾ കമൽഹാസൻ്റെ പടങ്ങൾ ഇതായതുകൊണ്ടാണ് മിക്കവാറും ഉറപ്പായിട്ടും. പക്ഷേ ഇല്ല, എനിക്ക് ആയിരിക്കാം, പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള പാട്ടുകളിലൊന്ന് കണ്ണാളിനെ എന്ന് പറഞ്ഞിട്ട് ബോംബെയിലത്തെ പാട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടുള്ള ഒരു ആൽബം ആലേപ്പായുധിയാണ്, ലൈക്ക് എനിബഡി എൽസ്, ലൈക്ക് സോ മച്ച് ഓഫ്. അതാണ് മണി സാർ ഇത്ര ഇതായിട്ടും സോ യൂത്ത്ഫുൾ. ഐ മീൻ ഹീസ് ഗോട്ട് ഓഫ് കോഴ്സ് റഹ്മാൻ ഹാസ് ഗിവൻ ഹിസ് ബെസ്റ്റ്. മണി സാർ ഈ പറഞ്ഞ ഭയങ്കര ഇതല്ലേ, അദ്ദേഹം ഒരു രക്ഷയില്ല. അതുമാതിരി ഗുണയിലത്തെ പാട്ട്, സത്യയിലത്തെ പാട്ട്, വളയൂസി പാട്ടുകൾ എന്ന് പറയുന്നത് കുറേ ഉണ്ട്. മലയാളത്തിലെ ലൈക്ക് എനിക്ക് മറ്റേ വടക്കൻ വീരഗാഥയിലെ പാട്ടുകൾ എന്താ അറിയില്ല, ഇന്ദുലേഖയ്ക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പ്രോബ്ലി ദ ഇമേജ് ഓഫ് മമ്മൂക്ക ആൻഡ് ഭയങ്കര മെജസ്റ്റിക് ആണല്ലോ. ഞാനിടയ്ക്ക് തന്മയും പാവം മഞ്ജുവൊക്കെ ഉണ്ടല്ലോ, ഈ കോവിഡ് സമയത്തൊക്കെ നമ്മൾ ഒന്നും ചെയ്യാനില്ലല്ലോ, ഞാനിരുന്ന് ഇതന്നെ കണ്ടുകൊണ്ടിരിക്കും. ചില പാട്ട് നമുക്ക് ഇഷ്ടമുള്ളത് കണ്ടുകൊണ്ടിരിക്കില്ലേ. നമുക്ക് ഞാൻ തന്മേനെ ഇരുത്തും, വടക്കൻ വീരകഥയുടെ ലാസ്റ്റ് സീൻ കാണാൻ പറയും. തന്മയെ പറയും, അച്ഛാ ഇതല്ലേ ഇന്നലെ ഞാൻ പറയും ലാലേട്ടൻ്റെ എനിക്ക് ലാലേട്ടൻ്റെ 20 ഭയങ്കര ഇഷ്ടമാണ്. പല സീക്വൻസുകളും ഞാൻ കാണും. അപ്പോൾ കമൽഹാസൻ്റെ പിന്നെ കണ്ടു തന്നെ ഓടുക രണ്ടുപേരും. രജനീകാന്തിൻ്റെ പഞ്ചിട്ട് ചില ഡയലോഗ്സ് ഒക്കെ ഉണ്ട്, ചില ഓടും രണ്ടുപേരും. ഡോറ് തുറന്നു വരില്ല, മതി മതി മതി. നമുക്ക് ഓരോന്ന് ഇഷ്ടം കൊണ്ട് നമ്മൾ ഷെയർ ചെയ്യുന്നതാണ്. ഈ കോവിഡ് സമയത്ത് ഒന്നും ചെയ്യാനും പറ്റില്ല. ഞാൻ ഓരോരുത്തരുടെ കണ്ടാൽ തോന്നുന്നു ഞാൻ അവരുടെ ഫേവറേറ്റ് മീൻസ് എല്ലാം ഒരു അപ്പോൾ അല്ല ഞാൻ പറയുക. ഒരു അവസാനമായിട്ട് ചോദിക്കുകയാണെങ്കിൽ ഏറ്റവും പുതിയ റിലീസുകളും ജനനായകനും വരുന്നുണ്ടല്ലോ,
ഈ പറയുന്ന പോലെ വലിയ സിനിമ, ദളപതി ദളപതിയുടെ അവസാന സിനിമ എന്നൊക്കെ പറയുന്ന അറിയില്ല അറിയില്ല. എന്താ അതെ, ചെറുതായി അപ്പോൾ അത് ഷെയർ ചെയ്യാൻ പറ്റുന്നത്? അത് എനിക്ക് ഒന്ന് ഐ എം വെരി ഹാപ്പി. വിനോദ് ഡയറക്ടർ അദ്ദേഹം വിളിച്ചു. ഇതൊരു ഗസ്റ്റ് റോളാണ്, പക്ഷെ ഇമ്പോർട്ടൻ്റ് റോളാണ്. ഓക്കെ. വിജയ് സാറിനായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് സീനാണ് എനിക്കുള്ളത്. 2-3 സീക്വൻസിൽ ഒന്ന് വളരെ ഇൻറ്റൻസായിട്ട് പെർഫോം ചെയ്യേണ്ട ഒരു സാധനമായിരുന്നു എനിക്കും അദ്ദേഹത്തിനും. അദ്ദേഹം വളരെ മനോഹരമായി ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇറ്റ് വാസ് ലൈക്ക് ഞങ്ങൾ ഒരുമിച്ചിരിക്കുമ്പോൾ ഇന്ത്യയിലത്തെ ഏറ്റവും വലിയ, ഓഫ്കോഴ്സ് ഐ ബീൻ വിത്ത് വലിയ നമ്മുടെ മഹാനടന്മാരുടെ കൂടെയൊക്കെ എന്തായിരുന്നു ഇപ്പോഴത്തെ ജനറേഷനിൽ ദ ബിഗസ്റ്റ് സൂപ്പർ സ്റ്റാർ, ഐ മീൻ നമ്മുടെ ഏജ് വൈസ് പറയുന്നതാണ്, ഈ ജനറേഷനിൽ വിദ്യാസ് ബിഗസ്റ്റ് സൂപ്പർ സ്റ്റാറിൻ്റെ കൂടെ നിൽക്കുന്നു എന്നുള്ള സാധനം ലൈക്ക് ഐ വാസ് ഓൾവേസ് അതെപ്പോഴും മൈൻഡിൽ നിന്നുകൊണ്ടാണ് ഇതാക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് അതിൻ്റെ രസം എന്ന് വെച്ചാൽ അങ്ങനെയല്ല ബിഹേവ് ചെയ്യണത്. ഇറ്റ്സ് വെരി സിമ്പിൾ. ആൻഡ് ആ ക്യാരക്ടറിൽ തന്നെ ഇരിക്കുകയായിരുന്നു ഞങ്ങളുള്ള 2-3 ദിവസം. അപ്പം ഇറ്റ് വാസ് സോ നൈസ് ടു. ഞാൻ മുമ്പ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ രാജീവ് സാറിൻ്റെ അസിസ്റ്റൻ്റ് ആയിരുന്നപ്പോൾ അദ്ദേഹം ഞാൻ ക്യാമറ സൈഡിൽ വർക്ക് ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ആഡൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് ഡാൻസ് ആഡുകളാണ്. അപ്പോൾ ഈ പെർഫോമൻസ് സൈഡ് ഞാൻ ഇപ്പോഴും ആദ്യമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കുറച്ച് സമയം വാസ് വെരി വാല്യുബിൾ. കുറച്ചധികം സംസാരിക്കാൻ പറ്റി. മുമ്പും പരിചയമുണ്ട് എങ്കിലും വർക്ക് ടൈമിലുള്ള ഒരു ഇതുണ്ടല്ലോ. അപ്പോൾ ഇറ്റ് വാസ് നൈസ് ആൻഡ് വെരി, നമ്മൾ രജനി സാർ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ വെരി വെരി ഹംബിൾ, വെരി സിമ്പിൾ എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെയാണ് അതിൻ്റെ ഒരു ഇത്. ആൻഡ് ഞാൻ അങ്ങനെ ആലോചിക്കുമ്പോൾ ചെന്നൈയിൽ പോണ്ടിച്ചേരി എടുത്ത ഷൂട്ട്. അപ്പോൾ ഞാൻ ഈ കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ട് അവിടെയുള്ള എനിക്ക് പരിചയമുള്ള എത്രയോ പേര്, വർക്കിംഗ് ക്ലാസ് പീപ്പിൾ എത്രയോ പേര് എപ്പോഴും പറയാറുണ്ട് വിജയ് സാറിൻ്റെ പടം വരുമ്പോൾ പറയണം. എനിക്ക് ഭയങ്കര ഞാൻ അദ്ദേഹത്തിൻ്റെ അവസാനം പറഞ്ഞു, സി ഐ ഹാവ് ബസ്സുകൾ കണക്കിന് ആൾക്കാരുണ്ട് ഇവിടെ വരാൻ. എനിക്ക് കുറേ വർഷങ്ങളായി പരിചയമുള്ള എൻ്റെ ബാച്ച് മേറ്റ്സ്, വർക്ക് ചെയ്ത എൻ്റെ ഡ്രൈവർമാർ, അവരുടെ ഫ്രണ്ട്സ്, വർക്കിംഗ് സെർവൻസ്, അവരുടെ ഫ്രണ്ട്സ്, പല ആൾക്കാർ, ഇവരൊക്കെ. ബട്ട് പുള്ളി പറഞ്ഞു പ്രീത് മീൻസ് അങ്ങനത്തെ ഒരു ഇതാണ്. അപ്പോൾ ആൻഡ് ഇറ്റ് വാസ് എ വെരി ഇൻട്രസ്റ്റിംഗ് തിങ്. അപ്പോൾ Jan 9th റിലീസ്. പൊങ്കൽ തൊട്ട് മുമ്പായിട്ടാണ്. പൊങ്കൽ റിലീസായിട്ടാണ്, പക്ഷേ 9th വരുന്നത്. ഇറ്റ്സ് എ ബിഗ് ഫിലിം. ദേ ഡിഡ് വർക്ക്. ഈ പറഞ്ഞ സുഗീതായിട്ടുള്ളൊരു കൊളാബറേഷൻ കൂടെ, അതും മലയാളത്തിലല്ല തമിഴിൽ. സുഗീതിൻ്റെ കൂടെ ആക്ച്വലി ഞാൻ മറ്റേ 3 Dots ഉണ്ടായിരുന്നു. അപ്പോൾ തമിഴിലത്തേത് വി ഡിഡ് എ വെരി ഇൻട്രസ്റ്റിംഗ് ഫിലിം. കുറൽ എന്നാണ് പടത്തിൻ്റെ പേര്. അപ്പോൾ അത് മോസ്റ്റ്ലി ആത്മാ എന്നുള്ള പേരിലാണ് റിലീസ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ഇതുവരെ ചെയ്തതിൽ വെച്ചിട്ട് ഏറ്റവും മോസ്റ്റ് ചാലഞ്ചിങ് റോൾ ദാറ്റ് ഐ ഹവ് ഡൺ ടിൽ നൗ. ഒരു ഓട്ടിസ്റ്റിക്കാണ് ഞാനതിൽ. ഓട്ടിസം, ഇറ്റ്സ് അബൌട്ട് എൻ ഓട്ടിസ്റ്റിക് പേഴ്സൺ. അയാൾ താമസിക്കുന്ന മുറിയിൽ ഒരു ഫിലിപ്പിനോ പ്രേതമുണ്ട്. അങ്ങനെ ഒരു സംഭവമാണ്. ആൻഡ് ഷീ വാണ്ട് ദ ഫിലിപ്പിനോ, അവർക്ക് ദേ വാണ്ട് നോ ഹു കിൽഡ് ഹർ. അതിനെ ബേസ് ചെയ്തിട്ടൊരു പടമാണ്. അപ്പോൾ ഇയാളുടെ ഈ ഓട്ടിസം വെച്ചിട്ട് അത് എന്താണ് സംഭവിക്കുക എന്നുള്ളതാണ്. ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ് ഫിലിം, വെരി ചാലഞ്ചിങ്. അപ്പോൾ ഐ എം ലുക്കിംഗ് ഫോർവേഡ് ടു ദാറ്റ്. അതിപ്പോൾ വിത്തിൻ 2-3 months റിലീസ് ഉണ്ടാവേണ്ടതാണ്. അപ്പം അത് വരുമ്പോൾ തമിഴാണെങ്കിലും മലയാളി പ്രേക്ഷകരെല്ലാവരും അത് കാണണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമുണ്ട്. സോ ലെറ്റ്സ് സീ. എന്തായാലും എല്ലാവിധ ആശംസകളും. ഇത്ര നേരം സ്പെൻഡ് ചെയ്തതിന്, ഇത്രയും കഥകൾ ഷെയർ ചെയ്തതിനും താങ്ക് യു വെരി മച്ച്.